ഇന്ന് നമുക്കൊരു അടിപൊളി സ്റ്റോറി കേട്ടാലോ? സ്റ്റോറിയെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കണ്ടാൽ മതി. നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. കഥയുടെ തുടക്കത്തിൽ മാടിശ്ശേരി ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി വിനയന് സെഷൻസ് കോടതി തൂക്കുകയർ വിധിച്ചിരിക്കുന്നു. വിധി സ്വാഗതാർഹമാണെന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരേ സ്വരത്തിൽ പറഞ്ഞു. മാടിശ്ശേരി തറവാട്ടിലെ വൃദ്ധ ദമ്പതികളായ കരുണാകരൻ ഭവാനിയമ്മ ഇവരെ പ്രതി കഴിഞ്ഞ ജൂൺ 30 രാത്രി തലക്കടിച്ച് കൊലപ്പെടുത്തി. പ്രതി വിനയൻ അവിടുത്തെ പുറംപണിക്കാരനായിരുന്നു. പ്രതി അന്നും ഇന്നും പറയുന്നത് താനല്ല അത് ചെയ്തത് എന്ന് തന്നെയാണ്. എങ്കിലും തെളിവുകളെല്ലാം പ്രതിക്കെതിരായിരുന്നു. ഇത്ര വേഗത്തിൽ കേസ് അന്വേഷിച്ച് പ്രതിയെ കണ്ടുപിടിച്ച സർക്കിൾ ഇൻസ്പെക്ടർ ദേവപ്രഭനും ഇൻസ്പെക്ടർ രമേശിനും അഭിനന്ദനങ്ങൾ. സെഷൻസ് കോടതിക്ക് മുന്നിൽ നിന്ന് ചാനലുകാർ വാതോരാതെ പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു. പോലീസ് അകമ്പടിയോടെ വിനയനെ പോലീസ് വാഹനത്തിലേക്ക് കൊണ്ടുവരുന്നത് കണ്ട് ചാനൽ പ്രവർത്തകർ അങ്ങോട്ടോടി. ലഞ്ച് ബ്രേക്ക് സമയം. ജഡ്ജി ശിവരാമന്റെ ക്യാബിൻ. ഹാഫ് ഡോർ മുട്ടുകേട്ടു, ഒപ്പം ശബ്ദവും. മേ ഐ കമ്മിങ് സാർ? യെസ് കമ്മിങ്. ഹാഫ് ഡോർ തള്ളി തുറന്ന് ഒരു ചെറുപ്പക്കാരൻ അകത്തേക്ക് കടന്നു. ഇരിക്കു കാശി, ഈ കേസിന്റെ വിധിയെക്കുറിച്ച് എന്താണ് കാശിയുടെ അഭിപ്രായം? താനൊരു വക്കീലല്ലേ? നീതി നിഷേധം, അതാണ് എൻ്റെ അഭിപ്രായം. വൈ? ഒരു പ്രതിയും വിചാരണ വേളയിൽ പറയുന്ന കാര്യങ്ങൾ വിധി നിർണയ സമയത്ത് ആവർത്തിക്കില്ല. വിനയൻ അന്നും ഇന്നും പറയുന്നത് കൊലപാതകങ്ങൾ ചെയ്തത് താനല്ല എന്ന് തന്നെയാണ്. അതിനർത്ഥം പ്രതി വിനയനല്ല എന്ന് തന്നെയല്ലേ? പക്ഷേ പ്രോസിക്യൂഷൻ വാദത്തോട് എതിർത്ത് നിൽക്കാൻ അയാളുടെ വക്കീലിനായില്ലല്ലോ. തെളിവുകളെല്ലാം പ്രതിക്കെതിരായിരുന്നു. കാശിയുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. ഇവൻ കാശിനാഥൻ, നാട്ടുകാർ കേസില്ലാ വക്കീലെന്ന് വിളിക്കും. എന്നാൽ അങ്ങനെയല്ല. കാശിനാഥൻ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. തനിക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രമേ ചെയ്യാറുള്ളൂ. കാശിയുടെ മുന്നിൽ വരുന്ന കേസുകൾ കാശിക്ക് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ആ കേസെടുക്കൂ. തൻ്റെ വാദപ്രതിവാദങ്ങൾ സത്യസന്ധമായിരിക്കണമെന്ന് കാശിക്ക് നിർബന്ധമുണ്ട്. വ്യാജരേഖകൾ ചമച്ചോ കോടതിയിൽ കള്ളങ്ങൾ വിളിച്ചു പറഞ്ഞോ തനിക്കൊരു കേസും ജയിക്കേണ്ട എന്ന നിലപാടാണ് അയാൾക്കുള്ളത്. പല വമ്പൻ ടീമുകളും തങ്ങളുടെ മക്കളെ രക്ഷിക്കാനും മറ്റു ഊടായ്പ കേസുകളുമായി അയാളുടെ മുന്നിൽ വക്കാലത്തുമായി ചെന്നിട്ടുണ്ട്. അവരെയെല്ലാം കാശി ആട്ടി ഓടിച്ചിട്ടുണ്ട്. കാശിനാഥന് പാവങ്ങളുടെ വക്കീലെന്നും പേരുണ്ട്. നിർധനരായിട്ടുള്ളവർക്ക് വേണ്ടിയാണ് അയാൾ കൂടുതലും വാദിച്ചിട്ടുള്ളത്. കാശി വാദിച്ചിട്ടുള്ള ഒരു കേസും തോറ്റിട്ടില്ല. എതിർഭാഗത്ത് കാശിനാഥനാണെന്നറിയുമ്പോഴേ മറ്റു വക്കീലന്മാർക്ക് തലവേദന തുടങ്ങും. കാരണം എത്ര വ്യാജരേഖകൾ ഉണ്ടാക്കിയാലും എത്ര കള്ളസാക്ഷികളെ നിരത്തിയാലും അതെല്ലാം കാശി നേരായ വഴിയിലൂടെ പൊളിച്ചടക്കും. പൊതുവെ കാശി കേസുകൾ ഏറ്റെടുക്കാറില്ല. അഥവാ എടുത്താൽ തന്നെ അത് പാവപ്പെട്ടവരുടെ കേസുകളായിരിക്കും. കേസുകളില്ലെങ്കിലും കാശി ഒരു ദിവസം പോലും കോടതിയിൽ വരാതിരിക്കില്ല. മറ്റുള്ള വക്കീലന്മാരുടെ വാദപ്രതിവാദങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കും. കോടതി പിരിഞ്ഞതിന് ശേഷമേ പോകൂ. അതൊക്കെ കൊണ്ടുതന്നെ ജഡ്ജി ശിവരാമന് കാശിയോട് പ്രത്യേക സ്നേഹമാണ്. അതുമാത്രമല്ല, ശിവരാമന്റെ സുഹൃത്തിൻ്റെ മകൻ കൂടിയാണ് കാശിനാഥൻ. പ്രതിക്ക് വേണ്ടി വാദിക്കാൻ വക്കീലില്ലെന്നറിഞ്ഞപ്പോൾ ആദ്യം നിന്റെ പേരാണ് എൻ്റെ മനസ്സിൽ വന്നത്. പക്ഷേ സർക്കാർ ചെലവിൽ ഒരു വക്കീലിനെ നിയമിക്കുമ്പോൾ എനിക്ക് നിന്റെ പേര് നിർദ്ദേശിക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ എല്ലാവർക്കും അറിയാം ഞാനും നീയും തമ്മിലുള്ള ബന്ധം. പോരാത്തതിന് നീ എല്ലാ പോലീസുകാരെയും രാഷ്ട്രീയ നേതാക്കളെയും വെറുപ്പിച്ചുകൊണ്ടേയിരിക്കുന്നവനാണല്ലോ. ശിവരാമൻ പറഞ്ഞത് കേട്ട് കാശി തല കുനിച്ച് ചിരിച്ചു. പിന്നെ അദ്ദേഹത്തെ നോക്കി പറഞ്ഞു, എല്ലാ പോലീസുകാരെയും ഇല്ല സാർ, സത്യത്തിനും നീതിക്കുമെതിരെ നിൽക്കുന്നവരെ മാത്രം. സത്യത്തിനും നീതിക്കും വേണ്ടി നിൽക്കുന്ന പോലീസുകാരെ എനിക്കിഷ്ടമാണ്. പക്ഷേ അവരൊരു പോലീസ് സ്റ്റേഷനിലും അധിക നാൾ നിർത്തില്ലല്ലോ, അതാണ് വിഷമം. നിനക്ക് പറ്റിയത് വക്കീൽ പണി അല്ലായിരുന്നു കാശി, നീ പോലീസിൽ ചേരണമായിരുന്നു. ശിവരാമൻ ചെറുചിരിയോടെ പറഞ്ഞു. എന്തിന്? മേലാളന്മാരുടെ അടിമപ്പണി ചെയ്യാനോ? 10ാം ക്ലാസ് പോലും ജയിക്കാത്ത മന്ത്രിവര്യന്മാരുടെ മുന്നിൽ തല താഴ്ത്തി നിൽക്കാനോ? ഇതാവുമ്പോൾ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം നോക്കിയാൽ മതിയല്ലോ സാർ. സാറിനറിയാമല്ലോ എൻ്റെ മുന്നിൽ വരുന്ന സാധാരണക്കാരുടെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും ഞാൻ വാങ്ങാറില്ലെന്ന്. അതാണല്ലോ നിനക്ക് കേസില്ലാ വക്കീലെന്നും കാശില്ലാ വക്കീലെന്നും വിളിപ്പേര് കിട്ടിയത്. കാശി വീണ്ടും ചിരിച്ചു. കാശിനാഥന് പാരമ്പര്യമായി സ്വത്തുക്കൾ ഉള്ളതുകൊണ്ടാണ് അവൻ ആരുടെ കയ്യിൽ നിന്നും ഫീസ് വാങ്ങാത്തതെന്ന് ഒരു ചൊല്ലുണ്ട് പൊതുവെ. അത് സത്യവുമാണ്. കാശിയുടെ അച്ഛനും മുത്തച്ഛനും അവനോട് പറഞ്ഞിട്ടുള്ളത് നിനക്ക് ശരിയെന്ന് തോന്നുന്നത് എന്തും ചെയ്തോളാനാണ്. അത് തന്നെയാണ് കാശി പാലിക്കുന്നതും. സാർ എന്നെ വിളിപ്പിച്ചത് എന്തിനാണെന്ന് ഇതുവരെ പറഞ്ഞില്ല. ശിവരാമൻ ഗൗരവത്തിലായി. കാശി, എൻ്റെ വിധി തെറ്റായിരുന്നുവെന്ന് ഒരു തോന്നൽ. പിന്നെന്തിന് സാർ ആ വിധി പറഞ്ഞു? കാശിക്ക് അറിയാലോ, തെളിവുകളെല്ലാം അയാൾക്ക് എതിരായിരുന്നു. എല്ലാം കെട്ടിച്ചമച്ച തെളിവുകളായിരുന്നുവെന്ന് സാറിന് ബോധ്യമല്ലായിരുന്നു. പിന്നെന്തിന്? കാശിയുടെ സ്വരത്തിൽ നീരസമുണ്ടായിരുന്നു. അത് ശിവരാമൻ തിരിച്ചറിഞ്ഞു. കോടതിക്ക് വേണ്ടത് തെളിവുകളാണ്. പ്രോസിക്യൂഷൻ നിരത്തി തെളിവുകൾ വ്യാജമാണെന്ന് തെളിയിക്കാൻ എതിർഭാഗം വക്കീലിന് കഴിഞ്ഞില്ല. പിന്നെന്ത് ചെയ്യും? ശിവരാമൻ മറുചോദ്യം ഉന്നയിച്ചു. എതിർഭാഗം വക്കീലെ പോലീസിൻ്റെയും ഉന്നതരുടെയും കളിപ്പാവായിരുന്നുവെന്ന് ആർക്കാണ് സാർ അറിയാത്തത്? ഈ കേസിന് പിന്നിൽ ഉന്നതരുടെ ഇടപെടലുകൾ ഉണ്ടെന്നാണ് എൻ്റെ നിഗമനം. ശരിയാണ് കാശി, അതെനിക്കും മനസ്സിലായിരുന്നു. ആർക്കോ വേണ്ടി ഇയാളെ ബലിയാടാക്കുകയായിരുന്നുവെന്ന് ഉറപ്പാണ്. ഇയാൾക്കാണെങ്കിൽ ചോദിക്കാനും പറയാനും ആരുമില്ല.
പോലീസിനൊരു പ്രതിയെ മതിയായിരുന്നു. തെളിവുകളെല്ലാം അയാൾക്കെതിരാകുമ്പോൾ ഒരു ജഡ്ജി എന്ന നിലയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എതിർഭാഗം വക്കീൽ പ്രോസിക്യൂഷനെതിരെ ഒരു തെളിവ് കാണിച്ചിരുന്നുവെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു വിധി പറയേണ്ടി വരില്ലായിരുന്നു. വിധി നിർണയത്തിൽ ശിവരാമന് വിഷമമുണ്ടെന്ന് കാശിക്ക് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഏത് കോടതിയും തെളിവുകൾ മാത്രമേ നോക്കാറുള്ളൂ. അവിടെ വ്യക്തിയോ സെന്റിമെന്റ്സോ നോക്കാൻ പാടില്ല. ഇനി എന്ത് ചെയ്യും സാർ? വിധി പറഞ്ഞു പോയില്ലേ? പിന്നെയുള്ള ആശ്വാസം മരണശിക്ഷ നടപ്പില്ല എന്നുള്ളതാണ്. ഇത് കേരളമല്ലേ? എത്രയോ പ്രതികൾ മരണശിക്ഷയും കാത്ത് ജയിലിൽ കിടക്കുന്നു. അതിലൊരാളായി ഇയാളും. പിന്നെ അയാൾക്ക് വേണ്ടി അപ്പീലിന് പോകാനോ അയാളെ സഹായിക്കാനോ ആരുമില്ല. അവനെ സഹായിക്കാൻ ഒരാളുണ്ട്. ഇനി അവനെ രക്ഷിക്കാൻ അയാളെ കൊണ്ട് മാത്രമേ സാധിക്കൂ. ആര്? ശിവരാമൻ പറഞ്ഞത് കേട്ട് ആകാംക്ഷയോടെ കാശി അദ്ദേഹത്തെ നോക്കി. പറയൂ സാർ, ആരാണ് അയാൾ? നീ തന്നെ. നിന്നെ കൊണ്ട് ഇനി വിനയനെ രക്ഷിക്കാൻ കഴിയൂ. ഞാനോ? ഞാനെങ്ങനെയാ സാർ ഈ കേസ് പഠിക്കാതെ? അപ്രതീക്ഷിതമായി തൻ്റെ പേര് കേട്ടപ്പോൾ കാശി അമ്പരപ്പോടെ ശിവരാമനോട് ചോദ്യരൂപേണ ചോദിച്ചു. ഈ കേസിനെ കുറിച്ച് നിനക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കണോ കാശി? നീ ഒരു കേസ് പോലും കേൾക്കാതിരുന്നിട്ടില്ല. പിന്നെ വിനയനെതിരെ സോളിഡ് എവിഡൻസ് എന്ന് പറയുന്നത് ഇതാണ്. ശിവരാമൻ ഫയലിൽ നിന്നും കുറച്ച് ഫോട്ടോസും ഒരു പെൻഡ്രൈവും എടുത്ത് കാശിക്ക് കൊടുത്തു. പിന്നെ കേസിൻ്റെ ഡീറ്റെയിൽസിൻ്റെ പകർപ്പും. ഈ മാസം 30-ാം തീയതി ഡിസ്ട്രിക്ട് കോർട്ടിൽ നീ അപ്പീൽ കൊടുക്കണം. സാർ, അതിന് വിനയൻ്റെ കയ്യിൽ നിന്ന് വക്കാലത്ത് സൈൻ ചെയ്ത് വാങ്ങണ്ടേ? മാത്രമല്ല അയാളോട് കാര്യങ്ങൾ ചോദിച്ചറിയാതെ എങ്ങനെയാ സാർ? കാശി, നീ എൻ്റെ മുമ്പിൽ പൊട്ടം കളിക്കരുത്. നിനക്ക് താല്പര്യമില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. നീ നേരത്തെ പറഞ്ഞല്ലോ വിധി നിർണയം നീതി നിഷേധമായിരുന്നുവെന്ന്. ശിവരാമന് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. അതല്ല സാർ, 30-ാം തീയതി എന്ന് പറയുന്നത് അടുത്ത ആഴ്ചയല്ലേ? ഈ ചുരുങ്ങിയ ദിവസത്തിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് എനിക്കറിയില്ല. അതാണ് ഞാൻ. കാശി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശിവരാമൻ പേപ്പറിൽ എന്തോ എഴുതുകയായിരുന്നു. അദ്ദേഹം ആ പേപ്പറിൽ സൈൻ ചെയ്ത് സീൽ പതിച്ച് അവൻ്റെ നേർക്ക് നീട്ടി. ഇതാ, വിനയനെ സബ് ജയിലിൽ പോയി നിനക്ക് കാണാനുള്ള കോർട്ട് ഓർഡറാണ്. നാളെ ഉച്ചയ്ക്ക് ശേഷം വിനയനെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. അതിനു മുമ്പ് നിനക്കവനെ പോയി കാണാം, സംസാരിക്കാം. ഇനി വല്ല ഒഴികഴിവുണ്ടോ നിനക്ക് പറയാൻ? ശിവരാമൻ്റെ മുഖം ഗൗരവത്തിലായിരുന്നു. കാശി ആ പേപ്പർ വാങ്ങിച്ചിട്ട് ഇല്ലെന്ന് തലയാട്ടി. മാടിശ്ശേരി ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി വിനയൻ്റെ വധശിക്ഷയ്ക്കെതിരെയുള്ള അപ്പീൽ കൊടുക്കാൻ അഡ്വക്കേറ്റ് കാശിനാഥൻ ഏറ്റെടുത്തിരിക്കുന്നു. കാശി ശിവരാമൻ്റെ മുഖത്തേക്ക് നോക്കി ചെറുചിരിയോടെ പറഞ്ഞു. അത് കേട്ട് അദ്ദേഹം പുഞ്ചിരിച്ചു. കാശി, മറ്റൊരു വിശേഷം കൂടിയുണ്ട്. അതെന്താണെന്നുള്ള അർത്ഥത്തിൽ കാശി അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് സാഗുതം നോക്കി. ഞാനിവിടുന്ന് പോകുക. 28-ാം തീയതി വരെയാണ് ഞാനിവിടെ ഉള്ളൂ. അത് കഴിഞ്ഞ് എവിടേക്കാ സാർ? ഡിസ്ട്രിക്ട് കോർട്ട്. സാർ? കാശി അത്ഭുതത്തോടെ വിളിച്ചു. ശിവരാമൻ പുഞ്ചിരിയോടെ ചെയറിൽ ചാരിയിരുന്ന് ചിരിച്ചു. അതേടോ, 30-ാം തീയതി മുതൽ ശിവരാമൻ ഡിസ്ട്രിക്ട് കോർട്ട് ജഡ്ജിയാണ്. എൻ്റെ മുന്നിൽ വരുന്ന ആദ്യത്തെ കേസ് നിൻ്റെ ആയിരിക്കണം. എൻ്റെ തെറ്റ് തിരുത്താൻ യഥാർത്ഥ കുറ്റവാളിയെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. അത് നിനക്ക് സാധിക്കും കാശി. സാർ ഇത് നേരത്തെ പറയണ്ടേ? കാശിയുടെ മുഖത്ത് സന്തോഷം അലയടിച്ചു. അത് കണ്ട് ശിവരാമൻ ചിരിച്ചു. നിനക്കൊരു സർപ്രൈസ് കോടതിയിൽ വെച്ച് തരാമെന്ന് ഞാൻ കരുതിയതാണ്. അതിനാണ് 30-ാം തീയതി തന്നെ അപ്പീൽ നൽകാൻ പറഞ്ഞത്. കാശി, ഈ കേസിൻ്റെ ഓരോ മുടിനാരും നീ കീറി മുറിച്ച് പരിശോധിക്കണം. അത് നീ ചെയ്യുമെന്നറിയാം. നീ എപ്പോഴും പറയാറുള്ളത് സത്യമാണ് കാശി. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നത് മാറ്റി എഴുതേണ്ടിയിരിക്കുന്നു. 1000 നിരപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു കുറ്റവാളി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് ആക്കേണ്ടിയിരിക്കുന്നു അല്ലേ സാർ? അതെ. ശിവരാമൻ തലകുലുക്കി സമ്മതിച്ചു. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ സാർ. കേസിൻ്റെ ഡീറ്റെയിൽസ് ഓടിച്ചൊന്ന് പഠിക്കണം. പിന്നെ നാളെ രാവിലെ 10 മണിക്ക് സബ് ജയിലിൽ പോയി വിനയനെ കണ്ട് അപ്പീലിനുള്ള വക്കാലത്ത് ഒപ്പിട്ട് വാങ്ങും. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ പോകാൻ നോക്കാം. ഗുഡ് ലക്ക് കാശി. ശിവരാമൻ കാശിക്ക് ഷേക്ക് ഹാൻഡ് നൽകി. കാശി ചേംബറിൽ നിന്ന് പുറത്തിറങ്ങി. ശിവരാമൻ കോർട്ടിലേക്കും. കാശി നേരെ തൻ്റെ ഓഫീസിലേക്കാണ് പോയത്. കേസിൻ്റെ വിശദാംശങ്ങൾ വായിച്ചു നോക്കി. എവിടെയൊക്കെയോ എന്തൊക്കെയോ തെറ്റുകളുള്ളതായി കാശിക്ക് തോന്നി. പോലീസിൻ്റെ റിപ്പോർട്ടിൽ തിരിമറി നടന്നതായി കാശിക്ക് മനസ്സിലായി. കോടതിയിൽ സമർപ്പിച്ച FIRൻ്റെ കോപ്പി എടുത്തു നോക്കി. അതിലുള്ളതും പിന്നീട് സമർപ്പിച്ച കുറ്റപത്രത്തിലും ചില വ്യത്യാസങ്ങൾ അവൻ കണ്ടെത്തി. അത് കോടതി പിരിഞ്ഞിട്ട് അല്ലെങ്കിൽ രാത്രിയിൽ ശിവരാമനോട് ചോദിക്കണമെന്ന് മനസ്സിൽ തീരുമാനിച്ചു. രാത്രിയിൽ കാശി ശിവരാമനെ ഫോൺ ചെയ്തു. ഹലോ കാശി, കേസിൻ്റെ ഡീറ്റെയിൽസ് പഠിച്ചോ? ഉവ്വ സാർ. എന്നിട്ട് എന്ത് തോന്നുന്നു? സാർ, എനിക്കൊരു ഡൗട്ടുണ്ട്. അത് ചോദിക്കാനാണ് ഇപ്പോൾ വിളിച്ചത്. എന്താ കാശി, ചോദിച്ചോ? സാർ, FIRൽ ഒരു രീതിയിലും പിന്നീട് കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ അതിൽ മറ്റൊരു രീതിയിലും റിപ്പോർട്ട് ചെയ്തതായി കാണുന്നു. അത് സാർ ശ്രദ്ധിച്ചിരുന്നോ? ഉവ്വ്, ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതിന് ഞാൻ പോലീസിനെ വിമർശിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ എതിർഭാഗം വക്കീൽ അതിനെതിരെ വാദിക്കുകയോ പോലീസിനെതിരെ വിമർശനം ഉന്നയിക്കുകയോ ചെയ്തിരുന്നില്ല. അയാൾക്ക് ഈ കേസിനോട് വലിയ താല്പര്യമില്ലാത്തതുപോലെയായിരുന്നു. അതങ്ങനെയല്ലേ സാർ? വരൂ, വാങ്ങിച്ച കാശിന് കൂറ് കാണിക്കണമല്ലോ. വേറെന്തെങ്കിലും ഡൗട്ടുണ്ടോ കാശി? ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. അതെല്ലാം ഇനി വിനയനെ കണ്ടതിന് ശേഷമേ ക്ലിയർ ചെയ്യാനാവൂ. ഓക്കെ, അപ്പോൾ നാളെ വിനയനെ കാണാൻ പോകുമല്ലേ? അതെ സാർ. വിനയനെ കണ്ടിട്ട് എന്നെ വിളിക്കാൻ മറക്കരുത്. ഇല്ല സാർ, ഞാൻ രാത്രിയിൽ വിളിക്കാം. ഓക്കെ കാശി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സാർ. ഫോൺ കട്ട് ചെയ്തതിന് ശേഷം കാശി വീണ്ടും കേസ് ഫയൽ തുറന്ന് വിശദമായി പഠിക്കാൻ തുടങ്ങി.
തെളിവുകളും സാക്ഷിമൊഴികളും കീറിമുറിച്ച് പരിശോധിച്ചു. അതിൽ നിന്നും കാശിക്ക് ഒരു കാര്യം മനസ്സിലായി. വിനയനെതിരെ ഗൂഢമായ നീക്കങ്ങൾ നടന്നിട്ടുണ്ടെന്ന്. സോളിഡ് എവിഡൻസ് എന്ന് പറയുന്ന വീഡിയോ ക്ലിപ്പ് അവൻ വീണ്ടും വീണ്ടും പ്ലേ ചെയ്ത് കണ്ടു. കൂടാതെ കുറച്ച് ഫോട്ടോഗ്രാഫ്സും. പിറ്റേന്ന് 10 മണിയോടെ കാശി സബ് ജയിലിലെത്തി സൂപ്രണ്ടിന് കോർട്ട് ഓർഡർ കൊടുത്തു. നന്നായി വക്കീലേ, അവനൊരു പാവമാണ്. ഞാൻ പലവട്ടം ചോദിച്ചു നീയാണോ ഇത് ചെയ്തതെന്ന്. അപ്പോഴെല്ലാം അവൻ കണ്ണീരോടെ പറഞ്ഞത് അവനല്ല എന്നാണ്. സൂപ്രണ്ട് തങ്കരാജ് പറഞ്ഞു. കോടതിയിലും അവൻ അത് തന്നെയാ പറഞ്ഞത്. ഇവിടെ അവൻ്റെ പെരുമാറ്റം എങ്ങനെയാ? അതല്ലേ പറഞ്ഞത് അവനൊരു പാവമാണെന്ന്. എന്തു പറഞ്ഞാലും ചെയ്യും. ആരോടും മറത്തൊരക്ഷരം പറയില്ല. സെല്ലിൽ കൂടെ കിടക്കുന്നവർക്കും അവനോട് നല്ല അനുകമ്പയാണ്. അവൻ ഇപ്പോഴും പറയുന്നത് അവനെ കുടുക്കിയതാണെന്നാണ്. ആരുടെയെങ്കിലും പേര് അവൻ പറയുന്നുണ്ടോ? അതില്ല വക്കീലെ. അത് ചോദിക്കുമ്പോൾ അവൻ്റെ കണ്ണിൽ പേടിയാണ് കാണുന്നത്. എനിക്ക് അവനെ കാണണം സാർ. അതിനെന്താ, വിളിപ്പിക്കാം? വേണ്ട, എനിക്ക് അവനെ അവിടെ ചെന്ന് കണ്ടാൽ മതി. സാർ എന്നെ സഹായിക്കണം. അതിനെന്താ വക്കീലെ, അവനെ എങ്ങനെയെങ്കിലും വധശിക്ഷയിൽ നിന്ന് വക്കീല് രക്ഷിക്കണമെന്നൊരു അപേക്ഷയെ എനിക്കുള്ളൂ. പറഞ്ഞിട്ട് തങ്കരാജ് മേശപ്പുറത്തിരുന്ന ബെല്ലമർത്തി. പുറത്തു നിന്ന് കോൺസ്റ്റബിൾ അകത്തേക്ക് വന്നു. ഓ, ജയിലറോട് വരാൻ പറ. കോൺസ്റ്റബിൾ പോയി അല്പനേരം കഴിഞ്ഞപ്പോൾ ജയിലർ വന്നു. സുന്ദരേശോ, ഇത് അഡ്വക്കേറ്റ് കാശിനാഥൻ. ഇന്ന് സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വിനയനെ കാണാൻ വന്നതാണ്. താൻ അവനെ ഒന്ന് വക്കീലിന് കാണിച്ചു കൊടുക്ക്. ശരി സാർ, ചെല്ല്. തങ്കരാജ് കാശിയോട് പറഞ്ഞു. സാറിനിപ്പോൾ എന്തിനാ അവനെ കാണേണ്ട കാര്യം? സെല്ലിലേക്ക് പോകുന്ന വഴി സുന്ദരേശൻ കാശിയോട് ചോദിച്ചു. ആ ചോദ്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കാശി മറുപടി പറഞ്ഞു. വധശിക്ഷയ്ക്കെതിരെയുള്ള അപ്പീലിൻ്റെ വക്കാലത്ത് ഒപ്പിട്ട് വാങ്ങാൻ പിന്നെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുമുണ്ട്. സാറിനെന്താ അവൻ്റെ വക്കാലത്ത് വാങ്ങാൻ വട്ടുണ്ടോ? ഇത്തിരി സ്വർണത്തിന് വേണ്ടി ആ വയസ്സായ 2 പേരെ തലക്കടിച്ച് കൊന്നവനവൻ. അതിനുള്ള ശിക്ഷയാ ദൈവം കൊടുത്തത്. സുന്ദരേശൻ ഈർഷ്യയോടെ പറഞ്ഞു. തന്നെക്കുറിച്ച് ഇയാൾക്ക് അറിയില്ലെന്ന് കാശിക്ക് മനസ്സിലായി. ഞാനൊരു വക്കീലല്ല സാറേ. എന്നെ ഏൽപ്പിക്കുന്ന കർത്തവ്യം എനിക്ക് നിറവേറ്റണ്ടേ? അത് വേണം. അപ്പീൽ കൊടുത്താൽ വധശിക്ഷ റദ്ദാക്കിയാലും ജീവപര്യന്തം ഉറപ്പാ. കൊലപാതക ആയാലെന്താ, ബലാത്സംഗ വീരനായാലെന്താ, നമുക്ക് കാശ് കിട്ടണം അല്ലേ വക്കീലേ? പിന്നല്ലാതെ. സാറേ ഇവിടെ പുതിയതാണല്ലേ? പുതിയതാണെന്ന് ചോദിച്ചാൽ ആണെന്നും പറയാം അല്ലെന്നും പറയാം. അതെന്താ സാറേ എങ്ങും തൊടാതെ? ഞാനിവിടെ വന്നിട്ട് 1 വർഷമാവുന്നതേ ഉള്ളൂ. ഇവനിവിടെ എത്തിയിട്ട് 6 മാസവും. ഞാനും അവനും തമ്മിൽ ഇവിടെ വന്നിട്ട് 3-4 മാസത്തിൻ്റെ സീനിയോറിറ്റി എനിക്കുള്ളൂ. അയാൾ പറഞ്ഞിട്ട് ഉറക്കെ ചിരിച്ചു. അത് കേട്ടപ്പോൾ അയാളുടെ കരണക്കുറ്റി നോക്കി 2 പൊട്ടിക്കാനാണ് കാശിക്ക് തോന്നിയത്. വിനയൻ എവിടെയാടാ? സെല്ലിലുണ്ടോ? അവിടെ നിന്നൊരു തടവ് പുള്ളിയോട് സുന്ദരേശൻ വിളിച്ചു ചോദിച്ചു. സെല്ലിലുണ്ട് സാറേ. അവൻ 1-2 വട്ടം ചാടിപ്പോകാനൊക്കെ നോക്കിയതാ വക്കീലേ. ഞാനാരാ മോൻ? ഞാൻ വിടുവോ അവനെ? അയാൾ കാശിയോട് പറഞ്ഞത് കേട്ട് അവന് ചിരി വന്നു. ആളൊരു തള്ളൽ വീരനാണെന്ന് അവന് മനസ്സിലായി. വിനയാ, നിന്നെ കാണാൻ വന്നതാടാ ഈ വക്കീല്. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. സുന്ദരേശൻ സെല്ലിൻ്റെ അടിയിൽ തട്ടിക്കൊണ്ട് വിളിച്ചു. അകത്ത് മൂലയിൽ തല കുമ്പിട്ടിരിക്കുന്ന യുവാവ് തലയുയർത്തി നോക്കി. വിനയാ, ഞാൻ അഡ്വക്കേറ്റ് കാശിനാഥൻ. നിന്റെ വധശിക്ഷ വിധിക്കെതിരെ ഞാൻ അപ്പീൽ കൊടുക്കാൻ തീരുമാനിച്ചു. അതിന് നിന്റെ ഒരു ഒപ്പ് വേണം. അതിനാണ് ഞാൻ വന്നത്. കാശി പറഞ്ഞത് കേട്ട് വിനയൻ്റെ മുഖത്ത് പ്രതീക്ഷയുടെ തിരി തെളിഞ്ഞു. അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് തൊഴുകൈകളോടെ കാശിയുടെ അടുത്തേക്ക് വന്നു. സാറ് പോയിക്കോ, എനിക്ക് വിനയനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. കാശി സുന്ദരേശനെ നോക്കി പറഞ്ഞു. അതൊന്നും പറ്റില്ല. വക്കീൽ അവനെ കൊണ്ട് പേപ്പറിൽ ഒപ്പിടിച്ചിട്ട് എൻ്റെ കൂടെ വന്നേ. സുന്ദരേശൻ ധാർഷ്ട്യത്തോടെ പറഞ്ഞു. അത് പറ്റണം. കാശി കടിപ്പിച്ച് തന്നെ പറഞ്ഞു. അതുകൊള്ളാം. ഒരു ഉപകാരം ചെയ്തപ്പോൾ എന്നെ ഭരിക്കാൻ വരുന്നോ? ഞാൻ ആരാണെന്ന തൻ്റെ വിചാരം? താൻ വെറും ഒരു വക്കീല്. ഞാനേ ഇവിടുത്തെ ജയിലറാണ്. ഞാൻ തീരുമാനിക്കും ഇവിടെ എന്തൊക്കെ നടക്കണമെന്ന്. മര്യാദക്ക് അവനെ കൊണ്ട് ഒപ്പിടിച്ചിട്ട് എൻ്റെ കൂടെ വന്നു. സബ് ജയിൽ തൻ്റെ തറവാട്ട് സ്വത്തൊന്നുമല്ലല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ താൻ തീരുമാനിക്കാൻ. തനിക്ക് എന്നെക്കുറിച്ച് അറിയില്ലെങ്കിൽ താൻ പോയി സൂപ്രണ്ട് തങ്കരാജ് സാറിനോട് ചോദിക്ക് കാശിനാഥൻ ആരാണെന്ന്. അതിനുശേഷം നട്ടലിന് ഉറപ്പുണ്ടെങ്കിൽ എന്നോട് മുട്ടാൻ വാ. കാശിനാഥൻ ഇവനെ ഇവിടെ കാണാനും സംസാരിക്കാനുമാണ് വന്നതെങ്കിൽ അത് ചെയ്തിട്ടേ പോകൂ. അതല്ല തടയാമെന്നാണ് തൻ്റെ വിചാരമെങ്കിൽ കോടതി അലക്ഷ്യത്തിന് കുറേ നാൾ താൻ കോടതി കയറി ഇറങ്ങേണ്ടി വരും സുന്ദരേശ. അത് വേണോ? കാശി അതേ നാണയത്തിൽ തിരിച്ചടിച്ചു. നിനക്ക് ഞാനാരാണെന്ന് അറിയില്ല. സുന്ദരേശൻ പല്ലുകൾ കടിച്ചുറുമി. അറിയാം സുന്ദരേശ. ചെത്തുകാരൻ വേലുവിൻ്റെയും ഭവാനിയുടെയും മകൻ. സ്വന്തം നേട്ടത്തിന് വേണ്ടി ഭാര്യയെ വരെ മറ്റുള്ളവർക്ക് കൂട്ടിക്കൊടുത്തവൻ. ഇനിയും കൂടുതൽ പറയണോ സുന്ദരേശ? നിനക്ക് ഞാൻ കാണിച്ചു തരാമടാ സുന്ദരേശൻ ആരാണെന്ന്. സുന്ദരേശൻ പല്ലുകൾ കടിച്ചു പൊട്ടിച്ചുകൊണ്ട് പറഞ്ഞിട്ട് തിരിഞ്ഞു നടന്നു. എവിടെ വരണമെന്നേ സാറ് വിളിച്ചു പറഞ്ഞാൽ മതി. ഞാൻ വന്ന് കണ്ടോളാം. എന്നെ തിരക്കി വന്ന് സാറ് ബുദ്ധിമുട്ടണ്ട, കാശി വിളിച്ചു പറഞ്ഞു. അത് കേട്ട് സുന്ദരേശൻ തിരിഞ്ഞു നോക്കി കാറി തുപ്പിക്കൊണ്ട് ചവിട്ടി തുള്ളിപ്പോയി. ഇതൊന്നും കണ്ട് വിനയം പേടിക്കണ്ട. ഇതിൻ്റെ പേരിൽ അവൻ നിന്നെ ഒന്നും ചെയ്യില്ല കേട്ടോ. വിനയൻ തലകുലുക്കി. കാശി കയ്യിലിരുന്ന പേപ്പറും പേനയും വിനയന് കൊടുത്തിട്ട് ഒപ്പിടേണ്ട സ്ഥലം കാട്ടിക്കൊടുത്തു. വിനയൻ ഒപ്പിട്ടിട്ട് പേപ്പർ തിരികെ കൊടുത്തു. വിനയ, ഇനി എനിക്കറിയേണ്ടത് അന്ന് എന്താണ് സംഭവിച്ചതെന്നാണ്. സാർ, ഞാനല്ല അത് ചെയ്തത്. അവരോട് എനിക്കങ്ങനെ ചെയ്യാൻ കഴിയില്ല. സത്യമായിട്ട് ഞാനല്ല സാർ. പിന്നെ ആര്? അതാണ് ചോദ്യം. എനിക്കറിയാം അതാരാണ് ചെയ്തതെന്ന് വിനയന് അറിയാമെന്ന്. അതാരായാലും എനിക്കറിയണം.
നീ പേടിക്കണ്ട. ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നത് അഡ്വക്കേറ്റ് കാശിനാഥനാണ്. നീ പേടിക്കുന്നവരാരായാലും അവരൊന്നും നിന്റെ രോമത്തിൽ പോലും തൊടില്ല. ഇത് കാശിനാഥൻ നിനക്ക് തരുന്ന ഉറപ്പാണ്. ഞാൻ പറയാം, എല്ലാം പറയാം. പക്ഷേ ഒരു പക്ഷേയുമില്ല. വിനയ, പറയണം, പറഞ്ഞേ തീരൂ. നിന്റെ കഴുത്തിൽ തൂക്കുകയർ വീഴാതിരിക്കണമെങ്കിൽ എല്ലാം പറഞ്ഞേ പറ്റൂ. പറയുന്നത് സത്യസന്ധമായിരിക്കണം. ഒരു കാര്യവും മറച്ചു വയ്ക്കരുത്. എങ്കിലും എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയൂ. ഇല്ല സാർ, ഒന്നും മറച്ചു വയ്ക്കില്ല. എല്ലാം ഞാൻ പറയാം. വിനയൻ പറഞ്ഞതെല്ലാം കേട്ട് കാശി തരിച്ചിരുന്നു. നീ എന്തുകൊണ്ട് ഇതൊന്നും കോടതിയിൽ വിളിച്ചു പറഞ്ഞില്ല? കോടതിയിൽ വിളിച്ചു പറയാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു സാർ. ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ സാറിനിപ്പോൾ എന്നെ കാണാൻ കഴിയില്ലായിരുന്നു. അവരെന്നെ ഇതിനകത്തിട്ട് കൊന്നേനെ. അവർക്ക് അതിനുള്ള ശേഷിയുണ്ട്. അവരിനി സാറിനെ വല്ലതും ചെയ്യുമോന്ന് എൻ്റെ പേടി. സാറ് സൂക്ഷിക്കണം. അവരെന്തിനും മടിക്കാത്തവരാണ്. അവരുടെ കൂടെ നിൽക്കാൻ ആളുകളുണ്ട്. വിനയൻ പേടിയോടെ പറഞ്ഞത് കേട്ട് കാശി ഒന്ന് ചിരിച്ചു. അവർ എത്ര വലിയ കൊമ്പന്മാരാണെങ്കിലും കാശിയെ തൊടാനൊന്നും മടിക്കും വിനയ. ഈ 30-ാം തീയതി നിന്റെ അപ്പീൽ ഡിസ്ട്രിക്ട് കോർട്ടിൽ ഞാൻ സമർപ്പിക്കും. ഇപ്പോൾ എന്നോട് പറഞ്ഞതൊന്നും കോടതിയിൽ മാറ്റി പറയരുത്. കോടതിയിൽ നിന്റെ നാവിൽ നിന്ന് ഒരു കള്ളവും വരരുത്. സത്യം സത്യമായി പറയണം, കേട്ടല്ലോ? വിനയൻ ഉവന്ന് തലയാട്ടി. കാശി സൂപ്രണ്ടിനെ കണ്ട് നന്ദി പറഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവിടെ സുന്ദരേശൻ നിൽക്കുന്നത് കണ്ടു. ഞാൻ സാറിനെ തേടുകയായിരുന്നു. അപ്പോൾ മറക്കണ്ട, എവിടെ വരണമെന്ന് അറിയിച്ചാൽ മതി. ഓട്ടെ സുന്ദരേശൻ സാറേ. കാശി അയാളോട് പറഞ്ഞിട്ട് നടന്നു പോകുന്നത് നോക്കി സുന്ദരേശൻ നിന്നു. അയാൾ ഫോണെടുത്ത് ആർക്കോ കോൾ ചെയ്തു. നടന്നു പോകുന്ന കാശിയെ നോക്കി സുന്ദരേശൻ ഒരു ചിരി ചിരിച്ചു. ഒരു ക്രൂരമായ ചിരി. സബ് ജയിലിൽ നിന്ന് തിരിച്ചു വന്ന കാശി കോടതിയിലേക്ക് പോകാതെ തൻ്റെ ഓഫീസിലേക്കാണ് പോയത്. ആദ്യമായിട്ടായിരുന്നു കാശി കോടതിയിൽ പോകാതിരിക്കുന്നത്. അത് കണ്ട് ഗുമസ്തൻ ആശ്ചര്യത്തോടെ കാശിയെ നോക്കി. എന്താടാ കണ്ണും മിഴിച്ച് നോക്കുന്നത്? തന്നെ കണ്ണും മിഴിച്ച് നോക്കി നിൽക്കുന്ന ഗുമസ്തനോട് കാശി ഗൗരവത്തിൽ ചോദിച്ചു. ഒന്നുമില്ല സാറേ, ഇന്ന് കോടതിയിൽ പോകുന്നില്ലേ? ഇല്ല, ഇന്നിത്തിരി ജോലിയുണ്ട്. നീ പേപ്പറും പേനയുമായി വാ. കാശിയുടെ ഗുമസ്തൻ പ്രജീഷ്, 22 വയസ്സ് പ്രായം. കാശിയുടെ ഒപ്പം നിൽക്കുന്നതിന് പലരും അവനെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അവൻ കാശിയെ വിട്ടു പോകാത്തതിന് കാരണമുണ്ട്. സാമ്പത്തികം മോശമായ വീട്ടിലേതാണ് പ്രജീഷ് എങ്കിലും നന്നായി പഠിക്കും. ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് പ്രജീഷ് കാശിയുമായി പരിചയപ്പെടുന്നത്. പ്രജീഷിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ കാശി തന്നെയാണ് തൻ്റെ ഒപ്പം കൂടിക്കോളാൻ പറഞ്ഞത്. കാശിയോടൊപ്പം ഗുമസ്തപ്പണി ചെയ്യുന്നതിനോടൊപ്പം പ്രജീഷ് LLB കൂടി പഠിക്കുന്നുണ്ട്. പഠിക്കാനുള്ള ചെലവുകൾ വഹിക്കുന്നത് കാശിയും. പ്രജീഷിൻ്റെ മാത്രമല്ല, അവൻ്റെ പെങ്ങളുടെയും. പേപ്പറും പേനയുമായി വന്ന പ്രജീഷിൻ്റെ മുമ്പിലേക്ക് കാശി വിനയനെ ഒപ്പിട്ട് വക്കാലത്ത് നീട്ടി. സാർ, ഇത് മാടിശ്ശേരി മർഡർ കേസിലെ വിനയൻ്റെ അല്ലേ? വക്കാലത്ത് നോക്കിയ പ്രജീഷ് കാശിയോട് ചോദിച്ചു. അവൻ അതേന്ന് തലയാട്ടി. നീ അതെല്ലാം ഫില്ല് ചെയ്തിട്ട് ഡിസ്ട്രിക്ട് കോർട്ടിൽ 30-ാം തീയതി കൊടുക്കാൻ അപ്പീലിനുള്ള ആപ്ലിക്കേഷൻ തയ്യാറാക്കൂ. പിന്നെ ഈ കേസ് ഞാൻ ഏറ്റെടുത്തുവെന്ന് ഇപ്പോൾ ആരും അറിയരുത്. ശരി സാർ. പ്രജീഷ് വക്കാലത്ത് പേപ്പറുമായി ആപ്ലിക്കേഷൻ എഴുതാനിരുന്നു. രാത്രിയിൽ കാശി ശിവരാമനെ വിളിച്ച് സബ് ജയിലിൽ പോയ കാര്യങ്ങൾ വിശദീകരിച്ചു. കാശി, നീ സൂക്ഷിക്കണം, എപ്പോഴും കെയർഫുള്ളായിരിക്കണം. വിനയം പറഞ്ഞത് സത്യമാണെങ്കിൽ അവരെക്കുറിച്ച് നിനക്കറിയാമല്ലോ. എന്തിനും മടിയില്ലാത്തവരാണ്. പോരാത്തതിന് രാഷ്ട്രീയ പിൻബലമുള്ളവരും. എല്ലാം കേട്ടുകഴിഞ്ഞ് ശിവരാമൻ കാശിക്ക് മുന്നറിയിപ്പ് കൊടുത്തു. അറിയാം സാർ, ഇതിൻ്റെ പിന്നിൽ അവർക്ക് പങ്കുണ്ടെങ്കിൽ വിനയന് വിധിച്ച തൂക്കുകയർ അവരുടെ കഴുത്തിൽ വീണിരിക്കും. ഓക്കെ കാശി, അപ്പോൾ 30-ാം തീയതി കാണാം. ഓക്കെ സാർ. 30-ാം തീയതി. ഇതൊരു സുപ്രധാന വാർത്തയാണ്. കേരളക്കരയെ മൊത്തത്തിൽ ഞെട്ടിച്ച മാടിശ്ശേരി ഇരട്ട കൊലപാതക കേസിലെ പ്രതി വിനയന് സെഷൻസ് കോടതി വിധിച്ച വധശിക്ഷയ്ക്കെതിരെ ഇന്ന് ജില്ലാ കോടതിയിൽ അപ്പീൽ കൊടുക്കുകയാണ്. വിനയന് വേണ്ടി കേസ് ഏറ്റെടുത്തിരിക്കുന്നത് പാവങ്ങളുടെ വക്കീലെന്നും കേസില്ലാ വക്കീലെന്നും അറിയപ്പെടുന്ന കേരളത്തിലെ ഒട്ടുമിക്കവർക്കും അറിയാവുന്ന അഡ്വക്കേറ്റ് കാശിനാഥനാണ്. മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ സെഷൻസ് കോടതിയിൽ വിനയനെതിരെ വിധി പറഞ്ഞ ജഡ്ജി ബഹുമാനപ്പെട്ട ശിവരാമൻ തന്നെയാണ് ഇന്നു മുതൽ ജില്ലാ ജഡ്ജിയും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അഡ്വക്കേറ്റ് കാശിനാഥൻ സമർപ്പിക്കുന്ന അപ്പീൽ കോടതി സ്വീകരിക്കുമോ എന്ന് തന്നെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ജില്ലാ കോടതി അപ്പീൽ നിരാകരിച്ചാൽ കാശിനാഥൻ ഹൈക്കോടതിയിൽ പോകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കൃത്യം 11 മണിക്ക് തന്നെ അപ്പീൽ കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ജില്ലാ കോടതി അപ്പീൽ സ്വീകരിച്ചാൽ പ്രോസിക്യൂഷന് വേണ്ടി ആരാവും ഹാജരാവുക എന്നുള്ളത് ഇപ്പോഴത്തെ സംശയം. 3 വക്കീലന്മാരുടെ പേരുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായും പ്രശസ്തനായ അഡ്വക്കേറ്റ് ശ്രീധര പണിക്കർ ആവാനാണ് സാധ്യത കൂടുതൽ കാണുന്നത്. കോടതി കൂടുവാൻ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രം അവശേഷിക്കെ ഇനി ഒന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ. ഇനി എപ്പോഴാകും അഡ്വക്കേറ്റ് കാശിനാഥൻ എത്തുക എന്നുള്ളതാണ്. ഇതുവരെ കാശിനാഥൻ കോടതി വളപ്പിൽ എത്തിയിട്ടില്ല. കാശിനാഥൻ്റെ അപ്പീൽ കോടതി സ്വീകരിക്കുമോ നിരാകരിക്കുമോ എന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ജില്ലാ കോടതി വളപ്പിൽ നിന്നും ന്യൂ TVക്ക് വേണ്ടി ക്യാമറമാൻ സത്യവ്രതനൊപ്പം വിവേക്. ജില്ലാ കോടതി വളപ്പിൽ ന്യൂസ് ചാനലുകൾ ലൈവ് റിപ്പോർട്ട് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പെട്ടെന്ന് കോടതി വളപ്പിലേക്ക് ഒരു കാർ വരുന്നത് കണ്ട് ചാനലുകാർ ക്യാമറയും മൈക്കുമായി കാറിൻ്റെ അടുത്തേക്ക് ഓടി. കാറിൽ നിന്നിറങ്ങിയത് കാശിനാഥനായിരുന്നു. ചാനലുകാർ കാശിയെ വളഞ്ഞു.
സാർ, അപ്പീൽ കോടതി സ്വീകരിക്കുമോ ഇല്ലയോ? കാരണം വധശിക്ഷ വിധിച്ച ജഡ്ജി തന്നെയാണല്ലോ അപ്പീൽ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് അപ്പീൽ സ്വീകരിക്കുമെന്ന് സാറിന് ഉറപ്പുണ്ടോ? അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? കാശിക്ക് നേരെ മൈക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു ചാനൽ റിപ്പോർട്ടർ ചോദിച്ചു. തൽക്കാലം ഇപ്പോൾ ഒന്നും പറയാനില്ല. അപ്പീൽ നിരാകരിച്ചാൽ താങ്കൾ അപ്പീലുമായി ഹൈക്കോടതിയിൽ പോകുമെന്ന് കേട്ടത് ശരിയാണോ? ചിലപ്പോൾ ശരിയാകാം, തെറ്റുമാകാം. ഞാൻ പറഞ്ഞല്ലോ, തൽക്കാലം ഒന്നും പറയാനില്ല. നിങ്ങൾ ഇവിടെ തന്നെ കാണുമല്ലോ. ഇനി അല്പം സമയം കൂടി ക്ഷമിക്കൂ. പറഞ്ഞിട്ട് കാശിനാഥൻ കറുത്ത ഗൗൺ തോളിലേക്കിട്ട് ഫയലുമായി കോടതിയിലേക്ക് നടന്നു. ഇപ്പോൾ കിട്ടിയ വാർത്ത: മാടിശ്ശേരി കൊലപാതക കേസിലെ പ്രതി വിനയന് സെഷൻസ് കോടതി വിധിച്ച മരണശിക്ഷയ്ക്കെതിരെയുള്ള അപ്പീൽ ജില്ലാ കോടതി ഫയലിൽ സ്വീകരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിന്റെ മറ്റൊരു സവിശേഷത എന്തെന്നാൽ, നേരത്തെ പറഞ്ഞതുപോലെ സെഷൻസ് കോടതിയിൽ ശിക്ഷ വിധിച്ച അതേ ജഡ്ജി തന്നെയാണ് അപ്പീലും ഫയലിൽ സ്വീകരിച്ചത് എന്നുള്ളതാണ്. പുതിയ കേസ് വിചാരണ 10-ാം തീയതി തുടങ്ങുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പ്രോസിക്യൂഷന് വേണ്ടി കോടതിയിൽ ഹാജരാവുന്നത് ഹൈക്കോടതിയിലെ പ്രശസ്ത വക്കീലായ അഡ്വക്കേറ്റ് ശ്രീധര പണിക്കർ തന്നെയാണ്. വിനയന്റെ വിധി അഡ്വക്കേറ്റ് കാശിനാഥൻ മാറ്റിമറിക്കുമോ ഇല്ലയോ എന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ചാനലുകാർ അവരുടേതായ ശൈലിയിലും ഭാവനയിലും അവതരിപ്പിച്ചുകൊണ്ടേയിരുന്നു. അപ്പീൽ നൽകിയ ശേഷം കോടതിയിൽ നിന്ന് വെളിയിലേക്കിറങ്ങിയ കാശിയെ ശിപ്പായി വന്ന് ഇപ്പോൾ പോകരുത്, ലഞ്ച് ബ്രേക്ക് സമയത്ത് ജഡ്ജിയുടെ ചേംബറിൽ ചെല്ലണമെന്നും അറിയിച്ചു. ബ്രേക്ക് സമയമാവുന്നതുവരെ കാശി ചാനലുകാരുടെ മുന്നിൽ പെടാതെ കോടതി വളപ്പിൽ ചുറ്റിക്കറങ്ങി നിന്നു. ബ്രേക്കായപ്പോൾ കാശി ശിവരാമന്റെ ചേംബറിലേക്ക് ചെന്നു. വാ കാശി, ഇരിക്ക്. നീ ഫുഡ് കഴിച്ചില്ലല്ലോ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. വേണ്ട സാർ, സാറ് കഴിച്ചോളൂ. അതെന്താടാ, എൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാൻ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? അതുകൊണ്ടല്ല സാർ, ഇവിടെ ആർക്കും ഞാനും സാറും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയില്ല. നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് ആരെങ്കിലും കണ്ടാൽ പിന്നെ അത് മതി. ജഡ്ജി ശിവരാമൻ അഡ്വക്കേറ്റ് കാശിനാഥൻ്റെ കയ്യിലെ കളിപ്പാവയാണെന്ന് പറഞ്ഞ് നടക്കാൻ. അത് ചിലപ്പോൾ കേസിനെയും ബാധിച്ചാലോ? അത് ശരിയാണ്, വിധി പറഞ്ഞത് ഞാനാണല്ലോ. പ്രതിയെ രക്ഷിക്കാൻ ജഡ്ജിയും വക്കീലും ചേർന്നുള്ള ഗൂഢാലോചന ആണെന്ന് വരെ വിശേഷിപ്പിച്ചേക്കാം. കാശി അതേയെന്ന് തലകുലുക്കി. വിനയം പറഞ്ഞ കാര്യങ്ങൾ കാശി വിശ്വസിക്കുന്നുണ്ടോ? ശിവരാമന്റെ മുഖം ഗൗരവപൂർണമായി. ഉണ്ടോയെന്ന് ചോദിച്ചാൽ പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല, എങ്കിലും സത്യമാണെന്ന് തോന്നുന്നു. അവൻ നുണ പറയുകയാണെങ്കിൽ ഒരിക്കലും മുഖത്ത് തന്നെ നോക്കി പറയില്ല. അഥവാ പറഞ്ഞാൽ തന്നെ കണ്ണിലെ കൃഷ്ണമണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടേയിരിക്കും. ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അത് നുണയാണെങ്കിൽ ശരീരത്തിലെ ചലനങ്ങളിൽ വ്യത്യാസമുണ്ടാക്കും. അതൊന്നും അവനിൽ പ്രകടമായില്ല. ഇനി വേണം വിനയൻ പറഞ്ഞതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ. ഞാൻ ഇപ്പോഴും പറയുന്നു, നീ വക്കീൽ ആവേണ്ടവനേയല്ലായിരുന്നു. നിനക്ക് പറ്റിയത് പോലീസായിരുന്നു. നിന്റെ ഈ അന്വേഷണ പാടവം നിന്നെ ഉയരങ്ങളിൽ എത്തിക്കുമായിരുന്നു. ഒരിക്കലുമില്ല സാർ. എങ്കിൽ ഞാൻ എന്നേ പണി ഉപേക്ഷിക്കേണ്ടി വന്നേനെ. ഹൈസ്കൂൾ വിദ്യാഭ്യാസം പോലുമില്ലാത്ത മന്ത്രിമാരുടെയും MLA-മാരുടെയും മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കാൻ എന്നെക്കൊണ്ടാകില്ല സാർ. കാശി ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞതെങ്കിലും വാക്കുകളിൽ പുച്ഛവും അമർഷവും ഉണ്ടായിരുന്നു. അത് ശിവരാമൻ തിരിച്ചറിഞ്ഞു. പോലീസുകാരോട് നിനക്കെന്താണ് ഇത്ര പുച്ഛമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാശി. എല്ലാ പോലീസുകാരോടും ഇല്ല സാർ, ചിലരോട് മാത്രം. നട്ടലിന് ഉറപ്പില്ലാത്ത ചില ഏമാന്മാരോട് മാത്രം. ജനങ്ങളുടെ സ്വത്തിനും സമാധാനത്തിനും കാവൽ നിൽക്കുമെന്ന് സത്യവാചകം ചൊല്ലിയിട്ട് അത് പണമുള്ളവരോട് മാത്രം വിവേചനം കാണിക്കുന്ന പോലീസുകാരോട് മാത്രം. എന്ന് വെച്ച് എല്ലാ പോലീസുകാരും അങ്ങനെയാണെന്നല്ല. നല്ല തൻ്റെയിടവും നെഞ്ചുറപ്പും നട്ടലുമുള്ള ആണുങ്ങളും കേരള പോലീസിലുണ്ട്. പക്ഷെ അവരെയൊക്കെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പന്ത് തട്ടും പോലെ തട്ടിക്കളിക്കുന്നത് കാണുമ്പോൾ സർക്കാരിനോടും രാഷ്ട്രീയത്തിനോടും പുച്ഛവും അമർഷവും തോന്നുന്നു. ശിവരാമൻ അവൻ്റെ മുഖത്തേക്ക് തന്നെ സാഗൂതം നോക്കിയിരുന്നു. അവൻ്റെ ഓരോ നിരീക്ഷണ പാടവവും അദ്ദേഹത്തെ അമ്പരപ്പിച്ചു. സ്വന്തം നേട്ടത്തിനും ഉയർച്ചയ്ക്കും വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകൾക്കിടയിൽ ഇങ്ങനെയും ചിലരുണ്ടല്ലോ എന്ന ചിന്ത ശിവരാമൻ എന്ന മനുഷ്യനെ പുളകം കൊള്ളിച്ചു. ആട്ടെ, ഇനി എന്താ നിന്റെ പ്ലാൻ? വിനയം പറഞ്ഞ കാര്യങ്ങളുടെ സത്യാവസ്ഥ അന്വേഷിച്ച് മനസ്സിലാക്കണം. നീ ഒറ്റയ്ക്കോ? ശിവരാമൻ അമ്പരന്ന് ചോദിച്ചു. കാശി അതേയെന്ന് തലകുലുക്കി. കാശി, അവരൊക്കെ വലിയ ആളുകളാണ്, എന്തിനും മടിയില്ലാത്ത കൂട്ടരും, പോരാത്തതിന് രാഷ്ട്രീയ സ്വാധീനമുള്ളവരും. കൂടിപ്പോയാൽ അവരെന്നെ കൊല്ലുമായിരിക്കും. അതിലെനിക്ക് പേടിയില്ല സാർ. അങ്ങനെ ചാവാനാണ് എൻ്റെ വിധിയെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. കാശി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കാശി, ഞാനൊരു സജഷൻ പറയാം. കാശി എന്തെന്നർത്ഥത്തിൽ ശിവരാമനെ നോക്കി. ഹിയറിംഗിൽ കേസിൻ്റെ പുനരന്വേഷണത്തിന് ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കണമെന്ന് നീ ആവശ്യപ്പെടണം. അന്വേഷണ ഉദ്യോഗസ്ഥനെയും നീ തന്നെ സജസ്റ്റ് ചെയ്യണം. നിനക്ക് പറ്റിയ ഒരാളുണ്ട്, നിന്റെ സ്വഭാവത്തിന് അയാൾ ചേരും. അതാര്? കാശി ആകാംക്ഷയോട് ചോദിച്ചു. ആരെയും വകവയ്ക്കാത്ത, ആരുടെ മുന്നിലും തലകുനിക്കാത്ത DYSP ജാവേദ് എബ്രഹാം ഇടിക്കുള. അത് വേണ്ട സാർ, ജാവേദിനെ എനിക്കറിയാം. എങ്ങനെ? കാശിയോട് ശിവരാമൻ ആകാംക്ഷയോട് ചോദിച്ചു. ഞാനും ജാവേദും കോളേജിൽ ഒരുമിച്ചായിരുന്നു. അന്നൊക്കെ കോളേജിൽ അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്നത് ഞാനും ജാവേദും മാത്രമായിരുന്നു. എന്നാൽ പിന്നെ നിനക്ക് എളുപ്പമായില്ലേ കാശി? നിങ്ങൾ ഫ്രണ്ട്സും ഒരേ സ്വഭാവക്കാരുമായ സ്ഥിതിക്ക് നിനക്ക് അവനൊരു ഹെൽപ്പാകില്ലേ? അവിടെയാണ് സാർ കോമഡി. കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സായിരുന്നില്ല, ഞങ്ങൾ ശത്രുക്കളായിരുന്നു. അന്ന് എനിക്കിത്തിരി ഈഗോ ഉണ്ടായിരുന്നു. എല്ലായിടത്തും ഞാൻ നമ്പർ 1 ആകണമെന്ന ഈഗോ. നമ്പർ 1 ആകാൻ വേണ്ടി ഞങ്ങൾ മത്സരമായിരുന്നു.
അന്നത്തെ ശത്രുത നീ ഇപ്പോഴും വച്ചുകൊണ്ടിരിക്കുകയാണ് കാശി. ഇല്ല സാർ, അതൊക്കെ കോളേജ് പഠനം കഴിഞ്ഞപ്പോൾ തന്നെ തീർന്നു. എന്നാൽ പിന്നെ വിചാരണ തുടങ്ങുമ്പോൾ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയമിക്കണമെന്ന് പറ. ജാവേദിൻ്റെ പേരും നീ തന്നെ സജസ്റ്റ് ചെയ്താൽ മതി. കാശി കുറച്ചു നേരം ആലോചിച്ചു. എന്താ കാശി ആലോചിക്കുന്നത്? ഞാൻ സാർ പറഞ്ഞതിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. എനിക്ക് വേണ്ടിയാണെന്നറിഞ്ഞാൽ അവൻ എവിടെയാണെങ്കിലും ഇവിടെ എത്തും. പിന്നെന്താ നിനക്കിത്ര വിഷമം? ക്രെഡിറ്റ് ജാവേദ് കൊണ്ടുപോകുമെന്ന് വിചാരിച്ചിട്ടാണോ? ശിവരാമൻ ചിരിയോടെ കാശിയെ കളിയാക്കും വിധം ചോദിച്ചു. അതൊന്നുമല്ല സാർ, ഈ കേസിൽ എനിക്ക് ക്രെഡിറ്റ് കിട്ടണമെന്ന ആഗ്രഹമില്ല. നിരപരാധിയായ വിനയൻ രക്ഷപ്പെടണമെന്നേ ഉള്ളൂ. ഇപ്പോൾ തൽക്കാലം ഞാൻ തന്നെ അന്വേഷിക്കാം സാർ. എന്നെക്കൊണ്ട് മാത്രം പറ്റില്ലെന്ന് എനിക്ക് ബോധ്യമായാൽ അപ്പോൾ ജാവേദിനെ വിളിക്കാം. ശരി, നിന്റെ ഇഷ്ടം. 11-ാം തീയതി പുനർവിചാരണ തുടങ്ങുന്ന കാര്യം മറക്കണ്ട. അറിയാം സാർ. അതിനിടയ്ക്ക് എനിക്ക് മാടിശ്ശേരി തറവാട്ടിൽ പോകണം. അതിന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പെർമിഷൻ വാങ്ങണം. പിന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കണം. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ സാർ, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ശരി കാശി. കാശി ജില്ലാ കോടതിയിൽ നിന്ന് നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയത്. കാശി നേരെ CI ദേവപ്രഭൻ്റെ ക്യാബിനിലേക്ക് ചെന്നു. എന്താണ് കാശി വക്കീലെ വിശേഷം? ആ വിനയന് വേണ്ടി വക്കീൽ കച്ചകെട്ടി ഇറങ്ങിയെന്ന് കേട്ടല്ലോ. ഇപ്പോൾ എന്താണാവോ ആഗമന ഉദ്ദേശം? കാശിയെ കണ്ടതും ദേവഭദ്രൻ പരിഹാസത്തോട് ചോദിച്ചു. ഏറ്റെടുക്കേണ്ടി വന്നു ദേവപ്രഭൻ സാറേ. നിങ്ങളുടെ പിടിപ്പുകേട് കൊണ്ട് അല്ല, തന്തയ്ക്ക് പിറക്കായിക കൊണ്ട് ഏറ്റെടുക്കേണ്ടി വന്നു. പോലീസ് സ്റ്റേഷനിൽ കയറി വന്ന് തന്തയ്ക്ക് പറയുന്നോടാ പൊന്ന. ദേവപ്രഭൻ കോപത്തോടെ ചേറ് വലിച്ചെറിഞ്ഞ് ചാടി എഴുന്നേറ്റു. അകത്തെ ബഹളം കേട്ട് പോലീസുകാർ ഹാഫ് ഡോറിൻ്റെ മുകളിലൂടെ എത്തി നോക്കി. അടങ്ങ് ദേവൻ സാറേ, ഞാനിപ്പോൾ വന്നത് നിന്നോട് ഗുസ്തി പിടിക്കാനോ വാക്കുചാതുര്യം പ്രകടിപ്പിക്കാനോ അല്ല. അതിന് സമയം വേറെയുണ്ട്. ഇപ്പോൾ എനിക്ക് വേണ്ടത് നിങ്ങളുടെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ കോപ്പിയും പിന്നെ മാടിശ്ശേരി തറവാട് തുറന്നു കാണാനുള്ള പെർമിഷനുമാണ്. അത് തന്നാൽ ഞാൻ പോയേക്കാം. താനിപ്പോൾ പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വാ. അപ്പോൾ സമയം കിട്ടുമ്പോൾ റിപ്പോർട്ടിൻ്റെ കോപ്പിയും പെർമിഷനും തരാം. ദേവപ്രഭൻ കോപം അടക്കിക്കൊണ്ട് പറഞ്ഞു. അത് പറ്റില്ല ദേവാ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പറ്റില്ലെന്നല്ലേ തന്നോട് പറഞ്ഞത്? താനിപ്പോൾ പറഞ്ഞത് തൻ്റെ ലെറ്റർ പാഡിൽ ഒന്ന് എഴുതി തരൂ. എന്നാൽ ഞാൻ അതുകൊണ്ടും പോയേക്കാം. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യാമെടാ നായേ? ദേവപ്രഭൻ കാശിയുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. കാശിയുടെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു. കൈയെടുക്കടാ. കാശിയുടെ ഭാവം കണ്ട് ദേവപ്രഭൻ ഒന്നു പതറി. പുറത്തുനിന്ന് 2 പോലീസുകാർ പെട്ടെന്ന് അകത്തേക്ക് വന്ന് ദേവപ്രഭൻ്റെ കയ്യിൽ പിടിച്ചു. സാറെ പിടിവിട്, പ്രശ്നമുണ്ടാക്കരുത്. സാറ് പെർമിഷൻ കൊടുക്ക്, ഇല്ലെങ്കിൽ കാര്യങ്ങൾ വഷളാകും. സമതേ, നീ ആ റിപ്പോർട്ടിൻ്റെ കോപ്പി എടുത്ത് വക്കീലിന് കൊടുക്ക്. ആ പോലീസുകാരൻ ദേവപ്രഭൻ്റെ കൈ ബലമായി തന്നെ വിടുവിച്ചുകൊണ്ട് കൂടെ നിന്ന പോലീസുകാരനോട് പറഞ്ഞു. സാറേ, സാറൊന്ന് പുറത്തു നിൽക്ക്, ഇപ്പോൾ ശരിയാക്കി തരാം. പോലീസുകാരൻ കാശിയോട് പറഞ്ഞു. കാശി ദേവപ്രഭനെ രൂക്ഷമായി നോക്കിയിട്ട് വെളിയിൽ ഇറങ്ങി നിന്നു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പോലീസുകാരൻ റിപ്പോർട്ടിൻ്റെ കോപ്പിയും പെർമിഷനും കൊണ്ടുകൊടുത്തു. കാശി അതും വാങ്ങി വീണ്ടും ദേവപ്രഭൻ്റെ അടുത്തേക്ക് ചെന്നു. നിനക്ക് അവന്മാരുടെ കയ്യിൽ നിന്ന് നക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് നക്കിക്കോ. അതും നക്കിയിട്ട് കാശിയുടെ മേൽ കുതിര കയറാമെന്ന് കരുതി വന്നാൽ പിന്നെ നീ ആരുടെ മുന്നിലും കുതിര കയറാൻ കാണില്ല. നീ നിന്റെ മറ്റവന്മാരോടും വിളിച്ചു പറഞ്ഞേക്ക്, നിനക്കൊക്കെയുള്ള പൂട്ട് കാശിനാഥൻ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണെന്ന്. പറഞ്ഞിട്ട് കാശി വെട്ടിത്തിരിഞ്ഞ് നടന്നു. ആകെ വിളറി വെളുത്ത ദേവപ്രഭൻ കാശി ഇറങ്ങിപ്പോകുന്നത് നോക്കിയിരുന്നു. പിന്നെ എന്തോ ഉറപ്പിച്ചതുപോലെ ഫോണെടുത്ത് ആർക്കോ കോൾ ചെയ്തു. മറുവശത്ത് നിന്നും കേട്ട മറുപടിയിൽ ദേവപ്രഭൻ ചിരിച്ചു. ആ ചിരിയിൽ ക്രൂരത ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. കാശി മാടിശ്ശേരി തറവാട്ടിലെത്തുമ്പോൾ അവനെയും കാത്ത് ഗേറ്റിന് മുന്നിൽ തന്നെ 2 പേര് നിൽപ്പുണ്ടായിരുന്നു. ഹലോ വക്കീലേ, ഞങ്ങൾ വക്കീലിനെയും കാത്ത് നിൽക്കുമായിരുന്നു. എന്നെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എങ്കിലും പരിചയപ്പെടുത്താം, ഞാൻ പ്രതിപക്ഷ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ശ്രീനാഥ്. ഇത് കാശിയെ കണ്ടയുടനെ ശ്രീനാഥ് സ്വയം പരിചയപ്പെടുത്തിയിട്ട് മറ്റേയാളെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് കാശി പറഞ്ഞു. അറിയാം, ഭരണപക്ഷ MLAയുടെ അളിയനും ഭരണപക്ഷ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുമായ രവീന്ദ്രനല്ലേ? വക്കീലിന് ഞങ്ങളെയൊക്കെ അറിയാം കേട്ടോ ശ്രീനാഥേ. രവീന്ദ്രൻ പരിഹാസ ചുവയോട് പറഞ്ഞു. നിങ്ങളെയൊക്കെ അറിയാതിരിക്കുന്നത് എങ്ങനെയാ രവീന്ദ്ര? നിങ്ങളൊക്കെ നാട്ടിലെ പ്രമാണിമാരും VIP-കളുമല്ലേ? എന്നെ കാത്തുനിന്നതിൻ്റെ ഉദ്ദേശം മനസ്സിലായില്ല. സാർ എന്തൊരു മണ്ടനാ. അകത്ത് കയറണമെങ്കിൽ താക്കോൽ വേണ്ടേ? താക്കോലില്ലാതെ സാറെങ്ങനെ അകത്ത് കയറും? ഞങ്ങൾ സാറിന് താക്കോലുമായി വന്നതല്ലേ? ശ്രീനാഥിൻ്റെ വകയായിരുന്നു അടുത്ത പരിഹാസം. കാശിയും ഒട്ടും വിട്ടുകൊടുത്തില്ല. ഞാൻ പൊട്ടനാണോ മണ്ടനാണോ എന്നൊക്കെ വഴിയെ അറിയാം ശ്രീനാഥേ. പിന്നെ 2 പേരും കൂടി താങ്ങിക്കൊണ്ട് വരാനും വേണ്ടി താക്കോലിന് ഇത്രയും വെയിറ്റ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്തായാലും നിങ്ങൾ താക്കോലും ചുമന്നുകൊണ്ടുവന്ന സ്ഥിതിക്ക് ഇനി അകത്ത് കയറി കാണാം. ഇല്ലെങ്കിൽ ചുമന്നുകൊണ്ടുവന്ന് നിങ്ങൾക്ക് വിഷമമാകില്ലേ? രവീന്ദ്ര, ഇങ്ങനെ വായും പൊളച്ച് നോക്കി നിൽക്കാതെ ആ താക്കോൽ വാങ്ങിച്ച് ഗേറ്റ് തുറന്നേ. പോയിട്ട് എനിക്ക് ജോലിയുണ്ട്, നിങ്ങൾക്കും ജോലിയുണ്ട് ഇല്ലേ? രവീന്ദ്രനും ശ്രീനാഥും കാശിയെ ദേഷ്യത്തോടെ തറപ്പിച്ചു നോക്കി. 2 പേരും ഇങ്ങനെ നോക്കി പേടിപ്പിക്കില്ലേ? നിങ്ങൾ എനിക്കിട്ട് താങ്ങി, ഞാൻ തിരിച്ചും താങ്ങി, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് സൗഹൃദമായിട്ട് അകത്തേക്ക് പോവാം. എന്നാ പിന്നെ ഗേറ്റ് തുറക്കുകയല്ലേ? കാശി ഇരുവരുടെയും തോളിൽ പിടിച്ചു. രവീന്ദ്രൻ തോൾ വെട്ടിച്ച് കാശിയുടെ കൈ മാറ്റിയിട്ട്
ശ്രീനാഥിൽ നിന്ന് താക്കോൽ വാങ്ങി ഗേറ്റ് തുറന്നു. ഭവാനിയമ്മയുടെ ബന്ധുവാണല്ലേ ശ്രീനാഥ്? അകത്തേക്ക് നടന്നുകൊണ്ടിരുന്നപ്പോൾ കാശി ചോദിച്ചു. അതെ. അപ്പോൾ രവീന്ദ്രൻ? കരുണാകരൻ വല്യപ്പൻ്റെ ബന്ധുവാണ് ഞാൻ, രവീന്ദ്രൻ ഈർഷ്യയോടെ പറഞ്ഞു. ആ കള രവീന്ദ്ര, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് സൗഹൃദത്തോടെ മുന്നോട്ട് നീങ്ങാമെന്ന്. ശ്രീനാഥ് മാടിശ്ശേരി തറവാടിൻ്റെ വാതിൽ തുറന്നു. അകത്ത് മുഴുവനും പൊടിയായിരുന്നു. ഇവിടെ അടിച്ചുവാരലും തുടപ്പുമൊന്നുമില്ലേ? ആകെ പൊടിയും മാറാലയുമാണല്ലോ. അകത്തേക്ക് കടന്നുകൊണ്ട് കാശി ചോദിച്ചു. ഇല്ല, അവരുടെ മരണശേഷം ഇങ്ങോട്ട് ആരും വരാറില്ല. 1-2 വട്ടം ഞാനും രവീന്ദ്രനും പുറംപണിക്ക് ആളുകളെ നിർത്തി ചെയ്യിപ്പിച്ചു എന്നേ ഉള്ളൂ. ആകെ മൊത്തം കാട് കയറി കിടക്കുമായിരുന്നു. എവിടെയാ അവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്? മരിച്ച നിലയിലല്ല, കൊന്നിട്ടിരുന്ന നിലയിൽ, ദേ അവിടെ, രവീന്ദ്രൻ ദേഷ്യത്തിൽ പറഞ്ഞു. കാശി അവിടെ ചെന്ന് നോക്കി. പോലീസുകാർ മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോഴും തെളിഞ്ഞു കിടന്നിരുന്നു. നിങ്ങൾ വിനയനെ സംശയിക്കാനുള്ള കാരണം എന്തായിരുന്നു? തിരിച്ചു വന്ന് കാശി ചോദിച്ചു. അതൊക്കെ നിങ്ങളോടെന്തിനാ ഞങ്ങൾ പറയുന്നത്? നിങ്ങൾ അവനെ രക്ഷിക്കാൻ ഇറങ്ങിയ വക്കീലല്ലേ? രവീന്ദ്രൻ പല്ലുകൾ കടിച്ചുകൊണ്ട് പറഞ്ഞു. രവീന്ദ്ര, ഞാൻ നിങ്ങളോട് ഉടക്കാനല്ല വന്നത്. നിങ്ങൾക്ക് പറയാൻ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല വക്കീലേ. അവൻ രാത്രി ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ട സാക്ഷിയുണ്ട്. പിന്നെ തെളിവുകളെല്ലാം അവനെതിരെയുമായിരുന്നല്ലോ, ശ്രീനാഥ് പറഞ്ഞു. രവീന്ദ്രൻ മിണ്ടാതെ നിന്നതേയുള്ളൂ. തെളിവുകൾ ആർക്ക് വേണമെങ്കിലും ഉണ്ടാകാം ശ്രീനാഥേ. അവനെതിരെയുള്ള സാക്ഷിയുടെ കാര്യം അവൻ എന്നോട് പറഞ്ഞില്ലല്ലോ, കാശി ആലോചനയോട് പറഞ്ഞു. ശ്രീനാഥും രവീന്ദ്രനും പരസ്പരം നോക്കി. സംഭവ ദിവസം നിങ്ങളിവിടെ ഇല്ലായിരുന്നോ? അതോ നിങ്ങൾ ഇങ്ങോട്ടൊന്നും വരാറില്ലായിരുന്നോ? എനിക്കെന്ന് തിരുവനന്തപുരത്ത് പാർട്ടിയുടെ ഒരു സമ്മേളനമുണ്ടായിരുന്നു. ഞാൻ അവിടെയായിരുന്നു. രവീന്ദ്രൻ കാഞ്ഞങ്ങാട് അവരുടെ പാർട്ടിയുടെ സമ്മേളനത്തിന് പോയിരുന്നു. ഞങ്ങൾ തിരിച്ചെത്തുമ്പോഴാണ് സംഭവം അറിയുന്നത്. രണ്ടുപേരും ഒരുമിച്ചാണോ എത്തിയത്? താനെന്താ പോലീസ് കളിക്കുവാണോ? പോലീസ് ചോദ്യം ചെയ്യുന്ന പോലെ താനെന്തിനാ ചോദിക്കുന്നത്? തനിക്ക് വല്ലതും അറിയണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി ചോദിക്കുക, രവീന്ദ്രൻ കലി തുള്ളിക്കൊണ്ട് പറഞ്ഞു. കാശി അയാളുടെ മുഖത്ത് നിന്ന് നോട്ടം മാറ്റി ശ്രീനാഥിനെ നോക്കി. രവീന്ദ്ര, നീ ഒന്നടങ്ങ്. നീ എന്തിനാ ചൂടാവുന്നത്? നമ്മൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. വിനയൻ നിരപരാധിയാണെങ്കിൽ കാശി വക്കീൽ രക്ഷിക്കട്ടെ. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നല്ലേ ശ്രീനാഥ് ശാന്തമായി രവീന്ദ്രനോട് പറഞ്ഞു. അതാണ് ശ്രീനാഥ്, പറ. ഞാനെന്ന് വെളുപ്പിനെ എത്തി. രവീന്ദ്രൻ രാത്രി 11 മണിയോടെയും. വിനയൻ എവിടെയാണ് താമസിച്ചത്? ഈ തറവാടിൻ്റെ പിൻവശത്തായിട്ട് വരും. കാശി ചോദിക്കുമ്പോഴെല്ലാം അവൻ്റെ കണ്ണുകൾ അവിടമാകെ പരതുകയായിരുന്നു. രവീന്ദ്രൻ ശ്രീനാഥിനെ നോക്കി. അയാൾ കണ്ണുകൾ കൊണ്ട് രവീന്ദ്രന് ആജ്ഞ നൽകി. രവീന്ദ്രൻ കാശിയുടെ അടുത്തേക്കെടുത്തു. പെട്ടെന്ന് കാശി തിരിഞ്ഞു. അത് കണ്ട് രവീന്ദ്രൻ പകച്ചു. എന്താണ്, രണ്ടുപേരും കൂടി എന്നെ കൊന്ന് ഇവിടെ കുഴിച്ചു മൂടാനാണോ പ്ലാൻ? എങ്കിലായിക്കോ. കാശി മാറിൽ കൈകെട്ടി നിന്നു. രവീന്ദ്രൻ പകപ്പോടെ ശ്രീനാഥിനെ നോക്കി. നീയൊക്കെ ബുദ്ധിയില്ലാത്ത വെറും ഗുണ്ടകളായി പോയല്ലോടാ. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ കുടുങ്ങുന്നത് നിന്റെയൊക്കെ മറ്റവന്മാരായിരിക്കും. അതിനുള്ള പണി ഒപ്പിച്ചു വെച്ചിട്ട് തന്നെയാ കാശിനാഥൻ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. നിനക്കൊക്കെ എന്നെ വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യേ. എനിക്ക് പോയിട്ട് ഒരുപാട് ജോലിയുണ്ട്. കാശി ഇരുവരെയും മാറി മാറി നോക്കി. ഇരുവരും പകച്ചു നിന്നതേയുള്ളൂ. എന്താ, ചെയ്യുന്നില്ലേ? എങ്കിൽ പോകാം. പിന്നെ പഠിപ്പിച്ചു വിട്ടത് അതേപോലെ എന്നോട് പറഞ്ഞതിന് നന്ദി. നിനക്കായിരുന്നല്ലോടാ ഭയങ്കര ഉശിര്. ഇപ്പോൾ ആ ഉശിര് പോയോ? കാശി രവീന്ദ്രന്റെ തോളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. രവീന്ദ്രൻ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു. കാശിയിൽ നിന്ന് ഇങ്ങനൊരു പ്രതികരണം അവൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നീ മാടൻ ബിജു അല്ലടാ, ഇവൻ മൂരി സുനി അല്ലേ? കാശി തോളിലെ പിടിമുറുക്കിക്കൊണ്ട് ചോദിച്ചു. ഇത്തവണ ഇരുവരും ശരിക്കും ഞെട്ടി. മാടൻ ബിജു പതർച്ചയോടെ തലയാട്ടി. നീയൊക്കെ എന്താ വിചാരിച്ചത്? എനിക്ക് രവീന്ദ്രനെയും ശ്രീനാഥിനെയും അറിയില്ലെന്നോ? അവരെ അറിയാത്തവർ ആരാടാ ഈ നാട്ടിലുള്ളത്? അവന്മാർ നാട്ടിൽ ഇല്ലെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആരുടെ കൊട്ടേഷനായിരുന്നു? ശ്രീനാഥിൻ്റെയോ രവീന്ദ്രൻ്റെയോ അതോ വേറെ വല്ലവന്മാരുടെയോ? ഇരുവരും ഒന്നും മിണ്ടാതെ തല കുനിച്ചു നിന്നു. പറയടാ. CI ദേവപ്രഭൻ. അവനുള്ള സമ്മാനം കാശിനാഥൻ മാറ്റിവെച്ചിട്ടുണ്ടെന്ന് ചെന്ന് പറഞ്ഞേക്ക്. കതകം പൂട്ടി ഗേറ്റും പൂട്ടി താക്കോൽ ഭദ്രമായി നിങ്ങളെ ഏൽപ്പിച്ചവരുടെ കയ്യിൽ കൊടുത്തേക്ക്. അത് പറഞ്ഞിട്ട് കാശി വെളിയിലേക്ക് ഇറങ്ങി നടന്നു. ബിജുവും സുനിയും അമ്പരന്ന് പരസ്പരം നോക്കി നിന്നു. 11-ാം തീയതി കോടതി മുറ്റത്തേക്ക് വന്നു നിന്ന പോലീസ് വാഹനത്തിൽ നിന്നും കയ്യിൽ വിലങ്ങുമണിഞ്ഞ് വിനയനിറങ്ങി. പോലീസുകാർ വിനയന്റെ കയ്യിലെ വിലങ്ങഴിച്ചു മാറ്റി കോടതി മുറിയിലേക്ക് കയറ്റി. വിനയന്റെ ദയനീയമായ കണ്ണുകൾ കാശിയുടെ മുഖത്തേക്ക് പതിഞ്ഞു. കാശി കണ്ണുകൾ ചിമ്മി കാണിച്ചു. അതോടെ വിനയന് എന്തെന്നില്ലാത്ത ധൈര്യം തോന്നി. മജിസ്ട്രേറ്റ് ശിവരാമൻ ചേംബറിലേക്ക് കടന്നു വന്നു. കോടതി ഹാളിൽ കൂടിയിരിക്കുന്ന എല്ലാവരും എഴുന്നേറ്റ് വണങ്ങി. ശിവരാമൻ തന്റെ കസാരയിലേക്ക് ഇരുന്നു. കേസ് നമ്പർ 31/2000. ബെഞ്ച് ക്ലർക്ക് എഴുന്നേറ്റ് ഉറക്കെ വിളിച്ചു പറഞ്ഞു. 2 പോലീസുകാർ വിനയനെ പ്രതിക്കൂട്ടിലേക്ക് കയറ്റി നിർത്തി. വിനയൻ ശിവരാമനെ നോക്കി തൊഴുതു. കാശി തന്റെ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റു. യുവർ ഓണർ, മാടിശ്ശേരി ഇരട്ട കൊലപാതക കേസിലെ ദൃക്സാക്ഷി എന്ന് അവകാശപ്പെടുന്ന സാക്ഷിയെ വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി അനുമതി തരണം. പെർമിഷൻ ഗ്രാൻഡഡ്. ശിവരാമൻ അനുമതി കൊടുത്തു. പുത്തൻ വീട്ടിൽ വേലായുധൻ മകൻ സുധാകരൻ ഹാജരുണ്ടോ? ബെഞ്ച് ക്ലർക്ക് ഉറക്കെ വിളിച്ചു ചോദിച്ചു. സുധാകരൻ വന്ന് സാക്ഷിക്കൂട്ടിൽ കയറി നിന്നു. കാശി അയാളെ ആകമാനം ഒന്ന് നോക്കി. ശേഷം സുധാകരൻ്റെ അടുത്തേക്ക് ചെന്നു. എന്താണ് താങ്കളുടെ പേര്?
സുധാകരൻ എന്ത് ചെയ്യുന്നു? ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. ഏത് ക്യാമറയാണ് സുധാകരൻ ഉപയോഗിക്കുന്നത്? കൊഡാക്ക്. താങ്കൾക്ക് സ്വന്തമായി സ്റ്റുഡിയോ ഉണ്ടോ? ഉണ്ട്. എത്ര മണി വരെയാണ് പ്രവർത്തന സമയം? 8 അല്ലെങ്കിൽ 8:30 അടയ്ക്കും. ഈ നിൽക്കുന്നയാളെ സുധാകരൻ അറിയോ? അറിയാം. എങ്ങനെ അറിയാം? മാടിശ്ശേരി തറവാട്ടിലെ കാരണവരെയും അമ്മയെയും കൊന്നത് അവനാണ്. അതല്ലാതെ താങ്കൾക്ക് അറിയാമോ എന്നാണ് എൻ്റെ ചോദ്യം. അറിയാം. അവിടുത്തെ പുറംപണിയെല്ലാം ചെയ്തിരുന്നത് അവനാണ്. മാടിശ്ശേരി ഇരട്ടക്കൊലപാതകം ചെയ്തത് ഈ നിൽക്കുന്ന വിനയനാണെന്ന് മറ്റുള്ളവർ പറഞ്ഞുള്ള അറിവാണോ അതോ? കാശി ചോദ്യരൂപേണ നിർത്തി. അല്ല, ഞാൻ കണ്ടതാണ്. കൊല്ലുന്നത് താങ്കൾ കണ്ടുവെന്നാണോ പറയുന്നത്? അല്ല, പിന്നെ? അവൻ രാത്രിയിൽ രക്തമൊഴുകുന്ന കമ്പിവടിയുമായി ഇറങ്ങി വരുന്നത്. കാശി തിരിഞ്ഞ് വിനയനെ നോക്കി. അവൻ ദയനീയമായി ഇല്ലെന്ന് തലയാട്ടി. അപ്പോൾ സമയം ഏകദേശം എത്ര മണിയായി കാണും? 10:30. താങ്കളുടെ വീട് മാടിശ്ശേരി തറവാടിൻ്റെ തൊട്ടടുത്താണോ? അല്ല, അവിടുന്ന് 3 വീടിനപ്പുറം. 3 വീടിനപ്പുറം എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര മീറ്റർ ദൂരം കാണും? ഒരു 500 മീറ്റർ ദൂരം കാണും. താങ്കളുടെ വീട് കഴിഞ്ഞിട്ടാണോ മാടിശ്ശേരി തറവാട്? അല്ല, എൻ്റെ വീട് കഴിഞ്ഞിട്ടാണ് മാടിശ്ശേരി തറവാട്. അങ്ങനെയാണെങ്കിൽ താങ്കൾ എന്തിനാണ് അന്ന് രാത്രി 10:30 മണിക്ക് മാടിശ്ശേരി തറവാട്ടിൽ പോയത്? അത് ഫോട്ടോ എടുക്കാൻ. രാത്രി ആരുടെ ഫോട്ടോ എടുക്കാൻ? എനിക്ക് രാത്രി വവ്വാലിനെ പോലുള്ള ജീവികളുടെ ഫോട്ടോ എടുക്കുന്ന പതിവുണ്ട്. അതിനുവേണ്ടി പോയതാണ്. അത് പറഞ്ഞിട്ട് സുധാകരൻ പുച്ഛത്തോടെ കാശിയെ നോക്കി. അന്ന് താങ്കൾ വവ്വാലിൻ്റെ ഫോട്ടോ എടുത്തോ? ഇല്ല, പോകുന്ന വഴിക്കാണ് വിനയൻ മാടിശ്ശേരി തറവാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടത്. എന്നിട്ട് വിനയൻ ഇറങ്ങി വരുന്നത് താങ്കൾ ക്യാമറയിൽ പകർത്തിയോ? ഇല്ല. എന്തുകൊണ്ടെടുത്തില്ല? ആ സമയം എൻ്റെ കയ്യിൽ ക്യാമറ ഇല്ലായിരുന്നു. ക്യാമറ ഇല്ലാതെയാണോ താൻ വവ്വാലിൻ്റെ ഫോട്ടോ എടുക്കാൻ പോണത്? അതോ ക്യാമറ വവ്വാൽ കൊണ്ടുവരാറാണോ പതിവ്? കാശിയുടെ ചോദ്യം കേട്ട് ഹാളിൽ ഇരുന്നവർ പൊട്ടിച്ചിരിച്ചു. സൈലൻസ്. ശിവരാമൻ ഡെസ്കിൽ അടിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു. ശേഷൻ സുധാകരൻ്റെ മറുപടിക്കായി അയാളുടെ മുഖത്തേക്ക് നോക്കി. എന്താ സുധാകര, ഞാൻ ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ? അതുപോട്ടെ, മറവി എല്ലാവർക്കും ഉണ്ടാകും. അത് സ്വാഭാവികം. എനിക്കും ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ കേസിൻ്റെ ഫയൽ വീട്ടിൽ കൊണ്ടുപോയി പഠിക്കാമെന്ന് കരുതി എടുത്തുകൊണ്ടു പോകുന്നത് വേറെ ഏതെങ്കിലും കേസിൻ്റെ ഫയലായിരിക്കും. ചിലപ്പോൾ എടുക്കാതെ തന്നെ പോയിട്ടുണ്ട്. കാശി പറഞ്ഞത് കേട്ട് സുധാകരന് അല്പം ആശ്വാസം തോന്നി. കാശി വീണ്ടും തുടർന്നു. സുധാകര, ഇനി എൻ്റെ ചോദ്യങ്ങൾക്ക് ആലോചിച്ച് മറുപടി പറയണം. പറയുന്ന വാക്കുകൾ പിന്നെ മാറ്റി പറയരുത്. സുധാകരൻ ഉവ്വെന്ന് തലയാട്ടി. ശിവരാമൻ പുഞ്ചിരിയോടെ കാശിയെ നോക്കി. സുധാകരൻ വിനയനെ എവിടെ വെച്ച് കണ്ടതെന്നാ പറഞ്ഞത്? മാടിശ്ശേരി തറവാട്ടിൽ വെച്ച്. അതൊന്ന് വിവരിക്കാമോ? ആലോചിച്ചു മതി. സുധാകരൻ ആലോചനയോടെ പറഞ്ഞു തുടങ്ങി. ഞാൻ അതുവഴി പോയപ്പോൾ പതിവില്ലാതെ മാടിശ്ശേരി തറവാട്ടിൽ ഒരു അസ്വാഭാവികത തോന്നി. എന്താ സ്വാഭാവികത? സാധാരണ അവിടെ 9 മണി കഴിഞ്ഞാൽ വെളിച്ചം കാണില്ല. അന്ന് ഉമ്മറത്തും അകത്തും വെളിച്ചം കണ്ടു. അതുകൊണ്ടാണ് ശ്രദ്ധിച്ചത്. എന്നിട്ട് ഞാൻ ഗേറ്റിൽ നിന്ന് നോക്കുമ്പോൾ ചോര ഒലിച്ചിറങ്ങുന്ന കമ്പിവടിയുമായി വിനയൻ ഇറങ്ങി വരുന്നു. കമ്പിവടിയിൽ നിന്ന് ചോര ഒഴുകുന്നത് സുധാകരൻ കണ്ടോ? ഞാൻ വ്യക്തമായി കണ്ടു സാറേ, സുധാകരൻ ആവേശത്തോടെ പറഞ്ഞു. എന്നിട്ട് പിന്നെ എന്തുണ്ടായി? വിനയൻ വാതിൽ അടച്ചിട്ടാണോ പുറത്തിറങ്ങിയത് അതോ തുറന്നിട്ടിട്ടാണോ? വാതിൽ അടയ്ക്കാതെയാണ് അവൻ വടക്കോട്ട് തിരിഞ്ഞ് വീടിൻ്റെ പിന്നാമ്പുറത്തേക്ക് പോയി. കാശി വിനയന് നേരെ തിരിഞ്ഞു. വിനയ, നിനക്കെതിരെയുള്ള തെളിവുകളും സാക്ഷിമൊഴികളും ശക്തമാണല്ലോ. നിന്നെ ഞാൻ എങ്ങനെ രക്ഷിക്കും? വിനയൻ ദയനീയമായി നിരാശയോടെ കാശിയെ നോക്കി. കാശി അവനെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ച് ചിരിച്ചു. തിരിഞ്ഞ് സുധാകരനെ നോക്കി. അയാളുടെ ചുണ്ടിലും വിജയിച്ചു എന്ന ഭാവത്തിൽ ചിരിയുണ്ടായിരുന്നു. കാശി തൻ്റെ കേസ് ഫയലിൽ നിന്നൊരു ഫോട്ടോ എടുത്ത് സുധാകരനെ കാണിച്ചു. ഇത് സുധാകരൻ എടുത്ത ഫോട്ടോയാണോ? സുധാകരൻ അതിലേക്ക് സൂക്ഷിച്ചു നോക്കി. എന്താ സുധാകര, കണ്ടുപിടിക്കുന്നില്ലേ? അതെ, ഇത് ഞാനെടുത്തതാണ്. ഉറപ്പാണല്ലോ? ഇനി മാറ്റി പറയരുത്. ഇല്ല, എനിക്ക് ഉറപ്പാണ്. നോട്ട് ദ പോയിന്റ് യുവർ ഓണർ. കാശി ശിവരാമന് നേരെ തിരിഞ്ഞു. ഈ ഫോട്ടോ വ്യാജമാണ് യുവർ ഓണർ. കാരണം ഈ ചിത്രത്തിൽ വാതിൽ അടഞ്ഞു കിടക്കുന്നത് വ്യക്തമായി കാണാൻ കഴിയും. മാത്രമല്ല, ഗേറ്റിൽ നിന്ന് നോക്കിയാൽ തറവാടിൻ്റെ മുൻവാതിൽ ഇത്രയും വ്യക്തമായി കാണാനും കഴിയില്ല. ഗേറ്റിൽ നിന്നും ഏകദേശം 200 മീറ്റർ ദൂരമുണ്ട് വീടിൻ്റെ മുൻവശവുമായി. ഇത്രയും ദൂരം നിന്നുകൊണ്ട് ഇതുപോലൊരു ഫോട്ടോ വ്യക്തമായി എടുക്കാൻ കഴിയില്ല യുവർ ഓണർ. അതുമാത്രമല്ല, സംഭവ ദിവസം തൻ്റെ കയ്യിൽ ക്യാമറ ഇല്ലായിരുന്നുവെന്ന് ദൃക്സാക്ഷി എന്ന് അവകാശപ്പെടുന്ന സുധാകരൻ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി എന്തെങ്കിലും സുധാകരന് പറയാനുണ്ടോ? കാശി വീണ്ടും സുധാകരന് നേരെ തിരിഞ്ഞു. ഇത് ഞാനെടുത്തതല്ല. കാശി അയാളെ നോക്കി ചിരിച്ചു കാണിച്ചു. ആണ് സുധാകര, ഈ ഫോട്ടോയാണ് പോലീസ് സെഷൻസ് കോടതിയിൽ തെളിവായി കാണിച്ചത്. കോടതിയിൽ സുധാകരൻ ഇത് താൻ എടുത്തതാണെന്ന് മൊഴി കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ പകർപ്പാണിത്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. കാശി കയ്യിലിരുന്ന പേപ്പർ സുധാകരനെ ഉയർത്തി കാണിച്ചിട്ട് ഫോട്ടോയും പേപ്പറും ബെഞ്ച് ക്ലർക്കിൻ്റെ കയ്യിൽ കൊടുത്തു. അയാൾ അത് ശിവരാമനെ ഏൽപ്പിച്ചു. പ്രോസിക്യൂട്ടർക്ക് സാക്ഷിയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അഡ്വക്കേറ്റ് ശ്രീധര പണിക്കർ എഴുന്നേറ്റു. നോ യുവർ ഓണർ, ബട്ട് എനിക്ക് ചോദിക്കാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ അഡ്വക്കേറ്റ് കാശിനാഥനോടാണ്. കോടതിയിൽ പ്രൂവ് ചെയ്ത എവിഡൻസ് ഫേക്കാണെങ്കിൽ കൊലയാളി എന്ന് മുദ്ര കുത്തിയ വിനയൻ നിരപരാധി ആവണമല്ലോ. പോസ്റ്റ്മോർട്ടത്തിൽ കൊലപാതകം നടന്നത് 10-നും 10:30ക്കും ഇടയ്ക്കാണ്.
മാത്രമല്ല വിനയന്റെ ഫിംഗർ പ്രിന്റ് അവിടുന്ന് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് കളക്ട് ചെയ്തതുമാണ്. അതെങ്ങനെ ഫേക്കാവും? കൊല നടത്തിയതിന്റെ ഉദ്ദേശം മോഷണമായിരുന്നു. അവിടെ സൂക്ഷിച്ചിരുന്ന 50 പവൻ സ്വർണ്ണാഭരണത്തിൽ നിന്ന് 5 പവൻ സ്വർണം പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു. അതും ഫേക്കാണെന്നാണോ മിസ്റ്റർ കാശിനാഥൻ അവകാശപ്പെടുന്നത്? പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ അതുകൂടി ഒന്ന് വ്യക്തമാക്കിയാൽ ബഹുമാനപ്പെട്ട കോടതിക്കും ഞങ്ങൾ സഹപ്രവർത്തകർക്കും നിജസ്ഥിതി മനസ്സിലാക്കാമായിരുന്നു. ശ്രീധര പണിക്കർ പരിഹാസത്തോടെ കാശിയെ നോക്കി. ശിവരാമൻ കാശിയെ തന്നെ നോക്കിയിരുന്നു. കാശി തന്റെ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റു. യുവർ ഓണർ, പോലീസ് കണ്ടെടുത്തു എന്ന് പറയുന്ന 5 പവൻ സ്വർണം മാടിശ്ശേരി തറവാട്ടിലെ കാരണവർ കരുണാകരന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യ ഭവാനി അമ്മയുടെയും തന്നെയാണ്. ബാക്കി 45 പവൻ സ്വർണം പോലീസ് കണ്ടെടുക്കുകയോ അത് വിനയൻ എന്ത് ചെയ്തുവെന്ന് പോലീസ് വ്യക്തമാക്കുകയോ ചെയ്തിട്ടില്ല. കാശി ശിവരാമനെയും അഡ്വക്കേറ്റ് ശ്രീധര പണിക്കരെയും നോക്കി വീണ്ടും തുടർന്നു. മാടിശ്ശേരി തറവാട്ടിൽ നിന്ന് വിനയൻ മോഷ്ടിച്ചു എന്ന് പറയപ്പെടുന്ന 50 പവൻ സ്വർണം ഇപ്പോഴും സ്റ്റേറ്റ് ബാങ്കിന്റെ ലോക്കറിൽ ഇരിപ്പുണ്ട്. പോലീസ് തൊണ്ടി മുതലായി കോടതിയിൽ സമർപ്പിച്ചത് ഭവാനി അമ്മയുടെ കഴുത്തിൽ കിടന്ന താലിമാലയടക്കം 3 പവനും കരുണാകരൻ കാരണവരുടെ കഴുത്തിൽ കിടന്ന 2 പവന്റെ മാലയുമാണ്. മൊത്തത്തിൽ അവരുടെ കൈവശമുള്ളത് 55 പവൻ സ്വർണമാണ്. ബാങ്ക് ലോക്കറിൽ ഇരിക്കുന്ന 50 പവൻ സ്വർണത്തിന്റെ അവകാശി എന്റെ കക്ഷി വിനയനാണ്. ആ വിവരം വിനയനും അറിയാം. പിന്നെന്തിനാണ് വിനയൻ ആ വൃദ്ധ ദമ്പതികളെ സ്വർണത്തിന് വേണ്ടി കൊലപ്പെടുത്തുന്നത്? ബാങ്ക് ലോക്കറിൽ ഇരിക്കുന്ന സ്വർണത്തിന്റെ രേഖകളും അത് ആരുടെ പേരിലാണ് ഉള്ളതെന്നുമുള്ള ബാങ്ക് ഡീറ്റെയിൽസ് ആണിത്. കാശി കയ്യിലിരുന്ന പേപ്പർ ഉയർത്തി കാണിച്ചു. ശ്രീധര പണിക്കർ ഞെട്ടലോടെ കാശിയെ നോക്കി. കാശി കയ്യിലിരുന്ന പേപ്പർ ബെഞ്ച് ക്ലർക്കിനെ ഏൽപ്പിക്കുകയും അയാളത് ശിവരാമനെ ഏൽപ്പിക്കുകയും ചെയ്തു. കാശി വീണ്ടും തുടർന്നു. യുവർ ഓണർ, ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന് അവിടെ നിന്ന് വിനയന്റെ ഫിംഗർ പ്രിന്റ് എങ്ങനെ ലഭിച്ചുവെന്നത് വിനയൻ മാടിശ്ശേരി തറവാട്ടിലെ പുറംപണി മാത്രമല്ല ചെയ്തുകൊണ്ടിരുന്നത്. അത്യാവശ്യം അകത്തെ പണികളും ചെയ്യാറുണ്ടായിരുന്നു. മാറാലടിക്കാനും നിലം തുടയ്ക്കാനുമൊക്കെ. സംഭവ ദിവസം എന്റെ കക്ഷി വിനയൻ മാറാലടിക്കുകയും നിലം തുടയ്ക്കുകയുമൊക്കെ ചെയ്തതാണ്. അങ്ങനെയാവാം ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന് അവിടെ നിന്നും ഫിംഗർ പ്രിന്റ് ലഭിച്ചത്. യുവർ ഓണർ, ബഹുമാനപ്പെട്ട പ്രോസിക്യൂട്ടർ അറിയാതെയാണെങ്കിലും പറഞ്ഞുപോയ മറ്റൊരു പോയിന്റ്. ശ്രീധര പണിക്കർ നടുക്കത്തോടെ കാശിയെ നോക്കി. കാശി അയാളെ നോക്കി പുഞ്ചിരിച്ചു. യുവർ ഓണർ, ബഹുമാനപ്പെട്ട പ്രോസിക്യൂട്ടർ പറഞ്ഞതും സെഷൻസ് കോടതിയിൽ പോലീസ് ഹാജരാക്കിയതും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. കാശി ഫയലിൽ നിന്ന് മറ്റൊരു പേപ്പർ ഉയർത്തി കാണിച്ചുകൊണ്ട് വീണ്ടും തുടർന്നു. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് മരണം നടന്നിരിക്കുന്നത് രാത്രി 10നും 10:30ക്കും ഇടയ്ക്കാണ് എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ മരണം നടന്നിരിക്കുന്നത് രാത്രി 11നും 11:30ക്കും ഇടയിലാണ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. പെട്ടെന്ന് ശ്രീധര പണിക്കർ ചാടി എഴുന്നേറ്റ് പറഞ്ഞു. ഒബ്ജക്ഷൻ 16. ശിവരാമൻ അനുമതി കൊടുത്തു. ശ്രീധര പണിക്കർ കാശിയുടെ നേരെ തിരിഞ്ഞു. നിങ്ങൾ എന്ത് വിഡ്ഢിത്തമാണ് സംസാരിക്കുന്നത് മിസ്റ്റർ അഡ്വക്കേറ്റ്? പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് സർജന് തെറ്റുപറ്റിയെന്നാണോ മിസ്റ്റർ കാശിനാഥൻ പറഞ്ഞു വരുന്നത്? യുവർ ഓണർ, അഡ്വക്കേറ്റ് കാശിനാഥൻ തന്റെ കക്ഷിയെ രക്ഷിക്കാൻ വേണ്ടി കേസ് വഴിതിരിച്ചു വിടുകയാണ്. നോ യുവർ ഓണർ, എന്റെ കക്ഷി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും. ഫോറൻസിക് സർജൻ ഡോക്ടർ സക്രിയ ചെയ്ത പോസ്റ്റ്മോർട്ടത്തിന്റെ ഒറിജിനൽ റിപ്പോർട്ടാണിത്. കാശി ഫയലിൽ നിന്നും മറ്റൊരു പേപ്പർ എടുത്തുയർത്തി കാണിച്ചുകൊണ്ട് വീണ്ടും തുടർന്നു. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മരണം സംഭവിച്ചത് രാത്രി 11നും 11:30ക്കും ഇടയിലാണെന്ന്. മരണകാരണം തലക്കേറ്റ അടിയുടെ ആഘാതം കൊണ്ടല്ല. ശിവരാമനും ശ്രീധര പണിക്കരും പിന്നെ എങ്ങനെയെന്ന ഭാവത്തിൽ അമ്പരപ്പോടെ കാശിയെ നോക്കി. കോടതിയിൽ കൂടിയിരിക്കുന്ന സകലരുടെയും കണ്ണും കാതും കാശിയുടെ നേർക്കായിരുന്നു. യുവർ ഓണർ, മരണകാരണം വാരിയല്ലൊടിഞ്ഞ് ശ്വാസകോശത്തിൽ തുളഞ്ഞു കയറിയത് കൊണ്ടാണെന്ന് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ ആ വിവരം ഈ റിപ്പോർട്ടിലില്ല. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. കാശി തന്റെ ഇടത് കൈയിലിരുന്ന പേപ്പർ ഉയർത്തി കാണിച്ചു. പിന്നെ 2 റിപ്പോർട്ടുകളും ബെഞ്ച് ക്ലർക്ക് മുഖാന്തരം ശിവരാമന് കൈമാറി. പ്രോസിക്യൂഷൻ വക്കീലിന് വാദിക്കാൻ അവസരം കൊടുക്കാതെ എല്ലാ പഴുതുകളും തെളിവ് സഹിതം അടച്ചുകൊണ്ടായിരുന്നു കാശിനാഥന്റെ പ്രകടനം. കാശിനാഥൻ ഏറ്റെടുക്കുന്ന ഓരോ കേസുകളും എതിർഭാഗം വക്കീലന്മാർക്ക് വാദിക്കാൻ അവസരം കൊടുക്കാത്ത തരത്തിൽ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയാണ് വാദിക്കാറുള്ളതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശിവരാമൻ ഈ കേസ് കാശിയോട് ഏറ്റെടുക്കാൻ നിർബന്ധിച്ചത്. ഹൈക്കോടതിയിൽ കൊടികുത്തിവാണ് പ്രോസിക്യൂട്ടർ ശ്രീധര പണിക്കർ കാശിയുടെ വാദങ്ങൾക്ക് മുമ്പിൽ എന്ത് പ്രതിവാദിക്കണമെന്നറിയാതെ നിൽക്കുന്ന കാഴ്ച ശിവരാമനെ കോരിത്തരിപ്പിച്ചു. ശിവരാമൻ റിപ്പോർട്ട് വായിക്കുന്ന രീതിയിൽ കുനിഞ്ഞിരുന്ന് പുഞ്ചിരിച്ചു. യുവർ ഓണർ, അഡ്വക്കേറ്റ് കാശിനാഥൻ തന്റെ കക്ഷിയെ രക്ഷിക്കാൻ വേണ്ടി തന്റെ സ്വാധീനം ഉപയോഗിച്ച് ഫോറൻസിക് സർജനെ കൊണ്ട് റിപ്പോർട്ട് മാറ്റി എഴുതിച്ചതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു യുവർ ഓണർ. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്തിയ ഫോറൻസിക് സർജൻ ഡോക്ടർ സക്രിയയെ വിസ്തരിക്കേണ്ടിയിരിക്കുന്നു യുവർ ഓണർ. ഡോക്ടർ സക്രിയ ഈ അവസരത്തിൽ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കേസ് വിചാരണ മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിവെക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയെ അപേക്ഷിക്കുന്നു. ശ്രീധര പണിക്കർ അപേക്ഷിച്ചിട്ട് തന്റെ ഇരിപ്പിടത്തിലേക്ക് പോയിരുന്നു. കേസിന്റെ അടുത്ത വിചാരണ 23-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. റിപ്പോർട്ട് വായിച്ച് മാർക്ക് ചെയ്തതിന് ശേഷം ശിവരാമൻ പറഞ്ഞു. കാശി കോടതിയെ വണങ്ങി തന്റെ ഫയലും എടുത്ത് കോടതി മുറിക്ക് വെളിയിലേക്ക് നടന്നു. പോലീസുകാർ വിനയനെയും കൂട്ടി വെളിയിലെത്തുമ്പോൾ പോലീസ് വാഹനത്തിന്റെ അടുത്ത് തന്നെ കാശിയുണ്ടായിരുന്നു. കാശിയെ കണ്ടതും വിനയൻ തൊഴുതു.
വിനയൻ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. പിന്നെ ഇന്നത്തേതുപോലെ ആയിരിക്കില്ല അടുത്ത തവണ. എതിർഭാഗം വക്കീൽ വിനയനെ ക്രോസ് ചെയ്യും. അവിടെ വിനയൻ കണ്ടതെന്താണോ അത് തന്നെ പറയണം. ധൈര്യമായിട്ട് പോ. വിനയൻ തലയാട്ടിയിട്ട് പോലീസ് വാഹനത്തിലേക്ക് കയറി. പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. മാടിശ്ശേരി ഇരട്ടക്കൊലപാതക കേസ് മറ്റൊരു വഴിത്തിരിവിലേക്ക്. സെഷൻസ് കോടതിയിൽ പോലീസ് സമർപ്പിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ യഥാർത്ഥ റിപ്പോർട്ട് അഡ്വക്കേറ്റ് കാശിനാഥൻ ജില്ലാ കോടതിയിൽ വെളിപ്പെടുത്തി. യഥാർത്ഥ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അഡ്വക്കേറ്റ് കാശിനാഥൻ കോടതിയിൽ സമർപ്പിച്ചു. പ്രോസിക്യൂഷൻ വക്കീലിന് വാദപ്രതിവാദം നടത്താനുള്ള അവസരം പോലും നൽകാതെയായിരുന്നു അഡ്വക്കേറ്റ് കാശിനാഥന്റെ പ്രകടനം. ഹൈക്കോടതിയിൽ വരെ വിറപ്പിച്ച അഡ്വക്കേറ്റ് ശ്രീധരപ്പണിക്കർ അഡ്വക്കേറ്റ് കാശിനാഥന് മുമ്പിൽ വെറും നോക്കുകുത്തിയായി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ടിവിയിലെ ന്യൂസ് കണ്ടുകൊണ്ടിരുന്ന ആൾ കയ്യിലിരുന്ന റിമോട്ട് തറയിലേക്ക് വലിച്ചെറിഞ്ഞു. ചാടി എഴുന്നേറ്റ് സ്റ്റീൽ ചെയർ എടുത്ത് ടിവിയിലേക്ക് എറിഞ്ഞു. പല്ലുകൾ കടിച്ചു ഞെറുമിക്കൊണ്ട് അയാൾ ഫോണെടുത്ത് ആർക്കോ കോൾ ചെയ്തു. വിനയനെയും കൊണ്ട് പോലീസ് വാഹനം പോയപ്പോൾ കാശി തന്റെ കാറിന്റെ അടുത്തേക്ക് നടന്നു. കാശി. പെട്ടെന്ന് പിന്നിൽ നിന്നുള്ള വിളി കേട്ട് കാശി ഞെട്ടി തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കിയ കാശി മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട അത്ഭുതം കൂറി. ജാവി, നീ? അതെ, ഞാൻ തന്നെ, ജാവേദ് എബ്രഹാം ഇടിക്കുള. നീ ഇവിടെയാണോ? ഇപ്പോൾ ഇവിടെയാടാ. നീ എന്താ ഇവിടെ? അതൊരു എൻക്വയറി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് വന്നതാണ്. നീ പോവല്ലേ, കണ്ടിട്ട് കുറേ നാളായില്ലേ. ഇവിടെ നിന്റെ ഓഫീസ് എവിടാ? എനിക്കിവിടെ ഓഫീസൊന്നുമില്ല. പിന്നെ നീ എവിടെ ഈ വർക്ക് ചെയ്യുന്നത്? ജാവേദ് സംശയത്തോട് ചോദിച്ചു. അതൊക്കെ പറയാം, ആദ്യം നീ പോയിട്ട് വാ, ഞാനിവിടെ കാറിലുണ്ടാവും. കാശി തൻ്റെ കാറ് ചൂണ്ടിക്കാണിച്ചു. ഓക്കേടാ, ഞാൻ പോയിട്ട് വരാം. അരമണിക്കൂറിനുള്ളിൽ ജാവേദ് തിരിച്ചു വന്നു. വാ, നമുക്കിവിടെ കോഫി ഷോപ്പിലിരുന്ന് സംസാരിക്കാം. ജാവേദ് കാശിയെയും കൂട്ടി അടുത്തുള്ള കോഫി ഷോപ്പിലേക്ക് പോയി. കോഫി ഷോപ്പിലിരുന്ന് ജാവേദ് കോഫി ഓർഡർ കൊടുത്തു. പറ, എന്തൊക്കെയുണ്ട് വിശേഷം? നിന്റെ മാരേജ് കഴിഞ്ഞോ? ജാവേദ് മേശയിൽ കൈകൾ ഊന്നി മുന്നോട്ടാഞ്ഞിരുന്നു കൊണ്ട് ചോദിച്ചു. വിശേഷം, നല്ല വിശേഷം. മാരേജ് കഴിഞ്ഞിട്ടില്ല. അതെന്താ, പെണ്ണ് കെട്ടേണ്ടെന്നാണോ നിന്റെ തീരുമാനം? അങ്ങനെയൊന്നുമില്ല. എൻ്റെ സ്വഭാവത്തിനനുസരിച്ചുള്ളൊരു പെണ്ണിനെ കിട്ടണ്ടേ? അങ്ങനെ ഒരു പെണ്ണ് വന്നാൽ അപ്പോൾ കെട്ടും. നിന്റെ കഴിഞ്ഞോ? ഇല്ല. കോളേജിൽ പഠിക്കുമ്പോൾ നിനക്കൊരു പ്രേമമുണ്ടായിരുന്നല്ലോ, അവള് വേറെ കെട്ടിപ്പോയോ? അതിൻ്റെ വിഷമത്തിലാണോ നീ കെട്ടാത്തത്? അവളുടെ മാരേജ് കഴിഞ്ഞിട്ടില്ല. ജാവേദിൻ്റെ മുഖം പെട്ടെന്ന് മ്ലാനമായി. എന്നടാ, വേറെ വല്ല പ്രശ്നമുണ്ടോ? നീ അവളെ മാത്രമേ കെട്ടൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് പറ്റി? നീ അവളുടെ വീട്ടിൽ പോയി ചോദിച്ചില്ലേ? നിനക്കറിയാലോ കാശി, ഞാൻ വളർന്നതും പഠിച്ചതുമൊക്കെ ഓർഫനേജിൽ നിന്നാണെന്ന്. ഞാൻ അവളുടെ വീട്ടിൽ പോയി അവളുടെ ബാപ്പാനോട് അവളെ എനിക്ക് ഇഷ്ടമാണെന്നും നിക്കാഹ് ചെയ്ത് തരണമെന്നും പറഞ്ഞു. പക്ഷെ അയാൾ പറഞ്ഞ മറുപടി തന്തയും തള്ളയും ആരെന്നറിയാത്തവന് മോളെ എങ്ങനെ കെട്ടിച്ചു തരുമെന്നാണ്. ജാവേദിൻ്റെ മുഖത്തൊരു വിഷാദ ചിരി വിടർന്നു. നിനക്ക് അവളെ വിളിച്ചിറക്കി കൊണ്ടുപോകാമായിരുന്നില്ലേ ജാവി? അവൾ ഇറങ്ങി വരാൻ തയ്യാറായിരുന്നു കാശി. ഞാനാ പറഞ്ഞത് വേണ്ടെന്ന്. അത്രയും വർഷം വളർത്തി വലുതാക്കി പഠിപ്പിച്ച ഉമ്മയും വാപ്പയും ഉപേക്ഷിച്ച് എൻ്റെ ഒപ്പം വരേണ്ടെന്ന്. ഇപ്പോഴും നിങ്ങൾ കോണ്ടാക്റ്റ് ഉണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ അവളുടെ മാരേജ് കഴിഞ്ഞില്ലെന്ന് നിനക്കറിയാം? അത് നമ്മുടെ ഐസക്ക് പറഞ്ഞു. അവർ തമ്മിൽ ഇടയ്ക്കിടെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ഏത് ഐസക്ക്? കോളേജിൽ നിന്റെ ബഡ്ഡിയായിരുന്ന ഐസക്കോ? ജാവേദ് ചിരിയോടെ അതേന്ന് തലയാട്ടി. അവനിപ്പോൾ എവിടെയാ? അവൻ കോട്ടയത്ത്. നീ എന്താ എവിടെയെന്ന് പറഞ്ഞില്ല? ഞാനൊരു കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നതാണ്. നീ കേട്ട് കാണും, മാടിശ്ശേരി ഇരട്ട കൊലപാതകം. ആ കേസിലെ പ്രതിക്ക് സെഷൻസ് കോടതി മരണശിക്ഷ വിധിച്ചതാണല്ലോ. പിന്നെ ന്യൂസിൽ കേട്ടു ശിക്ഷയ്ക്കെതിരെ അപ്പീൽ കൊടുക്കുന്നെന്ന്. ഏതൊരു അഡ്വക്കേറ്റ് കാശിനാഥാണ് പ്രതിക്ക് വേണ്ടി അപ്പീൽ കൊടുക്കുന്നതെന്നാണല്ലോ കേട്ടത്. ആ അഡ്വക്കേറ്റ് കാശിനാഥനാണ് നിന്റെ മുമ്പിലിരിക്കുന്ന ഈ കാശിനാഥൻ. കാശി ചിരിയോടെ പറഞ്ഞുകൊണ്ട് ജാവേദിനെ നോക്കി. ജാവേദ് വിശ്വാസം വരാതെ കാശിയെ നോക്കി. ഈ കേസ് നീ ഏറ്റെടുക്കാൻ എന്താ കാരണം? സെഷൻസ് കോടതിയിൽ വിചാരണ തുടങ്ങിയപ്പോൾ മുതൽ വിനയൻ പറയുന്നത് കുറ്റം ചെയ്തത് അവനല്ലെന്നാണ്. ഒരു പ്രതിയും വിചാരണ മുതൽ വിധി വരുന്നത് വരെ ഒരേ അഭിപ്രായത്തിൽ നിൽക്കില്ല. അത് തന്നെ കാരണം. പിന്നെ ഞാൻ വിനയനെ ജയിലിൽ പോയി കണ്ടിരുന്നു. കേസ് ഞാൻ ഏറ്റെടുക്കണമെങ്കിൽ ഉണ്ടായത് എന്താണെന്ന് എനിക്കറിയണമെന്ന് പറഞ്ഞപ്പോൾ അവനെല്ലാം തുറന്നു പറഞ്ഞു ജാവേദ്. കാശി വിനയനിൽ നിന്നറിഞ്ഞതും താൻ അന്വേഷിച്ചറിഞ്ഞ കാര്യങ്ങളും ജാവേദിനോട് വിശദീകരിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ജാവേദിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. കഴിഞ്ഞ ആഴ്ച നിന്നെക്കുറിച്ച് നമ്മൾ പറഞ്ഞതേയുള്ളൂ. ആരൊക്കെ? ജഡ്ജി ശിവരാമൻ സാറും ഞാനും. കോടതിയിൽ ഞാൻ എൻക്വയറി ഓഫീസറെ ആവശ്യപ്പെട്ടാൽ നിന്നെ വിളിക്കാമെന്ന് സാർ പറഞ്ഞു. നീയും സാറുമായി എങ്ങനെ ബന്ധം? അച്ഛൻ്റെ ക്ലാസ്മേറ്റാണ് ശിവരാമൻ സാറ്. ജഡ്ജി ആവുന്നതിന് മുമ്പ് സാറ് വീട്ടിൽ വരുമായിരുന്നു. അങ്ങനെയുള്ള ബന്ധം. അടുത്ത വിചാരണയ്ക്ക് ഇത്രയും ദിവസത്തെ ഗ്യാപ്പ് കിടക്കുമ്പോൾ അവരെന്തായാലും ഡോക്ടർ സക്രിയയെ സ്വാധീനിക്കാൻ ശ്രമിക്കും. അത് ഭീഷണിപ്പെടുത്തിയാലും അവരത് ചെയ്യും കാശി. കോടതിയിൽ ഡോക്ടർ മാറ്റി പറഞ്ഞാൽ നീ വ്യാജരേഖ ഉണ്ടാക്കിയതാണെന്ന് വരും. അറിയാൻ ജാവി, കോടതിയിൽ സത്യം പറയാമെന്ന് ഡോക്ടർ വാക്ക് തന്നെങ്കിലും അദ്ദേഹത്തിന് പേടിയുണ്ട്. അക്കാര്യത്തിൽ എനിക്ക് ടെൻഷനുണ്ട്. നീ ടെൻഷൻ അടിക്കണ്ട. ഞാൻ ഡോക്ടർ സക്രിയയെ വിളിക്കാം. കേസ് അന്വേഷിച്ച ദേവപ്രഭനെ എനിക്കൊന്ന് കാണണം. എൻ്റെ സർക്കിളിലാണല്ലോ അവനിരിക്കുന്നത്. ഇപ്പോൾ വേണ്ട ജാവി, കേസ് കഴിയാറാവുമ്പോൾ മതി. അവന്മാരെ പൂട്ടണം കാശി, അടപടലം പൂട്ടണം. എന്ത് സഹായത്തിന് ഞാനുണ്ടാകും നിന്റെ കൂടെ. താങ്ക്സ് ഡാ. എന്നാ നമുക്കിറങ്ങാം. നിനക്കും പോയിട്ട് ജോലിയുള്ളതല്ലേ, പോകാം വാ. ജാവേദും കാശിയും എഴുന്നേറ്റു. അവരുടെ സംഭാഷണങ്ങൾ കേട്ടുകൊണ്ട് തൊട്ടടുത്ത ടേബിളിൽ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. കാശിയും ജാവേദും എഴുന്നേറ്റ് പോയപ്പോൾ ചുണ്ടിൽ ക്രൂരമായി ചിരി ഒളിപ്പിച്ച അയാൾ ആരെയോ ഫോൺ വിളിച്ചു. കാശി, നീ പോയിക്കോ, പാർസൽ പറയാൻ മറന്നുപോയി. ഞാൻ ആ ഡോക്ടർ സക്രിയയെ വിളിച്ചിട്ട് നിന്നെ വിളിക്കാം.
കോഫി ഷോപ്പിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ ജാവേദ് കാശിയോട് പറഞ്ഞു, ഓക്കെ ജാവേദ്, പിന്നെ ഐസക് വിളിക്കുമ്പോൾ ഞാൻ തിരക്കിയെന്ന് പറഞ്ഞേക്കണേ. ഓക്കേടാ, ഞാൻ പറയാം. കാശി നടന്നതും ജാവേദ് കോഫി ഷോപ്പിലേക്ക് കയറി. ജാവേദ് തങ്ങളിരിക്കുന്ന ടേബിളിൻ്റെ അടുത്തേക്ക് നടന്നു. തിരിഞ്ഞിരുന്ന് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നയാൾ ജാവേദ് അടുത്തെത്തിയപ്പോഴാണ് കണ്ടത്. അയാൾ ജാവേദിനെ കണ്ടതും പെട്ടെന്ന് ഫോൺ മാറ്റിപ്പിടിച്ചു. ജാവേദ് അയാൾക്ക് നേരെ കൈനീട്ടി. പതർച്ചയോടെ അയാൾ ഫോൺ മാറ്റിപ്പിടിച്ചു. പെട്ടെന്ന് ജാവേദ് അയാളുടെ തലമുടിയിൽ കുത്തിപ്പിടിച്ച് ടേബിളിലേക്ക് ആഞ്ഞിടിച്ചു. കോഫി ഷോപ്പിലുള്ളവർ അന്തം വിട്ട് ജാവേദിനെയും അയാളെയും നോക്കി. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്കൊരു പിടുത്തവും കിട്ടിയില്ല. എന്താണ് നിന്റെ പേര്? നീ ആരെയാ വിളിച്ചു പറഞ്ഞത്? ജാവേദ് അയാളുടെ തല വലിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു. ചന്ദ്രദാസ്, അയാൾ വേദനയോടെ പറഞ്ഞു. ചന്ദ്രദാസോ? ചന്ദ്രദാസ്, നീ ആരെയാ വിളിച്ചത്? എൻ്റെ കൂട്ടുകാരനെ. നുണ പറയുന്നോടാ റോസ്കൾ. ഞങ്ങൾ സംസാരിച്ചത് നീ ശ്രദ്ധിക്കുന്നത് ഞാൻ അറിയില്ലെന്നാണോ നിന്റെ വിചാരം? സത്യം പറയടാ. ചോദിച്ചു തീരുന്നതിന് മുമ്പേ ചന്ദ്രദാസിന്റെ കവിളിൽ അടിപൊട്ടി. ഞാൻ പറയാം. ജാവേദ് തന്റെ മുഖത്തിന് നേരെ മുഷ്ടി ചുരുട്ടി ഇടിക്കാനാഞ്ഞതും ചന്ദ്രദാസ് പെട്ടെന്ന് പറഞ്ഞു, പറ, ആരെയാ വിളിച്ചത്? CI ദേവപ്രഭൻ സാറിനെ. എന്തിന്? അവൻ എന്തു പറഞ്ഞു? നിങ്ങൾ സംസാരിച്ച കാര്യം പറയാൻ. എല്ലാം സാറ് നോക്കിക്കോളാമെന്ന് പറഞ്ഞു. നീ എന്തിനാ ഞങ്ങളിവിടെ സംസാരിച്ച കാര്യം അവനോട് വിളിച്ചു പറഞ്ഞത്? അത് പറയടാ. കാശി വക്കീലിനെ ഫോളോ ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചതുകൊണ്ട്. എന്തിന്? അതറിയില്ല. വക്കീലിനെ ഫോളോ ചെയ്യണം. വക്കീലിന്റെ നീക്കങ്ങൾ എന്തൊക്കെയാണെന്നറിയണം. അതെല്ലാം അപ്പോൾ തന്നെ സാറിനെ വിളിച്ചറിയിക്കണം. ഇത് മാത്രമാണ് എൻ്റെ ജോലി. വേറൊന്നും എനിക്കറിയില്ല സാറേ, സത്യമായിട്ടും എനിക്കറിയില്ല. ജാവേദ് അവനെ വിട്ടിട്ട് ഫോൺ എടുത്ത് നോക്കി. കോൾ ലിസ്റ്റിൽ ഒരു നമ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ നമ്പർ ജാവേദ് തൻ്റെ ഫോണിൽ അടിച്ചിട്ടു. ഫോൺ അവൻ്റെ മുന്നിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തൻ്റെ ഫോണിൽ നിന്ന് കാശിയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു. ഹലോ, അഡ്വക്കേറ്റ് കാശിനാഥൻ ഹിയർ. കാശി, ഞാനാ ജാവേദ്. ജാവേദ് കാശിയോട് താൻ ചന്ദ്രദാസിൽ നിന്നറിഞ്ഞ വിവരങ്ങൾ കൈമാറി. കാശി, നീ സൂക്ഷിക്കണം. എപ്പോഴും ചുറ്റിനും നിന്റെ കണ്ണുകളുണ്ടാകണം. ഓക്കെ ജാവി, ഞാനിതെല്ലാം മുൻകൂട്ടി കണ്ടിരുന്നു. ഓക്കേടാ, ഞാൻ വിളിക്കാം. 23-ാം തീയതി കോടതി മുറി. കേസ് നമ്പർ 31/2000. ബെഞ്ച് ക്ലർക്ക് ഉറക്കെ വിളിച്ചു പറഞ്ഞു. പ്രതിക്കൂട്ടിലേക്ക് പോലീസ് വിനയനെ കയറ്റി നിർത്തി. പനക്കൽ പറമ്പിൽ വർഗീസ് മകൻ ഡോക്ടർ സക്രിയ വർഗീസ് ഹാജരുണ്ടോ? 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 ബെഞ്ച് ക്ലർക്കിന്റെ വിളി കേട്ട് ഡോക്ടർ സക്രിയ സാക്ഷിക്കൂട്ടിലേക്ക് കയറി നിന്ന് ജഡ്ജിയെ നോക്കി വണങ്ങി. ബെഞ്ച് ക്ലർക്ക് ഭഗവത്ഗീത ഡോക്ടറുടെ മുന്നിലേക്ക് നീട്ടി. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. ബെഞ്ച് ക്ലർക്ക് ചൊല്ലിക്കൊടുത്ത വാചകം ഡോക്ടർ സക്രിയ ഏറ്റുചൊല്ലി. കാശി നെക്ക് ബാൻഡ് നേരെയാക്കി എഴുന്നേറ്റ് സക്രിയയുടെ അടുത്തേക്ക് ചെന്നു. ഡോക്ടർ സക്രിയ വർഗീസ് അല്ലേ? യെസ്. ഡോക്ടറല്ലേ മാടിശ്ശേരി തറവാട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ വൃദ്ധ ദമ്പതികളുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തത്? യെസ്. കാശി കയ്യിലിരുന്ന കടലാസ് അദ്ദേഹത്തെ കാണിച്ചു. ഇതിൽ കാണുന്ന സൈൻ താങ്കളുടേതല്ലേ? അതെ, എൻ്റെയാണ്. ഉറപ്പാണല്ലോ അല്ലേ? യെസ്. ഈ റിപ്പോർട്ട് താങ്കൾ തന്നെ തയ്യാറാക്കിയതാണോ അല്ലയോ? യെസ്, ഞാൻ തയ്യാറാക്കിയതാണ്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. കാശി തൻ്റെ ഇരിപ്പിടത്തിലേക്ക് ചെന്നിരുന്നു. അഡ്വക്കേറ്റ് ശ്രീധരപ്പണിക്കർ എഴുന്നേറ്റ് ഡോക്ടർ സക്രിയയുടെ അടുത്തേക്ക് ചെന്നു. യുവർ ഓണർ, ഡോക്ടർ സക്രിയ വർഗീസ് പറയുന്നു, അഡ്വക്കേറ്റ് കാശിനാഥൻ കാണിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇദ്ദേഹം തന്നെ തയ്യാറാക്കിയതാണെന്ന്. അപ്പോൾ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആര് തയ്യാറാക്കിയതാണ് മിസ്റ്റർ സക്രിയ വർഗീസ്? ശ്രീധരപ്പണിക്കർ തൻ്റെ കൈവശമുണ്ടായിരുന്ന കടലാസ് ഡോക്ടറുടെ നേരെ കാണിച്ചു. ഞാൻ തയ്യാറാക്കിയതാണ്. ഒരേ ബോഡിക്ക് 2 തരം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോ മിസ്റ്റർ സക്രിയ? അപ്പോൾ ഇതിൽ ഏതാണ് ഒറിജിനൽ റിപ്പോർട്ട്? ഇതാണോ അതാണോ? ശ്രീധരപ്പണിക്കർ പരിഹാസത്തോടെ ചോദിച്ചു. അത് ഡോക്ടർ കാശി കാണിച്ച റിപ്പോർട്ടിലേക്ക് വിരൽ ചൂണ്ടി. എന്ത് വിഡ്ഢിത്തമാണ് മിസ്റ്റർ ഡോക്ടർ. നിങ്ങൾ തന്നെ പറയുന്ന എൻ്റെ കയ്യിലിരിക്കുന്ന ഈ റിപ്പോർട്ടും താങ്കളാണ് തയ്യാറാക്കിയതെന്ന്. യെസ്, ഇതും അതും തയ്യാറാക്കിയത് ഞാൻ തന്നെ. താങ്കളുടെ കയ്യിലിരിക്കുന്ന ഈ റിപ്പോർട്ട് എന്നെ ഭീഷണിപ്പെടുത്തി തയ്യാറാക്കിച്ചതാണ്. ഞാൻ ആദ്യം തയ്യാറാക്കിയ റിപ്പോർട്ട് അതാണ്. താങ്കളെ ആരാണ് ഭീഷണിപ്പെടുത്തിയത്? ഡോക്ടർ സക്രിയ കാശിയെ നോക്കി. കാശി കണ്ണുകൾ കൊണ്ട് പറയൂ എന്ന് കാണിച്ചു. എല്ലാവരുടെയും നോട്ടം ഡോക്ടർ സക്രിയയിലേക്കായി. പറയൂ മിസ്റ്റർ സക്രിയ വർഗീസ്, ആരാണ് നിങ്ങളെ ഭീഷണിപ്പെടുത്തിയത്? അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ദേവപ്രഭനും മുൻ DYSP സേനനും ചേർന്ന്. വെറുതെ ആരോപണം ഉന്നയിച്ചാൽ പോരാ മിസ്റ്റർ. അവർ ഭീഷണിപ്പെടുത്തി എന്നുള്ളതിന് നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ? ശ്രീധരപ്പണിക്കരുടെ സ്വരത്തിൽ പുച്ഛവും അവജ്ഞയും നിറഞ്ഞിരുന്നു. ഉണ്ട്, തെളിവുണ്ട്. ദാ ഇതിൽ അവരുടെ വോയിസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സക്രിയ തൻ്റെ മൊബൈൽ ഫോൺ എടുത്തു കാണിച്ചു. ബെഞ്ച് ക്ലർക്ക് വന്ന് മൊബൈൽ സക്രിയയുടെ കയ്യിൽ നിന്ന് വാങ്ങി ശിവരാമനെ ഏൽപ്പിച്ചു. ശിവരാമൻ വോയിസ് റെക്കോർഡ്സിൽ നിന്ന് വോയിസ് ക്ലിപ്പ് എടുത്ത് പ്ലേ ചെയ്തു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് തൻ്റെ റൂമിൽ വന്നിരുന്ന കമ്പ്യൂട്ടറിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കുകയായിരുന്നു സക്രിയ. റിപ്പോർട്ട് തയ്യാറാക്കി കഴിഞ്ഞപ്പോഴാണ് വാതിൽ തള്ളി തുറന്ന് DYSP സേനനും CI ദേവപ്രഭനും കയറി വന്നത്. അനുവാദം ചോദിക്കാതെ കയറി വന്ന അവരുടെ മട്ടും ഭാവവും കണ്ട് പന്തികേട് തോന്നിയ സക്രിയ ഉടനെ തന്നെ മൊബൈലിൽ വോയിസ് റെക്കോർഡ് ഓൺ ചെയ്ത് ഫോൺ ടേബിളിൽ കമഴ്ത്തി വെച്ചു. എന്താ ഡോക്ടർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് റെഡിയാക്കിയോ? സേനൻ കസാര വലിച്ചിട്ടിരുന്നു കൊണ്ട് ചോദിച്ചു. ഒപ്പം ദേവപ്രഭനും ഇരുന്നു. ഉവ്വ്. സക്രിയ കമ്പ്യൂട്ടറിൽ നിന്നും റിപ്പോർട്ടിന്റെ പ്രിന്റ് എടുത്തു കൊടുത്തു. സേനൻ വായിച്ചിട്ട് ദേവപ്രഭന്റെ കയ്യിൽ കൊടുത്തു. ദേവപ്രഭനും വായിച്ചിട്ട് സക്രിയയെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു.
മരണകാരണം ഇങ്ങനെ തന്നെയാണോ ഡോക്ടറെ? അതെ, ശക്തിയായി വാരിയലുകളിൽ ചവിട്ടിയത് മൂലം വാരിയലൊടിഞ്ഞ് ശ്വാസകോശത്തിൽ തുളഞ്ഞു കയറിയതാണ് മരണകാരണം. അപ്പോൾ തലയ്ക്ക് അടിയേറ്റതല്ലേ? അല്ല, മരണം സംഭവിച്ചതിന് ശേഷമാണ് തലയിൽ മർദ്ദനമേറ്റത്. ഈ റിപ്പോർട്ട് ഡോക്ടർ മാറ്റി എഴുതിക്കേ. ദേവപ്രഭൻ തൻ്റെ കയ്യിലിരുന്ന റിപ്പോർട്ട് സക്രിയയുടെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. വാട്ട്? അതെ ഡോക്ടർ, ഈ റിപ്പോർട്ടല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾക്ക് വേണ്ട റിപ്പോർട്ടിൽ മരണകാരണം തലക്കേറ്റ മർദ്ദനമായിരിക്കണം. സേനൻ പറഞ്ഞത് കേട്ട് സക്രിയ അയാളെ രൂക്ഷമായി നോക്കി. നോ, എന്നെ കൊണ്ടാവില്ല. ആവണം ഡോക്ടർ, ഇല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഭവിഷ്യത്ത് വലുതായിരിക്കും. ഭീഷണിയാണോ മിസ്റ്റർ? നിങ്ങളെ എങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തിയാലും ഞാൻ റിപ്പോർട്ട് മാറ്റി എഴുതില്ല. ഡോക്ടർ ഇങ്ങനെ വാശി പിടിക്കരുത്. ദേവൻ പറഞ്ഞത് സത്യമാണ്. സ്വന്തം കുടുംബം ഇല്ലാതാവുന്നത് നിസ്സംഗതയോടെ നോക്കി നിൽക്കേണ്ടി വരുന്ന അവസ്ഥ ഡോക്ടർ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല, പകരം നിങ്ങളുടെ ഫാമിലിയെ അവരില്ലാതാക്കും. അത് വേണോ ഡോക്ടർ? താനിപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് കണ്ണടച്ചാൽ ആർക്കും ഒന്നും സംഭവിക്കില്ല. ഡോക്ടറുടെ കുടുംബവും ഡോക്ടറും സേഫായിരിക്കും. നിങ്ങളുടെ സത്യസന്ധതയാണോ നിങ്ങൾക്ക് വലുത്, അതോ ഫാമിലിയാണോ വലുതെന്ന് ആലോചിക്കേ. സേനൻ ശാന്തമായി പറഞ്ഞത് കേട്ട് സക്രിയ ഒരു നിമിഷം എന്ത് വേണമെന്ന് ആലോചിച്ചു. ഒടുവിൽ തൻ്റെ ഫാമിലി ഓർത്ത് അവൻ പറഞ്ഞതുപോലെ റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തു. റിപ്പോർട്ട് വാങ്ങി സക്രിയയുടെ തോളിൽ തട്ടി അഭിനന്ദിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ അവർ ഒരു കാര്യം മറന്നു. സക്രിയ ആദ്യം തയ്യാറാക്കിയ റിപ്പോർട്ട് ഡിലീറ്റ് ചെയ്യിക്കാൻ. വോയിസ് ക്ലിപ്പ് കേട്ട ശേഷം ശിവരാമൻ തൻ്റെ കമ്പ്യൂട്ടറിൽ അത് കോപ്പി ചെയ്ത ശേഷം മൊബൈൽ സക്രിയയ്ക്ക് തിരിച്ചു കൊടുത്തു. എനി മോർ ക്വസ്റ്റ്യൻ മിസ്റ്റർ പ്രോസിക്യൂട്ടർ? ശിവരാമൻ ശ്രീധര പണിക്കരോട് ചോദിച്ചു. യെസ് യുവർ ഓണർ. പ്രൊസീഡ്. താങ്കളെ ഭീഷണിപ്പെടുത്താൻ അവരെ ആരാണ് അയച്ചതെന്ന് താങ്കൾ ചോദിച്ചില്ലേ? യെസ്, ചോദിച്ചു. ആരാണ് അയച്ചതെന്നാണ് അവർ പറഞ്ഞത്? സക്രിയ പറഞ്ഞ പേര് കേട്ട് ശ്രീധര പണിക്കർ ഞെട്ടി. മാന്യന്മാരെ അവഹേളിക്കാനാണോ നിങ്ങളുടെ പുറപ്പാട്? ആ പേരുകൾ എന്തുകൊണ്ട് വോയിസ് റെക്കോർഡിലില്ല? അവരെൻ്റെ കയ്യിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങി തിരിയുമ്പോൾ തന്നെ ഞാൻ വോയിസ് ഓഫാക്കിയിരുന്നു. വാതിലുകൾ എത്തിയപ്പോഴാണ് ഞാൻ ചോദിച്ചത് നിങ്ങളെ ആരാണ് അയച്ചതെന്ന്. അപ്പോൾ അവർ പറഞ്ഞതാണ് ഈ പേരുകൾ. ഈ പേരുകൾ വെളിയിൽ മിണ്ടിയാൽ നിന്റെ ഫാമിലിയെ പച്ചയ്ക്ക് കത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവർ പോയത്. എന്നിട്ടിപ്പോൾ താങ്കൾക്ക് ഫാമിലി വേണ്ടെന്ന് തോന്നിയിട്ടാണോ ഇവിടെ ഈ പേരുകൾ വിളിച്ചു പറഞ്ഞത്? അല്ല, എൻ്റെ ഫാമിലിക്ക് വേണ്ടുന്ന പ്രൊട്ടക്ഷൻ കൊടുത്തോളാമെന്ന് വാക്ക് തന്നതുകൊണ്ട്. ആര് വാക്ക് തന്നതുകൊണ്ട്? ഈ ഇരിക്കുന്ന അഡ്വക്കേറ്റ് കാശിനാഥനോ? ശ്രീധര പണിക്കർ പുച്ഛത്തോട് ചോദിച്ചു. അല്ല, DYSP ജാവേദ് എബ്രഹാം ഇടുക്കുള വാക്ക് തന്നതുകൊണ്ട്. സക്രിയയുടെ വാക്കുകളിൽ ആത്മവിശ്വാസവും ദൃഢതയും ഉണ്ടായിരുന്നു. എനി മോർ ക്വസ്റ്റ്യൻസ്? ദാറ്റ്സ് ഓൾ യുവർ ഓണർ. കേസിൻ്റെ അടുത്ത വിചാരണ അടുത്ത മാസം 15-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. അത് പറഞ്ഞിട്ട് ശിവരാമൻ മുൻ DYSP സേനനെയും CI ദേവപ്രഭനെയും അന്വേഷണ വിധേയമായി സസ്പെൻസ് ചെയ്യാൻ DGPക്ക് ഇമെയിൽ സന്ദേശം അയച്ചു. എക്സ്ക്യൂസ് മീ മിസ്റ്റർ ഡോക്ടർ. താങ്ക് യു ഡോക്ടർ, താങ്ക് യു വെരി മച്ച്. കാറിലേക്ക് കയറാൻ തുടങ്ങുകയായിരുന്ന സക്രിയയെ വിളിച്ച് കാശി പറഞ്ഞു. ഇന്നലെ ജാവേദ് വിളിച്ചിരുന്നു. നിങ്ങൾ ഫ്രണ്ട്സാണല്ലേ? ജാവേദ് തന്ന ധൈര്യത്തിലാണ് ഞാനിത് വിളിച്ചു പറഞ്ഞത്. ഡോക്ടർ ഈ സത്യം അന്നേ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഒരു പാവം ചെറുപ്പക്കാരൻ ഇത്രയും നാൾ ജയിലിൽ കിടന്ന് നരകിക്കേണ്ടി വരില്ലായിരുന്നു. സോറി മിസ്റ്റർ കാശിനാഥൻ. സക്രിയ കുറ്റബോധത്തോടെ തല താഴ്ത്തി. ഞാൻ ഡോക്ടറെ കുറ്റപ്പെടുത്തിയതല്ല. എനിക്കറിയാം ഡോക്ടറുടെ മാനസികാവസ്ഥ. ആരായാലും ഫാമിലിയെ ഇല്ലായ്മ ചെയ്യുമെന്ന് പറയുമ്പോൾ ഭയന്നു പോകും. അതെ, എനിക്കും അതാണ് സംഭവിച്ചത്. എന്നെ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയിരുന്നെങ്കിൽ ഞാനത് വകവയ്ക്കില്ലായിരുന്നു. പക്ഷേ അറിയാം ഡോക്ടർ. എനിവേ താങ്ക്സ്. സക്രിയ കാറിൽ കയറിപ്പോയപ്പോൾ കാശിയും വന്ന് കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. ഒളിഞ്ഞിരിക്കുന്ന അപകടമറിയാതെ. സാറേ, കാശി സാറേ. പരിഭ്രമത്തോടെയുള്ള വിളി കേട്ട് കാശി വിൻഡോയിലൂടെ തല പുറത്തേക്കിട്ട് തിരിഞ്ഞു നോക്കി. ഒരു വൃദ്ധൻ പരിഭ്രമത്തോടെ ഓടി വരുന്നു. സാറേ, വണ്ടി എടുക്കരുത്. എന്താ സാറേ? ഒരാൾ കുറച്ചു മുമ്പ് കാറിൻ്റെ അടിയിൽ കയറി കിടക്കുന്നത് ഞാൻ കണ്ടു. അയാൾ എന്തോ കാറിൽ ചെയ്തിട്ടുണ്ട്. കാറിൻ്റെ അടിയിൽ നിന്ന് ഇറങ്ങിയ അയാൾ പെട്ടെന്നൊരു ബൈക്കിൽ കയറിപ്പോയി. മിക്കവാറും തൻ്റെ കാറിൻ്റെ ബ്രേക്ക് പൊട്ടിച്ചു കളഞ്ഞു കാണുമെന്ന് കാശി കണക്കുകൂട്ടി. നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. കാശി ആലോചനയോടെ വൃദ്ധൻ്റെ മുഖത്തേക്ക് നോക്കി. സാറിന് എന്നെ മനസ്സിലായില്ലേ? ഞാൻ കേശവൻ. എൻ്റെ മോൻ്റെ കേസ് സാറാണ് വാദിച്ചത്. അന്ന് സാർ ആ കേസ് ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ എൻ്റെ മോനിപ്പോൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല. സജീവൻ്റെ അച്ഛൻ. ആ, ഓർമ്മയുണ്ട്. നിങ്ങളെന്താ ഇവിടെ? ഞങ്ങളിപ്പോൾ ഇവിടെ സാറേ താമസം. വെളിയിൽ കാണുന്ന ചായക്കട എൻ്റെയാണ്. ഓഫീസിൽ ചായ കൊടുത്തിട്ട് വരുമ്പോഴാണ് അയാൾ കാറിൻ്റെ അടിയിൽ കിടക്കുന്നത് കണ്ടത്. ആരാണെന്ന് ചോദിക്കുന്നതിന് മുമ്പേ അയാൾ ബൈക്കിൽ കയറിപ്പോയി. ഇത് സാറിൻ്റെ കാറാണെന്ന് അറിഞ്ഞില്ല. ആരുടേതായാലും ആൾ വരുമ്പോൾ പറയാമെന്ന് കരുതി കാത്തു നിൽക്കുമായിരുന്നു ഞാൻ. ഓ താങ്ക്സ്, ഒരുപാട് നന്ദിയുണ്ട്. അയ്യോ സാർ, എന്നോട് നന്ദി പറയുന്നോ? അത് വേണ്ട സാറേ, ഞങ്ങളാണ് സാറിനോട് കടപ്പെട്ടിരിക്കുന്നവർ. അയാൾ കൃതജ്ഞയോടെ കാശിയെ നോക്കി. സാറ് വാ, കടയിലേക്കിരിക്കാം. എൻ്റെ മോൻ ഇവിടുത്തെ അടുത്തൊരു വർക്ക്ഷോപ്പിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ അവനെ വിളിക്കാം. അയാൾ കാറിൽ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ. അയാളെ ഇനിയും കണ്ടാൽ ചേട്ടന് തിരിച്ചറിയാൻ പറ്റുമോ? കടയിലേക്ക് നടന്നുകൊണ്ടിരുന്നപ്പോൾ കാശി ചോദിച്ചു. ഉവ്വ സാറേ, അവനെ എവിടെ വെച്ച് കണ്ടാലും ഞാൻ തിരിച്ചറിയും. അവൻ്റെ മുഖം ഞാൻ വ്യക്തമായി കണ്ടതാണ്. ഉയരം കുറഞ്ഞ് കറുത്തു മെലിഞ്ഞൊരുത്തനാണ്. അവൻ്റെ നെറ്റിയിൽ മുറിവുണങ്ങിയൊരു പാടുണ്ട്. അയാൾ കാശിയെയും കൂട്ടി ചായക്കടയിലേക്ക് ചെന്നിട്ട് അയാളുടെ മകനെ വിളിപ്പിച്ചു. 10 മിനിറ്റിനുള്ളിൽ തന്നെ സജീവെത്തി.
മോനെ, സാറിൻ്റെ കാറൊന്ന് നോക്കണം. ഒരാൾ അതിലെന്തോ ചെയ്തിട്ടുണ്ട്. വണ്ടി സാറ് കാണിച്ചു തരും. നിനക്ക് സാറിനെ മനസ്സിലായില്ലേ? സജീവനെ കണ്ടയുടനെ അയാൾ പറഞ്ഞു. പിന്നെ അറിയാതിരിക്കുമോ അച്ഛാ? സാറല്ലേ എൻ്റെ ജീവിതം തിരിച്ചു പിടിച്ചു തന്നത്. സാർ വണ്ടി കാണിച്ചു തന്നാട്ടെ. സജീവ് വളരെ വിനയത്തോടെ പറഞ്ഞു. കാശി അവനെയും കൂട്ടി തൻ്റെ കാറിൻ്റെ അടുത്തേക്ക് ചെന്നു. സാറേ, ബ്രേക്ക് ഇളക്കിയിട്ടിരിക്കുകയായിരുന്നു. ശരിയാക്കിയിട്ടുണ്ട്. കാറിനടിയിൽ നിന്നും എഴുന്നേറ്റ് വന്ന് സജീവ് പറഞ്ഞു. കാശി പേഴ്സിൽ നിന്നും 200 രൂപ എടുത്ത് അവൻ്റെ നേരെ നീട്ടി. കാശൊന്നും വേണ്ട സാറേ. ഞാൻ സാറിൻ്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങിച്ചാൽ അത് നന്ദികേടാവും. സാർ 1 രൂപ പോലും വാങ്ങാതെയാണ് എൻ്റെ കേസ് വാദിച്ചത്. അങ്ങനെയുള്ള സാറിൻ്റെ കയ്യിൽ നിന്നും എങ്ങനെ ഞാൻ പൈസ വാങ്ങിക്കും സാറേ? മാത്രമല്ല, അച്ഛനെങ്ങാനും അറിഞ്ഞാൽ എന്നെ കൊല്ലും. സജീവ് ചിരിയോടെ പറഞ്ഞത് കേട്ട് കാശി സ്നേഹത്തോടെ അവൻ്റെ തോളിൽ തട്ടി. ശേഷം കാറിൽ കയറി ഓടിച്ചുപോയി. കാശി തൻ്റെ ഓഫീസിലെത്തിയ ഉടനെ ജാവേദിനെ ഫോൺ ചെയ്തുണ്ടായ സംഭവങ്ങൾ പറഞ്ഞു. അയാൾക്ക് അവനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ കാശി? എല്ലാം കേട്ടുകഴിഞ്ഞ് ജാവേദ് ചോദിച്ചു. പറ്റുമെന്നാണ് കേശവൻ ചേട്ടൻ പറഞ്ഞത്. ഉയരം കുറഞ്ഞ് കറുത്തു മെലിഞ്ഞ ഒരുത്തനാണെന്ന്, നെറ്റിയിൽ മുറിവിൻ്റെ പാടുണ്ടെന്ന്. ആളെ മനസ്സിലായി കാശി? അതെങ്ങനെ? കാശി ആശ്ചര്യത്തോടെ ചോദിച്ചു. എടാ, അന്ന് നമ്മൾ കോഫി ഷോപ്പിൽ ഇരുന്നില്ലേ? അന്ന് നീ ശ്രദ്ധിച്ചോ എന്നറിയില്ല. നമ്മളിരുന്ന ടേബിളിൻ്റെ അടുത്ത ടേബിളിൽ അവനിരിപ്പുണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞതെല്ലാം കേട്ടിട്ട് അവനെ ജോലിക്ക് ഏർപ്പെടുത്തിയവനോട് വിളിച്ചു പറഞ്ഞു. ഓ, നീ അതിനാണല്ലേ പാർസൽ മറന്നു എന്ന് പറഞ്ഞ് അകത്തേക്ക് പോയത്? അവൻ ആരെയാണ് വിളിച്ചു പറഞ്ഞതെന്ന് പറഞ്ഞില്ലേ? ഞാൻ പിന്നെ അവനെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കോ? അവനെ ഏർപ്പാടാക്കിയതും അവൻ വിളിച്ചു പറഞ്ഞതും CI ദേവപ്രഭനെ. ദേവപ്രഭനെ ഇതിന് നിയോഗിച്ചത് മറ്റാരുമല്ല, നീ സംശയിക്കുന്നവർ തന്നെയാണ്. കുറച്ചു നേരത്തേക്ക് കാശി ഒന്നും മിണ്ടിയില്ല. അത് മനസ്സിലാക്കി ജാവേദ് ചോദിച്ചു. എന്താ കാശി, നിനക്ക് പേടി തോന്നുന്നുണ്ടോ? പേടിയോ? എനിക്കോ? ജനിച്ചാൽ ഒരു നാൾ മരിക്കണം. അതിത്തിരി നേരത്തെ ആയാലും താമസിച്ചാലും കാശിക്ക് ഒരുപോലെയാ. ഞാൻ ആലോചിച്ചതും മറ്റൊരു കാര്യമാണ് ജാവി. നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. ഓ, ഇപ്പോഴെങ്കിലും മച്ചാൻ എൻ്റെ ഹെൽപ്പ് ചോദിച്ചല്ലോ, സന്തോഷം. ആട്ടെ, എന്ത് ഹെൽപ്പാണാവോ വേണ്ടത്? അവിടുന്ന് കൽപ്പിച്ചാലും. അടിയനെ കൊണ്ട് ചെയ്തു തരാൻ പറ്റുന്നതാണെങ്കിൽ അടിയൻ സാധിച്ചു തരാം. ജാവേദ് കളിയാക്കുന്നത് പോലെ പറഞ്ഞത് കേട്ട് കാശിയും ചിരിച്ചു. പറ, എന്ത് ഹെൽപ്പാണ് നിനക്ക് ഞാൻ ചെയ്തു തരേണ്ടത്? ജാവേദ് ഗൗരവത്തിലായി. 2000 ജൂൺ 28, 29, 30 തീയതികളിലെ കാഞ്ഞങ്ങാട് തിരുവനന്തപുരം എഡിഷനിലെ എല്ലാ പത്രങ്ങളുടെയും ഓരോ കോപ്പി എനിക്ക് വേണം. അത് ഞാൻ അന്വേഷിച്ചിറങ്ങിയാൽ എനിക്ക് കിട്ടില്ല. അതിപ്പോൾ തന്നെ ബ്ലോക്കാക്കി വച്ചിട്ടുണ്ടാവും. മനസ്സിലായി. നിനക്ക് എന്നത്തേക്ക് വേണം? അടുത്ത മാസം 23-ാം തീയതിക്ക് മുമ്പ്. കഴിവതും നേരത്തെ കിട്ടിയാൽ അത്രയും നന്ന്. ഏറ്റു. നിനക്ക് വേണ്ടുന്ന എല്ലാ എവിഡൻസും ഒരാഴ്ചക്കുള്ളിൽ നിന്റെ മുന്നിലെത്തിയിരിക്കും. താങ്ക്സ് മച്ചാ. താങ്ക്സ് ഒക്കെ നീ വെച്ചോ. ഈ കഥയിലെ ഹീറോ നീയാണ്, ഞാൻ വെറും ഗസ്റ്റ്. എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താണാവോ അങ്ങയുടെ ആഗ്രഹം? അവിടുന്ന് അരുൾ ചെയ്താലും പ്രഭു. തിരിച്ചിട്ട് പണിയുന്നോടാ പുല്ലേ. ഒരു കേസ് നമുക്ക് ഒരുമിച്ച് അന്വേഷിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. എത്രയും പെട്ടെന്ന് നിൻ്റെ ആഗ്രഹം സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം മോനെ. അപ്പോൾ ശരിയടാ, ഞാൻ പറഞ്ഞത് മറക്കണ്ട. ഓക്കെ, ശരി. ഒരാഴ്ചയ്ക്കുള്ളിൽ സാധനം നിൻ്റെ മേശപ്പുറത്ത് എത്തിയിരിക്കും. കോള് കട്ട് ചെയ്ത ശേഷം കാശി ചേറിൽ ചാരിയിരുന്ന് നെടുവീർപ്പിട്ടു. ജാവേദിൻ്റെ ആഗ്രഹം പോലെ താനും അവനും ചേർന്നൊരു കേസ് അന്വേഷിക്കാൻ കഴിയുമോ? 15-ാം തീയതി കോടതിയിൽ നിന്ന് സമൻസ് അയച്ചതിൽ പ്രകാരം DYSP പിന്നെ സേനനും CI ദേവപ്രഭനും കോടതിയിൽ എത്തിച്ചേർന്നിരുന്നു. കാറിൽ നിന്നിറങ്ങിയ കാശിയെ കണ്ട് ദേവപ്രഭന്റെ മുഖം കടന്നിൽ കുത്തേറ്റതുപോലെ വീർത്തു. വരാന്തയിൽ നിൽക്കുന്ന സേനനെയും ദേവപ്രഭനെയും കാശിയും കണ്ടു. കാശി ദേവപ്രഭനെ നോക്കി പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് തലയാട്ടി. ആ തലയാട്ടലിൽ കാശി തന്നെ ഇന്ന് വറുത്തു കോരുമെന്ന് ദേവപ്രഭന് മനസ്സിലായി. അയാളുടെ മുഖം ഒന്നുകൂടി കടുത്തു. ആദ്യത്തെ കേസ് തന്നെ കാശിയുടേതായിരുന്നു. പോലീസ് വിനയനെ പ്രതിക്കൂട്ടിലേക്ക് കയറ്റി നിർത്തി. തളിയിലിൽ ഗംഗാധര മകൻ സേനൻ ഹാജരുണ്ടോ? 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 ബെഞ്ച് ക്ലർക്ക് വിളിച്ചു ചോദിച്ചത് കേട്ട് സേനൻ കോടതിയെ വണങ്ങിക്കൊണ്ട് സാക്ഷിക്കൂട്ടിലേക്ക് കയറി നിന്നു. കളരിയിൽ പ്രഭാകര മകൻ ദേവപ്രഭൻ ഹാജരുണ്ടോ? 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 ബെഞ്ച് ക്ലർക്ക് വീണ്ടും വിളിച്ചു ചോദിച്ചത് കേട്ട് ദേവപ്രഭനും കോടതിയെ വണങ്ങി സേനനൊപ്പം കയറി നിന്നു. കാശി തൻ്റെ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് നെക്ക് ബാൻഡും ഗൗണും നേരെയാക്കി സേനൻ്റെയും ദേവപ്രഭൻ്റെയും അടുക്കൽ ചെന്നു. DYSP സേനനല്ലേ? അതെ. CI ദേവപ്രഭൻ? അതെ. നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ സർവീസിലുണ്ടോ അതോ? കാശി പൂർത്തിയാക്കാതെ ഇരുവരെയും നോക്കി. അല്ല, ഒരു കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ വിധേയമായി സസ്പെൻഷനിലാണ്. മറുപടി പറഞ്ഞത് സേനനായിരുന്നു. ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് സസ്പെൻഷനിലായത്? കാശിയുടെ ചോദ്യത്തിന് ഇരുവരും മറുപടി പറഞ്ഞില്ല. പറയണം മിസ്റ്റർ, ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ സസ്പെൻഷനിലായത്? ഈ കേസുമായി ബന്ധപ്പെട്ട്. ഈ നിൽക്കുന്ന വിനയനെ മിസ്റ്റർ ദേവപ്രഭനല്ലേ അറസ്റ്റ് ചെയ്തത്? അതെ. എന്തായിരുന്നു വിനയനെതിരെ ചുമത്തിയ കുറ്റം? മോഷണ ശ്രമത്തിനിടെ 2 വൃദ്ധ ദമ്പതികളെ തലക്കടിച്ചു കൊന്നു. അവിടെ സത്യത്തിൽ മോഷണം നടന്നിരുന്നോ? ഉവ്. അവിടെ ഉണ്ടായിരുന്ന 50 പവൻ സ്വർണമാണ് പ്രതി മോഷ്ടിച്ചത്. തൊണ്ടി മുതൽ പ്രതി എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന വിനയന്റെ പക്കൽ നിന്ന് പോലീസ് കണ്ടെടുത്തിരുന്നോ മിസ്റ്റർ ദേവപ്രഭൻ? മുഴുവനായും കണ്ടെടുക്കാൻ സാധിച്ചില്ല. 5 പവൻ കണ്ടെടുത്തു. അത് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ബാക്കി എന്ത് ചെയ്തെന്ന് വിനയൻ പറയുകയോ നിങ്ങൾ പോലീസുകാർ കണ്ടെത്തുകയോ ചെയ്തിട്ടില്ല അല്ലേ? അത്
പ്രതി മറ്റാർക്കോ വിൽക്കുകയോ കൈമാറുകയോ ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം തൊണ്ടി മുതൽ കണ്ടെത്താൻ കഴിയാത്തതും പ്രതിയെന്ന് നിങ്ങൾ മുദ്ര കുത്തി വിനയനെ കൊണ്ട് സത്യം പറയിക്കാൻ കഴിയാത്തതും പോലീസിന്റെ പിടിപ്പുകേടല്ലേ മിസ്റ്റർ ദേവപ്രഭൻ? അല്ല, അത് പിന്നീട് കണ്ടെത്തിയിരുന്നു. മംഗലാപുരത്തെ ഒരു മാർവാടിക്കാണ് പ്രതി സ്വർണം വിറ്റത്. മിസ്റ്റർ ദേവപ്രഭൻ പറഞ്ഞത് ശരിയാണോ മിസ്റ്റർ സേനൻ? കാശി സേനനെ നോക്കി. സേനൻ അതേയെന്ന് പറഞ്ഞു. എന്നിട്ട് എന്തുകൊണ്ട് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ആ പേര് സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തിയില്ല? അതിന് എന്ത് മറുപടി പറയണമെന്നറിയാതെ സേനനും ദേവപ്രഭനും നിന്നു പരിങ്ങി. മറന്നുപോയതാവല്ലേ? അതെ. അതുപോട്ടെ, മാർവാടിക്ക് എത്ര പവൻ സ്വർണം കൊടുത്തുവെന്നാണ് മാർവാടി പറഞ്ഞത് മിസ്റ്റർ ദേവപ്രഭൻ? 50 പവൻ. ഉറപ്പാണോ? അതെ. വിനയനെ പോലീസ് അറസ്റ്റ് ചെയ്തതെന്നാണ്? അന്ന് തന്നെ അറസ്റ്റ് ചെയ്തു. അതായത് ജൂൺ 30-നല്ലേ? അതെ. നോട്ട് ദ പോയിന്റ് യുവർ ഓണർ. അന്വേഷണ ഉദ്യോഗസ്ഥരായി ഇവർ തന്നെ പറയുന്നു പ്രതി എന്ന് ആരോപിക്കപ്പെട്ട എൻ്റെ കക്ഷി വിനയൻ 50 പവൻ സ്വർണം മോഷ്ടിക്കാൻ വേണ്ടി കരുണാകരൻ ഭവാനിയമ്മ എന്ന വൃദ്ധ ദമ്പതികളെ കൊലപ്പെടുത്തിയെന്ന്. 5 പവൻ സ്വർണം വിനയൻ്റെ പക്കലിൽ നിന്ന് പോലീസ് തൊണ്ടി മുതലായി കണ്ടെടുത്തുവെന്നും ബാക്കി സ്വർണം മംഗലാപുരത്തുള്ള ഏതോ മാർവാടിക്ക് വിറ്റുവെന്നും വിനയൻ്റെ പക്കലിൽ നിന്ന് കണ്ടെടുത്ത 5 പവനും മാർവാടിക്ക് കൊടുത്തുവെന്നാണ് പോലീസ് പറയുന്നത്. 50 പവനും കൂടി ചേർക്കുമ്പോൾ ആകെ മൊത്തം 55 പവൻ സ്വർണമാണ് കാണേണ്ടത്. പോലീസ് തന്നെ അടിവരയിട്ട് പറയുന്നു കൊലപാതകം നടന്ന വീട്ടിൽ നിന്ന് മോഷണം പോയത് 50 പവൻ സ്വർണമാണെന്ന്. അപ്പോൾ വിനയൻ്റെ പക്കലിൽ നിന്ന് കണ്ടെടുത്ത 5 പവൻ കഴിച്ചാൽ ബാക്കി 45 പവൻ സ്വർണമാണ് കാണേണ്ടത്. ബാക്കി 5 പവൻ എവിടുന്ന് വന്നു? മാത്രമല്ല, വിനയനെ ജൂൺ 30-ന് രാവിലെ 11 മണിക്ക് പോലീസ് അറസ്റ്റ് ചെയ്തതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊലപാതകങ്ങൾ നടക്കുന്നത് ജൂൺ 29-ന് രാത്രി 10:30-നും 11-നും ഇടയിലാണ്. കൊലപാതകങ്ങൾ നടന്ന സ്പോട്ടിൽ നിന്ന് 500 കിലോമീറ്ററിലധികം ദൂരമുണ്ട് മംഗലാപുരത്തിന്. പ്രതിയെന്ന് ആരോപിക്കപ്പെട്ട എൻ്റെ കക്ഷി വിനയന് സ്വന്തമായ ഒരു സൈക്കിൾ പോലുമില്ലാത്ത സാഹചര്യത്തിൽ ഇത്രയും കിലോമീറ്റർ ദൂരം എങ്ങനെ പോയി സ്വർണം വിറ്റിട്ട് തിരിച്ചു വന്ന് പോലീസിന് പിടികൊടുത്തുവെന്ന് പോലീസ് തന്നെ തെളിയിക്കേണ്ടിയിരിക്കുന്നു യുവർ ഓണർ. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എൻ്റെ കക്ഷി നിരപരാധിയാണെന്നും എൻ്റെ കക്ഷിക്കെതിരെ പോലീസ് മറ്റാർക്കു വേണ്ടി കുറ്റം അടിച്ചേൽപ്പിച്ചതാണെന്നും. കാശി വീണ്ടും സേനൻ്റെയും ദേവപ്രഭൻ്റെയും നേരെ തിരിഞ്ഞു. കഴിഞ്ഞ തവണ എൻ്റെ കാറിൻ്റെ ബ്രേക്ക് അഴിച്ചുവിട്ടതും അന്നൊരിക്കൽ മാടിശ്ശേരി തറവാട്ടിൽ ഞാനെത്തിയപ്പോൾ 2 പേരെ എന്നെ കൊല്ലാനായി പറഞ്ഞയച്ചതും നീയല്ലേ ദേവപ്രഭ? അതാർക്ക് വേണ്ടിയായിരുന്നു? ശ്രീധരപ്പണിക്കർ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. യുവർ ഓണർ, കേസുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ അഡ്വക്കേറ്റ് കാശിനാഥൻ ബഹുമാനപ്പെട്ട കോടതിയുടെ വിലപ്പെട്ട സമയം പാഴാക്കി കളയുകയാണ് യുവർ ഓണർ. നോ യുവർ ഓണർ, എനിക്കെതിരെ ഇവർ 2 പ്രാവശ്യം വധശ്രമം നടത്താൻ നോക്കി. അത് ആർക്ക് വേണ്ടിയായിരുന്നോ അവർക്ക് വേണ്ടി തന്നെയാണ് മാടിശ്ശേരി ഇരട്ട കൊലപാതക കേസും വിനയൻ്റെ തലയിൽ വച്ച് കെട്ടിയത്. അതാരാണെന്ന് ഇവർ പറഞ്ഞില്ലെങ്കിൽ വിനയൻ പറയും അതാരാണെന്ന്. പറയൂ വിനയ, ആരാണവർ? കാശി വിനയനെ നേരെ തിരിഞ്ഞു. ഞെട്ടലോടെ സേനനും ദേവപ്രഭനും വിനയനെ തുറച്ചു നോക്കി. പറയൂ വിനയ, അന്ന് ആരെയാണ് വിനയൻ കണ്ടത്? എന്താണ് കണ്ടത്? വിശദമായി പറയൂ. കാശി വിനയൻ്റെ അടുത്ത് ചെന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. അന്ന് അവിടെ കണ്ടത് ശ്രീനാഥ് സാറിനെയും രവീന്ദ്രൻ സാറിനെയുമാണ്. ഈ ശ്രീനാഥാൻ്റെ രവീന്ദ്രൻ എന്ന് പറയുന്നത് ഭരണപക്ഷ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും പ്രതിപക്ഷ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുമായവരെയാണോ വിനയൻ ഉദ്ദേശിക്കുന്നത്? അതെ. എന്താണ് വിനയൻ കണ്ടത്? ഒബ്ജക്ഷൻ യുവർ ഓണർ. സമൂഹത്തിലുള്ള മാന്യന്മാരെ മനഃപൂർവ്വം കരിവാരി തേക്കാനും അപമാനിക്കാനുമാണ് അഡ്വക്കേറ്റ് കാശിനാഥനും അയാളുടെ കക്ഷി വിനയനും കൂടി ശ്രമിക്കുന്നത്. പെട്ടെന്ന് ശ്രീധരപ്പണിക്കർ ചാടി എഴുന്നേറ്റ് പറഞ്ഞു. മിസ്റ്റർ പ്രോസിക്യൂട്ടർ, അയാൾക്ക് പറയാനുള്ളത് പറയാനൊരു അവസരം കൊടുക്കൂ. ഇവിടെ കൂടിയിരിക്കുന്നവർക്കും കാണില്ലേ അയാൾക്ക് എന്താണ് പറയാനുള്ളതെന്ന ആകാംക്ഷ. അതെന്താണെന്ന് കേട്ടിട്ട് പോരെ? ഒബ്ജക്ഷൻ. ഒബ്ജക്ഷൻ ഡിസ്മിസ്. യു കണ്ടിന്യൂ. പറയൂ വിനയ, എന്താണ് അവിടെ കണ്ടത്? വിനയൻ അവിടെ എന്താണോ കണ്ടത് അത് വിശദമായി പറയൂ. ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ആരും വിനയനെ ഒന്നും ചെയ്യില്ല. കാശി വിനയനെ പ്രേരിപ്പിച്ചു. ഞാനവിടെ ചെല്ലുമ്പോൾ ശ്രീനാഥ് സാറും രവീന്ദ്രൻ സാറും ഇറങ്ങിപ്പോകുന്നതാണ് കണ്ടത്. ശ്രീനാഥ് സാറിൻ്റെ കയ്യിലൊരു കമ്പിവടിയും ഉണ്ടായിരുന്നു. അതിൽ നിന്നും ചോര ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അവർ വിനയനെ കണ്ടോ? ഇല്ല. കണ്ടിരുന്നെങ്കിൽ അവർ എന്നെയും കൊല്ലുമായിരുന്നു. ഞാൻ മറഞ്ഞു നിന്നാണ് അവരെ കണ്ടത്. എന്നിട്ട് അവർ പോയ ശേഷം ഞാൻ അകത്ത് കയറി നോക്കിയപ്പോൾ വല്യപ്പനും വല്യമ്മയും ചോരയിൽ കുളിച്ച് കിടക്കുന്നതാണ് കണ്ടത്. ഞാൻ പേടിച്ച് എൻ്റെ വീട്ടിൽ പോയിരുന്നു. ഇത്രയും പറയുമ്പോൾ തന്നെ വിനയൻ പേടികൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് വിനയൻ നാട്ടുകാരെ അറിയിച്ചില്ല? പേടിച്ചെനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു സാർ. പിറ്റേന്ന് പോലീസ് വന്ന് പിടിച്ചപ്പോൾ അവരോട് ഞാൻ പറഞ്ഞതായിരുന്നു. അവർ അതിനെന്നെ പൊതിരെ തല്ലി. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. കാശി സ്വന്തം ഇരിപ്പിടത്തിലേക്ക് പോയിരുന്നു. മിസ്റ്റർ പ്രോസിക്യൂട്ടർ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ശിവരാമൻ ശ്രീധരപ്പണിക്കരെ നോക്കി ചോദിച്ചു. യെസ് യുവർ ഓണർ. ശ്രീധരപ്പണിക്കർ എഴുന്നേറ്റ് വിനയൻ്റെ അടുത്തേക്ക് ചെന്നു. ബഹുമാനപ്പെട്ട കോടതിയിൽ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ആരാണ് വിനയനെ പറഞ്ഞു പഠിപ്പിച്ചത്? എന്നെ ആരും പറഞ്ഞു പഠിപ്പിച്ചതല്ല. ഞാൻ സത്യമാണ് പറഞ്ഞത്. എന്നിട്ട് എന്തുകൊണ്ട് ഇവിടെ വിളിച്ചു പറഞ്ഞ സത്യങ്ങൾ സെഷൻസ് കോടതിയിൽ വിളിച്ചു പറഞ്ഞില്ല? കോടതിയിൽ വാ തുറന്നാൽ ജയിലിലിട്ട് എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതുകൊണ്ട്. ആര് ഭീഷണിപ്പെടുത്തി? ശ്രീനാഥും രവീന്ദ്രനുമോ? അല്ല, CI ദേവപ്രഭൻ സാർ.
എന്നിട്ടിപ്പോൾ സെഷൻസ് കോടതിയിൽ പറയാൻ ധൈര്യമില്ലാതിരുന്ന സത്യങ്ങൾ ഇവിടെ വിളിച്ചു പറയാൻ എങ്ങനെ ധൈര്യം വന്നു? അതോ ഇപ്പോൾ ഭീഷണിയില്ലേ? എനിക്ക് വേണ്ടി വാദിക്കുന്നത് കാശിനാഥൻ വക്കീലാണെന്നുള്ള ധൈര്യം കൊണ്ട് വിനയൻ ഉറച്ച ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ശ്രീനാഥനെയും രവീന്ദ്രനെയും താൻ എവിടെ വെച്ച് കണ്ടു എന്ന് പറഞ്ഞത് സത്യമല്ലല്ലോ വിനയ? അന്നവർ കാഞ്ഞങ്ങാടും തിരുവനന്തപുരത്തുമായിരുന്നല്ലോ. പിന്നെങ്ങനെ വിനയൻ അവരെ അവിടെ വെച്ച് കാണും? ശ്രീധരപ്പണിക്കർ പരിഹാസ രൂപേണ വിനയനെ നോക്കി. ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ കണ്ടത് അവരെ തന്നെയാണ് യുവർ ഓണർ. ശ്രീനാഥും രവീന്ദ്രനും അന്നേ ദിവസം രാത്രി 8 മണിക്കും 9 മണിക്കും അവരുടെ പാർട്ടികളുടെ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഫോട്ടോഗ്രാഫ്സ് രവീന്ദ്രൻ കാഞ്ഞങ്ങാടും ശ്രീനാഥ് തിരുവനന്തപുരത്തുമായിരുന്നു. ശ്രീധരപ്പണിക്കർ തന്റെ ഫയലിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്ത് ബെഞ്ച് ക്ലർക്ക് മുഖേന ശിവരാമനെ ഏൽപ്പിച്ചു. ശ്രീധരപ്പണിക്കർ വീണ്ടും തുടർന്നു. യുവർ ഓണർ, ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം മാന്യന്മാരും രാഷ്ട്രീയ പ്രവർത്തകരുമായ ശ്രീനാഥിനെയും രവീന്ദ്രനെയും അപകീർത്തിപ്പെടുത്തുവാനും അപമാനിക്കുവാനുമാണ് അഡ്വക്കേറ്റ് കാശിനാഥനും പ്രതി വിനയനും കൂടി ശ്രമിക്കുന്നതെന്ന്. ഒബ്ജക്ഷൻ യുവർ ഓണർ. പെട്ടെന്ന് കാശി എഴുന്നേറ്റ് പറഞ്ഞു. ഒബ്ജക്ഷൻ 16. ശിവരാമൻ കാശിക്ക് അനുമതി കൊടുത്തു. യുവർ ഓണർ, ഇതിനു മുമ്പ് ഇവിടെ എൻ്റെ കക്ഷി വിനയൻ അവരുടെ പേര് പറഞ്ഞിട്ടില്ല. പിന്നെങ്ങനെ ബഹുമാനപ്പെട്ട പ്രോസിക്യൂട്ടർക്ക് മനസ്സിലായി വിനയൻ ആ പേരുകൾ ഇവിടെ പറയുമെന്ന്? അത് മനസ്സിലാക്കിയിട്ടാണല്ലോ ബഹുമാനപ്പെട്ട പ്രോസിക്യൂട്ടർ ആ ഫോട്ടോഗ്രാഫ്സ് ഇപ്പോൾ ഹാജരാക്കിയത്. അപ്പോൾ പ്രോസിക്യൂട്ടർക്കും അറിയാം യഥാർത്ഥ പ്രതികൾ അവരാണെന്നല്ലേ? ശ്രീധരപ്പണിക്കർ അമ്പരപ്പോടെ കാശിയെ നോക്കി. താൻ ചെയ്ത അബദ്ധം എന്താണെന്ന് അയാൾക്ക് മനസ്സിലായി. കാശി വീണ്ടും തുടർന്നു. യുവർ ഓണർ, ബഹുമാനപ്പെട്ട പ്രോസിക്യൂട്ടർ പറഞ്ഞത് സത്യമാണ്. ശ്രീധരപ്പണിക്കർ തെല്ല ആശ്വാസത്തോടെ കാശി എന്താണ് പറയുന്നതെന്നറിയാതെ അമ്പരന്ന് നിന്നു. ശിവരാമനും ഒന്നും മനസ്സിലാവാതെ കാശിയെ നോക്കി. കാശി വീണ്ടും തുടർന്നു. യുവർ ഓണർ, അവർ മീറ്റിംഗിൽ പങ്കെടുത്തുവെന്ന് പറഞ്ഞത് സത്യമാണ്. പക്ഷേ ജൂൺ 29-നല്ല. അവർ പങ്കെടുത്ത മീറ്റിംഗുകൾ നടന്നത് 27-ാം തീയതിയായിരുന്നു. ഇത് 27-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രങ്ങളാണ്. 27-ാം തീയതിയിലെ പത്രങ്ങളിലല്ലാതെ മറ്റൊരു പത്രങ്ങളിലും അങ്ങനൊരു പാർട്ടി മീറ്റിംഗ് നടന്നതായിട്ട് റിപ്പോർട്ടില്ല. കാശി തൻ്റെ കയ്യിലിരുന്ന പത്രങ്ങൾ ഹാജരാക്കി. യുവർ ഓണർ, അത് ചിലപ്പോൾ സത്യമായിരിക്കാം. എങ്കിലും കുറ്റം ചെയ്തത് ശ്രീനാഥും രവീന്ദ്രനുമാണെന്നതിന് തെളിവുകളില്ലല്ലോ. വെറും ആരോപണം മാത്രമേ ഉന്നയിച്ചിട്ടുള്ളൂ. മാത്രമല്ല പ്രതി വിനയനല്ലെന്ന് തെളിയിക്കാൻ ഇതുവരെയും ഒരു തെളിവുകളും ബഹുമാനപ്പെട്ട കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല യുവർ ഓണർ. യുവർ ഓണർ, കൊലപാതകം ചെയ്തത് വിനയനല്ല എന്നതിനൊരു തെളിവുണ്ട് യുവർ ഓണർ, ഒരു സാക്ഷി. ബഹുമാനപ്പെട്ട പ്രോസിക്യൂട്ടർ വേണമെങ്കിൽ ആ സാക്ഷിയെ ഇപ്പോൾ വിസ്തരിക്കാം. ആ സാക്ഷി ഇവിടെ തന്നെയുണ്ട്. മിസ്റ്റർ കാശിനാഥൻ, ആരാണ് പുതിയ സാക്ഷി? സാക്ഷി ഇവിടെ ഉണ്ടെങ്കിൽ ഹാജരാക്കൂ, ശിവരാമൻ കാശിയോട് പറഞ്ഞു. ശ്രീനാഥിന്റെ മകൾ BSc നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന രേണുക. കാശി പറഞ്ഞത് കേട്ട് ഞെട്ടലോടെ ശ്രീധരപ്പണിക്കർ അവനെ നോക്കി നിന്നു. മിസ്റ്റർ കാശിനാഥൻ, സാക്ഷി ഇവിടെ തന്നെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? എങ്കിൽ ഹാജരാക്കൂ. ശിവരാമന്റെ അനുമതി കിട്ടിയുടൻ കാശി വാതിലിന്റെ നേരെ നടന്നു. എല്ലാവരുടെയും കണ്ണുകൾ വാതിലിന് നേർക്കായിരുന്നു. എന്നാൽ ശ്രീധരപ്പണിക്കർ മാത്രം വാതിൽക്കലേക്ക് നോക്കാതെ തലയും കുനിച്ച് വിഷമിച്ചു നിന്നു. കാശിയുടെ ഒപ്പം വരുന്ന യുവതിയിൽ ഏവരുടെയും കണ്ണുകളുടക്കി. പലർക്കും ആശ്ചര്യമായിരുന്നു. ചിലർ പരസ്പരം മുറുമുറുത്തു. കാശി രേണുകയെ സാക്ഷിക്കൂട്ടിലേക്ക് കയറ്റി നിർത്തി. അവൾ കോടതിയെ വണങ്ങി. ബെഞ്ച് ക്ലർക്ക് ഭഗവത്ഗീത നീട്ടി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. അതവൾ ഏറ്റുചൊല്ലി. മിസ്റ്റർ പ്രോസിക്യൂട്ടർ, താങ്കൾക്ക് സാക്ഷിയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലാവാം. ശിവരാമൻ പറഞ്ഞത് കേട്ട് ശ്രീധരപ്പണിക്കർ തല കുലുക്കിയിട്ട് ടേബിളിലിരുന്ന വാട്ടർ ബോട്ടിലെടുത്ത് ഒരു കവിൾ വെള്ളം കുടിച്ചു. പിന്നെ രേണുകയുടെ അടുത്തേക്ക് ചെന്നു. എന്താണ് കുട്ടിയുടെ പേര്? രേണുക ശ്രീനാഥ്. രേണുക എന്ത് ചെയ്യുന്നു? ഞാൻ BSc നഴ്സിംഗ് പഠിക്കുന്നു ബാംഗ്ലൂരിൽ. ആ നിൽക്കുന്ന ആളെ രേണുകയ്ക്ക് അറിയോ? അറിയാം, വിനയൻ. എങ്ങനെ അറിയാം? മാടിശ്ശേരി തറവാട്ടിലെ പുറംപണി ചെയ്യുന്നത് വിനയനാണ്. കൂടാതെ ചിലപ്പോഴൊക്കെ എൻ്റെ വീട്ടിലും അച്ഛൻ ജോലിക്ക് കൊണ്ടുവരാറുണ്ട്. മാടിശ്ശേരി തറവാട്ടിലെ കൊലപാതകങ്ങൾ ചെയ്തത് വിനയനല്ലെന്ന് രേണുക വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. രേണുകയുടെ ഓരോ മറുപടിയും ഉറപ്പുള്ളതായിരുന്നു. വിനയനല്ല കൊലപാതകങ്ങൾ ചെയ്തതെന്ന് രേണുക വിശ്വസിക്കാനുള്ള കാരണം അന്ന് രാത്രിയിൽ വിനയൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട്. മനസ്സിലായില്ല, തെളിയിച്ചു പറയൂ. അന്ന് രാത്രി 8 മണി മുതൽ 10 മണി വരെ വിനയൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എവിടെ? എൻ്റെ വീടിന് പിന്നിലുള്ള ചായ്പിൽ. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? മറുപടി പറയാനൊന്നും മടിച്ചു. പറയൂ മിസ് രേണുക, നിങ്ങളവിടെ എന്ത് ചെയ്യുകയായിരുന്നു? അവൾ വിനയനെ നോക്കി. അവൻ വേണ്ടെന്ന് തലയാട്ടി. ഞാനും വിനയനും ഇഷ്ടത്തിലാണ്. പ്രണയിക്കുന്ന ഒരാണും പെണ്ണും രാത്രിയിൽ ആരും കാണാൻ പാടില്ലാത്ത സ്ഥലത്ത് ഒരുമിച്ചുണ്ടായാൽ അവിടെ എന്താണ് നടക്കുന്നതെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? യു മീൻ സെക്സ്? യെസ്, രേണുക ധൈര്യസമേതം പറഞ്ഞത് കേട്ട് ശ്രീധരപ്പണിക്കർ മാത്രമല്ല അവിടെയുണ്ടായിരുന്ന സകലരും ആശ്ചര്യത്തോടെ രേണുകയെ നോക്കി. അവൾ ഒരു കൂസലുമില്ലാതെ തല ഉയർത്തി തന്നെ നിന്നു. യുവർ ഓണർ, പ്രതി വിനയനല്ലായിരിക്കാമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. സ്വന്തം കക്ഷിയെ രക്ഷിക്കാൻ വേണ്ടി അഡ്വക്കേറ്റ് കാശിനാഥൻ രേണുകയെ കൊണ്ട് പറയിപ്പിക്കുന്നതാണെന്നാണ് എൻ്റെ വിശ്വാസം. രേണുകയും വിനയനും തമ്മിൽ ചിലപ്പോൾ പ്രണയത്തിലായിരിക്കാം. അതിൻ്റെ പേരിൽ രേണുകയെ പ്രലോഭിപ്പിച്ചോ ഭീഷണിപ്പെടുത്തിയോ ആവാം ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചത്. മിസ്റ്റർ പ്രോസിക്യൂട്ടർ, ഒരു അവിവാഹിതയായ വിദ്യാഭ്യാസമുള്ള പെൺകുട്ടി ഒരു കോടതി മുറിയിൽ കയറി ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച്
താൻ അന്യപുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്ന് ധൈര്യസമേതം പറയണമെങ്കിൽ അത് ഭീഷണിപ്പെടുത്തിയിട്ടോ പ്രലോഭിപ്പിച്ചോ ആണെന്ന് വിശ്വസിക്കാൻ കോടതിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. താങ്കൾക്ക് മറ്റെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ. ശിവരാമൻ കടുത്ത സ്വരത്തിൽ തന്നെ ശ്രീധരപ്പണിക്കരോട് പറഞ്ഞു. യുവർ ഓണർ, മിസ് രേണുക പറഞ്ഞത് ചിലപ്പോൾ ശരിയായിരിക്കാം. എങ്കിലും പ്രതികൾ ശ്രീനാഥും രവീന്ദ്രനുമാണെന്നതിനുള്ള തെളിവുകളൊന്നുമില്ലല്ലോ. രേണുകയോടൊപ്പം 10 മണിവരെ വിനയൻ ഉണ്ടായിരുന്നുവെന്ന് രേണുക പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നും തിരികെ പോയ പ്രതി വിനയൻ അവരെ കൊന്നതായി കൂടെ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണം നടന്നത് രാത്രി 10-നും 10:30-ക്കും ഇടയ്ക്കാണെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് പ്രതി വിനയനല്ലാതാവുന്നില്ല. അതുകൊണ്ട് യഥാർത്ഥ പ്രതികളെ പോലീസ് കണ്ടെത്തുന്നതുവരെ പ്രതിയെന്ന് സംശയിക്കുന്ന വിനയൻ ജയിലിൽ തന്നെ തുടരണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. ശ്രീധരപ്പണിക്കർ പറഞ്ഞിട്ട് തിരിഞ്ഞതും കാശി എഴുന്നേറ്റു. രേണുക ഇപ്പോൾ എവിടെ നിന്നാണ് വരുന്നത്? സ്വന്തം വീട്ടിൽ നിന്നാണോ അതോ മറ്റെവിടെയെങ്കിലും നിന്നോ? കാശി രേണുകയുടെ അടുത്ത് ചെന്ന് അവളോട് ചോദിച്ചു. ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നാണ് വരുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് രേണുക എന്നാണ് നാട്ടിൽ വന്നത്? മിനിഞ്ഞാന്ന്. എന്നിട്ട് എന്തുകൊണ്ട് വീട്ടിൽ പോയില്ല? വീട്ടിൽ പോയാൽ എനിക്ക് ഇവിടെ വന്ന് സത്യം പറയാൻ കഴിയില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് പോയില്ല. എന്തുകൊണ്ട് ഇവിടെ പറഞ്ഞ സത്യങ്ങൾ സെഷൻസ് കോടതിയിലും പോലീസുകാരോടും പറഞ്ഞില്ല? പോലീസുകാരോട് ഞാൻ ആ കാര്യം പറഞ്ഞതാണ്. പക്ഷേ DYSPയും CIയും അച്ഛൻ്റെ ഫ്രണ്ട്സാണ്. അവർ അതൊന്നും ചെവി കൊണ്ടില്ല. കോടതിയിൽ പറയാൻ അവർ സമ്മതിച്ചില്ല. പോരാത്തതിന് പ്രോസിക്യൂട്ടറെയും വിനയന് വേണ്ടി വാദിച്ച വക്കീലിനെയും അച്ഛനും രവീന്ദ്രനെങ്കിലും ചേർന്ന് വിലക്കെടുത്തിരുന്നു. പിന്നെ ഇപ്പോൾ ഇവിടെ പറയാനുണ്ടായ കാരണം വിനയന് വേണ്ടി വാദിക്കുന്നത് താങ്കളാണെന്നറിഞ്ഞപ്പോൾ ഞാൻ ആദ്യം വന്നത് താങ്കളുടെ അടുത്തേക്കാണ്. എങ്ങനെയും വിനയനെ രക്ഷിക്കണമെന്ന് പറയാൻ. രേണുക ശിവരാമനെ നോക്കി തുടർന്നു. ശ്രീധരനങ്ങൾ പറഞ്ഞതുപോലെ എന്നെ കാശിനാഥൻ വക്കീൽ കാണുകയോ ഭീഷണിപ്പെടുത്തുകയോ പ്രലോഭിപ്പിക്കുകയോ ചെയ്തിട്ടില്ല സാർ. ഞാനാണ് അദ്ദേഹത്തോട് വിനയനെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചത്. കാരണം വിനയൻ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണ്. കാശിയും ശ്രീധരപ്പണിക്കരും ശിവരാമനും വിനയനും ഉൾപ്പെടെ സകലരും ഞെട്ടലോടെ രേണുകയെ നോക്കി. രേണുക പറഞ്ഞത് കേട്ട് കോടതി മുറിയിൽ കൂടിയിരുന്നവർ അവൾ പറഞ്ഞത് വിശ്വസിക്കാനാവാതെ രേണുകയെയും വിനയനെയും മാറി മാറി നോക്കി. രേണുകയിൽ നിന്ന് കേട്ട സത്യം വിനയനെ മറ്റൊരു ലോകത്തെത്തിച്ചു. താനും രേണുകയും തങ്ങളുടെ മക്കളും അടങ്ങുന്ന കുടുംബജീവിതം സ്വപ്നം കണ്ട താൻ ഒരച്ഛനായെന്നറിയാതെ ജയിലിൽ കിടക്കുമ്പോൾ രേണുക എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാകുമെന്നോർത്ത് വിനയന്റെ കണ്ണുകൾ നിറഞ്ഞു. താൻ ജയിലിലായിട്ട് ഒരിക്കൽ പോലും തന്നെ കാണാൻ വരാതിരിക്കുന്ന രേണുകയോട് മനസ്സുകൊണ്ട് ദേഷ്യം തോന്നിയതിൽ വിനയന് കുറ്റബോധം തോന്നി. രേണുക പ്രഗ്നൻ്റായ വിവരം വീട്ടുകാരറിഞ്ഞില്ലെന്നാണോ രേണുക പറയുന്നത്? വിനയന്റെ ഓർമ്മകളെ ഉണർത്തിക്കൊണ്ട് കാശിയുടെ സ്വരം കോടതി മുറിയിൽ മുഴങ്ങി. വിനയന്റെ കണ്ണുകൾ രേണുകയിലേക്കായി. അതെ, വിനയനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഒരാഴ്ചയായപ്പോൾ അച്ഛൻ എന്നെ ബാംഗ്ലൂരിൽ കൊണ്ടാക്കി. അതിനുശേഷമാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന സത്യം തിരിച്ചറിഞ്ഞത്. വീട്ടിലറിഞ്ഞാൽ അവർ കുഞ്ഞിനെ നശിപ്പിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഇത്രയും നാൾ ഞാൻ വീട്ടിൽ പോയിട്ടില്ല. വീട്ടിൽ നിന്ന് വിളിക്കുമ്പോഴെല്ലാം വിനയന്റെ പേര് പറഞ്ഞ് ഞാൻ വഴക്കുണ്ടാക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നാട്ടിലേക്ക് വരാത്തതെന്നായിരുന്നു അവരുടെ വിചാരം. കോളേജ് ഫീസും ഹോസ്റ്റൽ ഫീസും പിന്നെ എൻ്റെ ചെലവിനുള്ള തുകയും കൃത്യമായി എൻ്റെ അക്കൗണ്ടിൽ വന്നുകൊണ്ടേയിരുന്നു. കുറച്ച് ഫ്രണ്ട്സിൻ്റെ സഹായത്തോടെ ഞങ്ങൾ അവിടെ ഒരു വീടെടുത്ത് താമസം തുടങ്ങി. അവരുടെ സഹായത്തോടെ പഠിത്തവും മുന്നോട്ട് പോയി ഡെലിവറിയും കഴിഞ്ഞു. തൻ്റെ കുഞ്ഞിനു വേണ്ടി രേണുക എന്തുമാത്രം വേദനയും ത്യാഗവും അനുഭവിച്ചു എന്നറിഞ്ഞപ്പോൾ വിനയന് രേണുകയോട് സ്നേഹവും ബഹുമാനവും കൃതജ്ഞതയും തോന്നി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മാടിശ്ശേരി കൊലപാതകങ്ങൾ ചെയ്തത് വിനയനല്ലെങ്കിൽ പിന്നെ ആരാവുമെന്നാണ് രേണുകയുടെ ഊഹം. എൻ്റെ അച്ഛനും രവീന്ദ്രൻ അങ്കളും. ഊഹമല്ല, അതാണ് സത്യം. ഒബ്ജക്ഷൻ യുവർ ഓണർ. പെട്ടെന്ന് ശ്രീധരപ്പണിക്കർ ചാടി എഴുന്നേറ്റു. സ്വന്തം കാമുകനും കുഞ്ഞിൻ്റെ അച്ഛനുമായ പ്രതി വിനയനെ രക്ഷിക്കാൻ വേണ്ടി രേണുക കള്ളം പറയുകയാണ് യുവർ ഓണർ. രേണുകയുടെ അച്ഛൻ ശ്രീനാഥനും രവീന്ദ്രനും മാടിശ്ശേരിയിലെ വൃദ്ധ ദമ്പതികളെ കൊലപ്പെടുത്തേണ്ട ആവശ്യമില്ല യുവർ ഓണർ. ആവശ്യമുണ്ടല്ലോ പ്രോസിക്യൂട്ടർ. കാശി ശ്രീധരപ്പണിക്കരെ നോക്കി ചിരിച്ചു കാണിച്ചു. ശേഷം തൻ്റെ ഫയലിൽ നിന്ന് ഏതാനും ഡോക്യുമെന്റ്സ് എടുത്ത് ഉയർത്തി കാണിച്ചു. യുവർ ഓണർ, ഇത് മാടിശ്ശേരിയിലെ കാരണവർ കരുണാകരക്കുറുപ്പും ഭാര്യ ഭവാനിയമ്മയും എഴുതി വച്ചിരിക്കുന്ന വിൽപത്രത്തിന്റെ കോപ്പിയാണ്. വിൽപത്രത്തിൽ എഴുതിയിരിക്കുന്നത് തങ്ങളുടെ കാലശേഷം സ്വത്തുക്കൾ ഇരുവരുടെയും ബന്ധത്തിൽപ്പെട്ട ശ്രീനാഥിന്റെയും രവീന്ദ്രന്റെയും പേരിലാണ്. മക്കളില്ലാത്ത വൃദ്ധ ദമ്പതികൾ അകന്ന ബന്ധത്തിൽപ്പെട്ട ശ്രീനാഥിനെയും രവീന്ദ്രനെയും സ്വന്തം മക്കളായി തന്നെയാണ് കണ്ടത്. എന്നാൽ ആ മക്കൾ സ്വത്തുക്കൾ തങ്ങളുടെ പേരിലാവുന്നതിനു വേണ്ടി അവരെ കൊല ചെയ്യുകയായിരുന്നു യുവർ ഓണർ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ രേണുക? അതെ, വല്യപ്പനും വല്യമ്മയും കൊല്ലപ്പെടുന്നതിന് ഒരാഴ്ച മുമ്പ് അച്ഛനും രവീന്ദ്രനങ്കിലും എങ്ങനെയും സ്വത്തുക്കൾ അവരുടെ പേരിലാക്കണമെന്ന് പറയുന്നത് ഞാൻ കേട്ടതാണ് സാർ. യുവർ ഓണർ, സാക്ഷിയുടെ മൊഴി വിശ്വസിക്കാൻ തരത്തിലുള്ള തെളിവുകളില്ലല്ലോ യുവർ ഓണർ. ശ്രീധരപ്പണിക്കരുടെ സ്വരത്തിൽ നിസ്സഹായത തെളിഞ്ഞു നിന്നു. മിസ്റ്റർ പ്രോസിക്യൂട്ടർ, ശ്രീനാഥിന്റെ സ്വന്തം മകൾ തന്നെയാണ് അയാൾക്കെതിരെ മൊഴി നൽകിയിരിക്കുന്നത്. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് താങ്കൾക്കിനി വേണ്ടത്? ശിവരാമൻ പരിഹാസത്തോടെ ശ്രീധരപ്പണിക്കരോട് ചോദിച്ചു. കാശി ശ്രീധരപ്പണിക്കരുടെ അടുത്തേക്ക് വന്നു. കുടുംബത്തിലുള്ളവർ കൊലപാതകികളാണെന്നറിഞ്ഞപ്പോൾ നാണക്കേട് തോന്നുന്നുവല്ലേ സാർ? അവരെ രക്ഷിക്കാനിനി സാറിനെ കൊണ്ടാവില്ല സാർ. അതിനു വേണ്ടുന്ന സകല തെളിവുകളും ശേഖരിച്ചിട്ട് തന്നെയാണ് കാശിനാഥൻ ഇതിനിറങ്ങിത്തിരിച്ചത്. ശ്രീനാഥിന്റെ ബന്ധുവല്ല സാറെന്ന് നിഷേധിക്കാൻ കഴിയുമോ? ഞെട്ടലോടെ ശ്രീധരപ്പണിക്കർ കാശിയെ നോക്കി. കാശി രേണുകയുടെ നേരെ തിരിഞ്ഞു. പറയൂ രേണുക,
ഈ നിൽക്കുന്ന ശ്രീധരപ്പണിക്കർ നിങ്ങളുടെ ആരാണ്? അമ്മയുടെ ബന്ധുവാണ് ശ്രീധരൻ അങ്കിൾ. യുവർ ഓണർ, ഈ നിൽക്കുന്ന ബഹുമാനപ്പെട്ട പ്രോസിക്യൂട്ടർ തന്നെയാണ് സെഷൻസ് കോടതിയിലെ പ്രോസിക്യൂട്ടർ കൃഷ്ണകുമാറിനെയും വിനയന് വേണ്ടി വാദിച്ച അബ്ദുൾ റഹ്മാനെയും അന്വേഷണ ഉദ്യോഗസ്ഥരെയും സ്വാധീനിച്ച് വിനയനെതിരെ വ്യാജരേഖകൾ ചമച്ചതും. അതിനുള്ള തെളിവുകളാണിവ. കാശി കയ്യിലിരുന്ന പേപ്പറുകൾ ഉയർത്തി കാണിച്ച് ബെഞ്ച് ക്ലർക്ക് മുഖേന ശിവരാമന് നൽകി. രേണുകയിൽ നിന്നൊരു കാര്യം കൂടി അറിയണം. കൊലപാതകങ്ങൾ ചെയ്തതിനെക്കുറിച്ച് അഡ്വക്കേറ്റ് ശ്രീധരപ്പണിക്കർക്ക് അറിയാമായിരുന്നു അല്ലേ? കാശിയുടെ ചോദ്യത്തിന്റെ മറുപടിക്കായി ഏവരും രേണുകയുടെ നേരെ കാതോർത്തു നോക്കി. രേണുക, എൻ്റെ ചോദ്യം വ്യക്തമായില്ലേ? കൊലപാതകങ്ങൾ ചെയ്തത് ശ്രീനാഥും രവീന്ദ്രനുമാണെന്ന് അഡ്വക്കേറ്റ് ശ്രീധരപ്പണിക്കർക്ക് അറിയാമായിരുന്നോ? രേണുക ശ്രീധരപ്പണിക്കരെ നോക്കി. അയാൾ ദയനീയമായി അവളെയും. പറയൂ രേണുക, അറിയാമായിരുന്നോ ഇല്ലയോ? അറിയാമായിരുന്നു. കേസ് വിനയന്റെ തലയിൽ കെട്ടിവെക്കാൻ ഉപദേശിച്ചതും ശ്രീധരൻ അങ്കിളായിരുന്നു. ഒബ്ജക്ഷൻ യുവർ ഓണർ. എതിർഭാഗം വക്കീലും പുതിയ സാക്ഷിയും കൂടി ചേർന്ന് എന്നെയും കേസിൽ പ്രതി ചേർക്കാനുള്ള ഗൂഢതന്ത്രമാണിത്. ഇത്രയും നാൾ സാക്ഷിപ്പട്ടികയിൽ രേഖപ്പെടുത്തിയിട്ടില്ലായിരുന്ന രേണുക എന്ന യുവതിയെ ഇപ്പോൾ എവിടുന്ന് കൊണ്ടുവന്നു? അതിൽ തന്നെ ഗൂഢാലോചന ഉണ്ട് യുവർ ഓണർ. ശ്രീധരപ്പണിക്കർ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് പറഞ്ഞു. മിസ്റ്റർ ശ്രീധരപ്പണിക്കർ, സാക്ഷിപ്പട്ടികയിൽ ചേർക്കാതിരുന്നതിന്റെ കാരണം ആ കുട്ടി തന്നെ പറഞ്ഞല്ലോ. പോലീസിനോട് പറഞ്ഞിട്ടും പോലീസ് ആ കുട്ടിയെ സാക്ഷിപ്പട്ടികയിൽ ചേർക്കാതിരുന്നത് പോലീസിന്റെ അനാസ്ഥയല്ലേ? പുതിയ സാക്ഷി രേണുക ശ്രീനാഥന്റെ മകളാണെന്നുള്ളതും താങ്കൾ അവരുടെ ബന്ധുവാണെന്നുള്ളതും നിഷേധിക്കാൻ കഴിയുമോ? താങ്കൾ പറഞ്ഞല്ലോ കാമുകനും കുഞ്ഞിന്റെ അച്ഛനുമായ വിനയനെ രക്ഷിക്കാൻ വേണ്ടി സാക്ഷി ആരോപണം ഉന്നയിക്കുന്നതാണെന്ന്. കാമുകനെ രക്ഷിക്കാൻ വേണ്ടിയാണെങ്കിലും സ്വന്തം അച്ഛനെ ആരെങ്കിലും കുരുതിക്ക് കൊടുക്കുമോ മിസ്റ്റർ? ഒബ്ജക്ഷൻ ഓവർ റൂൾ. മിസ്റ്റർ കാശിനാഥൻ, യു ആർ പ്രൊസീഡ്. ശിവരാമൻ അമർഷത്തോടെ ശ്രീധരപ്പണിക്കരോട് പറഞ്ഞു. ഇത്രയും നാൾ മിസ്റ്റർ പ്രോസിക്യൂട്ടർ എന്ന് വിളിച്ചിരുന്ന ശിവരാമൻ പെട്ടെന്ന് ശ്രീധരപ്പണിക്കർ എന്ന് വിളിച്ചപ്പോൾ തന്നെ ശ്രീധരപ്പണിക്കർക്ക് അപകടം മണത്തു. അയാൾ തളർച്ചയോടെ തന്റെ കസാരയിലിരുന്നു. അയാൾ വെട്ടി വീർക്കാൻ തുടങ്ങി. യുവർ ഓണർ, ഒരു നിരപരാധിയെ ക്രൂശിലേറ്റാൻ കൂട്ടുനിന്ന അഡ്വക്കേറ്റ് ശ്രീധരപ്പണിക്കരും നിയമത്തിന്റെ മുന്നിൽ കുറ്റവാളി തന്നെയാണ്. ശ്രീനാഥിനെയും രവീന്ദ്രനെയും കസ്റ്റഡിയിലെടുത്ത് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഹാജരാക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. അത് എത്രയും വേഗം വേണമെന്നാണ് എൻ്റെ അപേക്ഷ. പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ താമസിച്ചാൽ പ്രതികൾക്ക് രക്ഷപ്പെടാൻ അത് അവസരമാകും. അതുകൊണ്ട് ഇന്ന് തന്നെ കസ്റ്റഡിയിലെടുത്ത് നാളെ തന്നെ ബഹുമാനപ്പെട്ട കോടതിയിൽ ഹാജരാക്കണമെന്നാണ് എൻ്റെ അപേക്ഷ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. കാശിയുടെ അപേക്ഷ കേട്ട ശ്രീധരപ്പണിക്കർ ഞെട്ടി. കാശി എല്ലാം കരുതി കൂട്ടിയാണെന്ന് അയാൾക്ക് മനസ്സിലായി. ശ്രീനാഥിനോടും രവീന്ദ്രനോടും പോലീസ് എത്തുന്നതിന് മുമ്പ് രക്ഷപ്പെടാൻ പറയാൻ കഴിയാതെ ശ്രീധരപ്പണിക്കർ ഇരുന്നു വേർത്തു. ശിവരാമൻ കടലാസിൽ എന്തോ കുത്തിക്കുറിച്ചിട്ട് അത് ബെഞ്ച് ക്ലർക്കിനെ ഏൽപ്പിച്ചു. കേസിന്റെ ബാക്കി വിചാരണ നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. DYSP ഓഫീസ്. തനിക്ക് വന്ന ഫാക്സ് എടുത്ത് വായിച്ച ജാവേദിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. ജാവേദ് ടേബിളിലിരുന്ന് ബെല്ലമർത്തി. ഒരു കോൺസ്റ്റബിൾ അകത്ത് വന്ന് സല്യൂട്ട് ചെയ്തു. മനോഹര, എല്ലാവരും റെഡിയല്ലേ? അതെ സാർ. എന്നാൽ പുറപ്പെടാം. പാഴാക്കി കളയാൻ സമയം ഒട്ടുമില്ല. അവിടെ ഒബ്സർവിന് നിർത്തിയവരിൽ നിന്ന് പുതിയ അപ്ഡേഷൻ എന്തെങ്കിലും? സാർ, രണ്ടുപേരും അവരവരുടെ വീടുകളിൽ തന്നെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. ജാവേദ് നീട്ടിയൊന്ന് മൂളിക്കൊണ്ട് ഓഫീസിൽ നിന്നിറങ്ങി തന്റെ വാഹനത്തിലേക്ക് കയറി. തൊട്ടു പിന്നാലെ കുറച്ച് പോലീസുകാർ മറ്റൊരു ജീപ്പിലും. കാശി കോടതിയിൽ കയറുന്നതിന് മുമ്പ് വിളിച്ചു പറഞ്ഞത് ജാവേദ് ഓർത്തു. ഇന്ന് ശ്രീനാഥിനെയും രവീന്ദ്രനെയും പൊക്കാനുള്ള വഴി തുറന്നു തരാം. പുറത്ത് അടയാളം കാണിക്കാതെ നിന്റെ കൈത്തരിപ്പ് തീർക്കാം. ജാവേദ് അറിയാതെ അവന്റെ ചിരി വിടർന്നു. ജീപ്പ് ചെന്ന് നിന്നത് ശ്രീനാഥന്റെ വീടിന്റെ മുന്നിലാണ്. പുറത്ത് വാഹനങ്ങൾ വന്ന് നിൽക്കുന്ന ഒച്ച കേട്ട് ശ്രീനാഥ് വന്ന് വാതിൽ തുറന്നു. ജീപ്പിൽ നിന്നിറങ്ങുന്ന ജാവേദിനെയും പോലീസുകാരെയും കണ്ട അയാളൊന്ന് ഞെട്ടി. ഞെട്ടൽ മറച്ചു പിടിച്ചുകൊണ്ട് ശ്രീനാഥ് സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി വന്നു. എന്താ DYSP സാറേ, പോലീസുകാരുമായി ഇവിടെ? അങ്ങയെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നത് അടിയങ്ങൾ. ജാവേദ് ശ്രീനാഥിനെ നോക്കി പരിഹാസത്തോടെ പറഞ്ഞു. മനസ്സിലായില്ല, എന്നെ എന്തിനാ നിങ്ങൾ കൂട്ടിക്കൊണ്ടു പോകുന്നത്? എന്തിനാണെന്ന് തനിക്ക് അറിയില്ലേ? എങ്കിൽ പറയാം. മാടിശ്ശേരിയിലെ വൃദ്ധ ദമ്പതികളെ കൊന്ന കുറ്റത്തിന്. അപ്പോഴേക്കും അയാളുടെ ഭാര്യ രമയും ഇറങ്ങി വന്നു. പെങ്ങളെ, ഒന്ന് അകത്തേക്ക് പോകുമോ? എനിക്ക് സ്ത്രീകളുടെ മുന്നിൽ വെച്ച് അപമര്യാദയായി പെരുമാറി ശീലമില്ല. അതുകൊണ്ടാ. പ്ലീസ് ഒന്ന് അകത്തേക്ക് പോകൂ. നീ എങ്ങും പോകണ്ട, ഇവിടെ നിന്നാൽ മതി. ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. എന്നോട് മുട്ടാൻ നിന്നാൽ നിന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. അത് നീ തെറിപ്പിക്കുകയോ ഉറപ്പിക്കുകയോ എന്താന്ന് വെച്ചാൽ ചെയ്യ്. ഇപ്പോൾ നീ ഞങ്ങളുടെ കൂടെ വാ. വന്നില്ലെങ്കിലോ? ശ്രീനാഥ് ധാർഷ്ട്യത്തോടെ ജാവേദിനെ നോക്കി വെല്ലുവിളി പോലെ പറഞ്ഞു. വന്നില്ലെങ്കിൽ നിന്നെ ഞാൻ കൊണ്ടുപോകും ശ്രീനാഥേ. വെറുതെ കൊണ്ടുപോകുന്നതല്ല, ഇത് കോർട്ട് ഓർഡറാണ്. എങ്കിലും ഞാൻ കോർട്ടിൽ ഹാജരായിക്കോളാം. തൽക്കാലം മേമാൻ പോകാൻ നോക്ക്. ശ്രീനാഥ് തിരിഞ്ഞ് നടക്കാൻ തിരിഞ്ഞതും ശ്രീനാഥന്റെ തോളിൽ ജാവേദ് ബലമായി പിടിച്ചു നിർത്തി. അങ്ങനെ അങ്ങ് പോയാലോ? എനിക്ക് കോർട്ട് ഓർഡർ അനുസരിക്കണ്ടേ? കൈയെടുക്കടാ ചെറ്റേ. ചീറിക്കൊണ്ട് ശ്രീനാഥ് ജാവേദിന്റെ കൈ തട്ടി തെറിപ്പിച്ചു. പോലീസുകാരന്റെ മേൽ കൈ വയ്ക്കുന്നടാ മോനെ. പറഞ്ഞു തീർന്നതും ജാവേദിന്റെ കൈ ശ്രീനാഥന്റെ കരണത്ത് വീണു. അടികൊണ്ട് വട്ടം കറങ്ങിയ ശ്രീനാഥന്റെ അടിവയറ്റിലേക്ക് ജാവേദ് കാൽമുട്ടുകൊണ്ട് ഇടിച്ചു. ഇടികൊണ്ട് കുനിഞ്ഞ ശ്രീനാഥന്റെ മുതുകത്ത് കൈമുട്ടുകൊണ്ട് ആഞ്ഞിടിച്ചു. പിന്നെ വലിച്ചെടുത്ത് പോലീസുകാർക്ക് മുന്നിലേക്ക് എറിഞ്ഞു. എടുത്ത് വണ്ടിയിലിടി മോനെ. പോലീസുകാർ ശ്രീനാഥനെ തൂക്കിയെടുത്ത് ജീപ്പിലിട്ടു. നിങ്ങളോട് മര്യാദക്ക് പറഞ്ഞതല്ലേ പെണ്ണുമ്പിള്ളെ അകത്ത് പോകാൻ?
നിങ്ങളുടെ കെട്ടിയോനെ കൊണ്ടുപോകുന്നത് എന്തിനാണെന്നറിയോ? മാടിശ്ശേരിയിലെ 2 പേരെ കൊന്നതിന്. ജാവേദ് പറഞ്ഞത് കേട്ട് രമ സ്തംഭിച്ചു നിന്നു. ജാവേദ് ജീപ്പിലേക്ക് ചാടിക്കേറി. ജീപ്പ് ഗേറ്റ് കടന്നുപോയി. പിന്നാലെ ശ്രീനാഥനെയും കൊണ്ട് അടുത്ത ജീപ്പും. അടുത്ത ലക്ഷ്യം രവീന്ദ്രനെ പൊക്കാനായിരുന്നു. പോലീസ് വാഹനം രവീന്ദ്രന്റെ വീടിന് മുന്നിൽ ബ്രേക്ക് ഇട്ടു. പോലീസ് വാഹനങ്ങൾക്ക് പിന്നാലെ മറ്റൊരു കാർ കൂടി വന്നു നിന്നു. ജാവേദ് ശ്രീനാഥനെ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ രമ ഫോണിൽ രവീന്ദ്രനെ വിളിച്ചു. ഹലോ രവീന്ദ്രേട്ടാ, ഇത് ഞാനാ രമ. രമയുടെ പരിഭ്രമത്തോടെയുള്ള സ്വരം കേട്ടപ്പോൾ എന്തോ അപകടമുണ്ടായതുപോലെ രവീന്ദ്രന് തോന്നി. എന്താ രമ, എന്തു പറ്റി? രവീന്ദ്രേട്ടാ, ശ്രീയേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തെന്ന്? എന്തിന്? അത് മാടിശ്ശേരിയിലെ വല്യപ്പനെയും വല്യമ്മയും കൊന്നത് ശ്രീയേട്ടനാണെന്നാ പോലീസ് പറഞ്ഞത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല രവീന്ദ്രേട്ടാ. രമ കരഞ്ഞു തുടങ്ങി. ശ്രീനാഥനെ അറസ്റ്റ് ചെയ്ത കാരണം അറിഞ്ഞപ്പോൾ രവീന്ദ്രൻ ഞെട്ടി. താനും അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് രവീന്ദ്രന് മനസ്സിലായി. രമ വിഷമിക്കണ്ട, ഞാൻ വേണ്ടത് ചെയ്തോളാം. രമ ഫോൺ വെച്ചോ. രവീന്ദ്രൻ പെട്ടെന്ന് ഫോൺ ഡിസ്കണക്ട് ചെയ്തു. എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം, ബാക്കിയൊക്കെ പിന്നെ. രവീന്ദ്രൻ മനസ്സിലോർത്തുകൊണ്ട് പോകാൻ തയ്യാറെടുത്തു. പോകാനായി വാതിൽ തുറക്കുമ്പോഴാണ് മുറ്റത്ത് പോലീസ് വാഹനങ്ങൾ വന്നു നിന്നത്. തൊട്ടു പിന്നിൽ വന്നു നിന്ന കാറിൽ നിന്നിറങ്ങിയ ആളെ കണ്ട് രവീന്ദ്രന് അല്പം ആശ്വാസം തോന്നി. ജീപ്പിൽ നിന്നിറങ്ങിയ ജാവേദ് കാറിൽ വന്നത് ആരാണെന്ന് തിരിഞ്ഞു നോക്കി. ആളെ കണ്ടതും ജാവേദ് മനസ്സാലെ ചിരിച്ചു. കാറിൽ വന്നത് ദേവപ്രഭനായിരുന്നു. രവീന്ദ്രൻ സാർ എങ്ങോട്ടാണോ ധൃതി പിടിച്ച്? ജാവേദ് രവീന്ദ്രന്റെ അടുക്കിലേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു. എനിക്കൊന്നേ തിരുവനന്തപുരം വരെ പോകണമായിരുന്നു. ഞങ്ങളും അങ്ങോട്ടേക്കാ. സാറ് വണ്ടിയിൽ കയറിയാട്ടെ, നമുക്ക് ഒരുമിച്ച് പോകാം. സാറിന്റെ കൂട്ടുകാരനും വണ്ടിയിലുണ്ട്. ദേവപ്രഭൻ സാർ ഇപ്പോൾ വരുന്നുണ്ടോ? അല്ലെങ്കിൽ വേണ്ട, ദേവപ്രഭൻ സാറിനെ ഞാൻ പിന്നെ കൊണ്ടുപോകാം. എല്ലാവർക്കും കൂടി ഇരിക്കാൻ വണ്ടിയിൽ ചിലപ്പോൾ സ്ഥലം തികഞ്ഞില്ലെങ്കിലോ? ജാവേദ് പരിഹാസത്തോടെ രവീന്ദ്രനോടും ദേവപ്രഭനോടുമായി പറഞ്ഞു. താനെന്താ ആളെ കളിയാക്കാൻ ഇറങ്ങിയതാണോ? ആണെങ്കിൽ എനിക്കിപ്പോൾ സമയമില്ല, താൻ പോയിട്ട് പിന്നെ എപ്പോഴെങ്കിലും വാ. രവീന്ദ്രൻ ദേഷ്യത്തിൽ പറഞ്ഞിട്ട് കാറിൻ്റെ അടുത്തേക്ക് നടന്നു. പെട്ടെന്ന് ജാവേദ് മുന്നിൽ കയറി വഴി തടഞ്ഞു. അങ്ങനെ അങ്ങ് പോയാലോ രവീന്ദ്രൻ സാറേ? ഒന്നുമല്ലെങ്കിലും ഞങ്ങൾ മെനക്കെട്ട് വന്നതല്ലേ. മുന്നിൽ നിന്ന് മാറി നിൽക്കടാ. ഇതെന്താ പോലീസിന്റെ ഗുണ്ടാ വിളയാട്ടമോ? ഞാൻ ആരാണെന്ന് അറിയില്ലെങ്കിൽ എന്നെക്കുറിച്ച് അന്വേഷിച്ചിട്ട് വാ. രവീന്ദ്രൻ ധാർഷ്ട്യത്തോടെ പറഞ്ഞു. അറിയാമടോ, നിന്നെക്കുറിച്ച് എനിക്ക് എല്ലാം അറിയാം. നിന്നെക്കുറിച്ച് മാത്രമല്ല ഇവനെക്കുറിച്ചും പഠിച്ചിട്ട് തന്നെയാണ് ജാവേദ് ഇറങ്ങി പുറപ്പെട്ടത്. ജാവേദ് ജീപ്പിലിരിക്കുന്ന ശ്രീനാഥനെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. രവീന്ദ്രൻ ജീപ്പിലിരിക്കുന്ന ശ്രീനാഥനെ നോക്കുക പോലും ചെയ്തില്ല. രവീന്ദ്രൻ തന്നെ മാത്രം കുടുക്കിലാക്കി തന്ത്രപൂർവ്വം രക്ഷപ്പെടാനുള്ള ശ്രമമാണെന്ന് ശ്രീനാഥന് മനസ്സിലായി. ശ്രീനാഥന് ദേഷ്യവും സങ്കടവും തോന്നി. രവീന്ദ്ര, മര്യാദക്ക് വന്ന് വണ്ടിയിൽ കയറിയാൽ തനിക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ ചവിട്ടി കൂട്ടിയെടുത്ത് വണ്ടിയിലേക്കിടും ഞാൻ. അതിനും വേണ്ടി നീ ആയോടാ പോലീസ് പട്ടി. ഞാനൊരു ഫോൺ കോൾ ചെയ്താൽ മതി നിന്റെ തൊപ്പി തെറിക്കാൻ, അത് മറക്കണ്ട നീ. രവീന്ദ്രൻ ആക്രോശത്തോടെ പറഞ്ഞു. നീ ഒരു ചുക്കും ചെയ്യില്ല രവീന്ദ്ര. ഭരണം നിന്റെ പാർട്ടിയുടേതാണ്, അല്ലാതെ നിന്റെ അല്ലല്ലോ. പിന്നെ ഈ തൊപ്പി പോയാൽ ജാവേദിന് മയ്യാണ്. നിന്നെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നതെങ്കിൽ നിന്നെ കൊണ്ടുപോയിരിക്കും. ഇത് കോർട്ട് ഓർഡറാണ്. ഇനി എൻ്റെ ക്ഷമ പരീക്ഷിക്കാതെ ചെന്ന് വണ്ടിയിൽ കയറി രവീന്ദ്ര. സാറേ, ശ്രീനാഥ് സാറിനെയും രവീന്ദ്രൻ സാറിനെയും കോടതിയിൽ ഹാജരാക്കണമെന്ന ഓർഡർ ഉള്ളതാണ്. അവരെ നാളെ ഞാൻ കോടതിയിൽ എത്തിച്ചേക്കാം. സാർ ഇപ്പോൾ ശ്രീനാഥ് സാറിനെ ഇറക്കി വിട്ടിട്ട് പോയിക്കോ. ദേവപ്രഭൻ ഇടയിൽ കയറി പറഞ്ഞു. അത് പറയാൻ നീ ആരടാ? അതിനുള്ള അധികാരം നിനക്കെന്താ? ഇവൻ്റെയൊക്കെ നക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് നക്കിയിട്ട് പാവപ്പെട്ടൻ്റെ നെഞ്ചത്തല്ല കുതിര കയറേണ്ടത്. മാറി നിൽക്കടാ അങ്ങോട്ട്, നിനക്കുള്ളത് വേറെയുണ്ട്. ജാവേദ് ദേവപ്രഭന്റെ നെഞ്ചിൽ പിടിച്ചു തള്ളി. സാറേ, ദേഹത്ത് തൊട്ട് കളിക്കരുത്. DYSP ആണെന്നൊന്നും ഞാൻ നോക്കില്ല. ദേവപ്രഭൻ പല്ല് ഞെരിച്ചുകൊണ്ട് പറഞ്ഞു. തൊട്ടാൽ നീ എന്ത് ചെയ്യുമടാ പൂമോനെ? പറഞ്ഞതും ദേവപ്രഭന്റെ കരണത്ത് അടിപൊട്ടിയതും ഒരുമിച്ചായിരുന്നു. പിന്നെ കോളറിൽ കുത്തിപ്പിടിച്ച് മുട്ടുകാൽ കൊണ്ട് ദേവപ്രഭന്റെ അടിവയറ്റിലേക്ക് ആഞ്ഞിടിച്ചിട്ട് വട്ടം കറക്കി ജീപ്പിലേക്ക് എറിഞ്ഞു. ജീപ്പിലിടിച്ച് താഴേക്ക് വീണു ദേവപ്രഭൻ. അവനൊരിക്കലും ജാവേദിൽ നിന്ന് ഇങ്ങനെയൊരു നീക്കം പ്രതീക്ഷിച്ചില്ലായിരുന്നു. കടവായിൽ നിന്ന് ഒലിച്ചിറങ്ങിയ ചോര തുപ്പിക്കളഞ്ഞുകൊണ്ട് പതർച്ചയോടെ ദേവപ്രഭൻ ജാവേദിനെ നോക്കി. മറ്റു പോലീസുകാർ കാഴ്ചക്കാരായി നിന്നതേയുള്ളൂ. ദേവപ്രഭനെ വലിച്ചെറിഞ്ഞ ശേഷം ജാവേദ് പതറി നിൽക്കുന്ന രവീന്ദ്രനെ നേരെ തിരിഞ്ഞു. കാലുയർത്തി രവീന്ദ്രന്റെ നെഞ്ചിലേക്കായിരുന്നു ജാവേദിന്റെ ചവിട്ട്. ചവിട്ടുകൊണ്ട് മലർന്നടിച്ച് വീണ രവീന്ദ്രനെ വലിച്ചുയർത്തി ഇരു കവിളിലും മാറി മാറി അടിച്ചു. ശേഷം വലിച്ച് ജീപ്പിന് നേരെ തള്ളി. വലിച്ചെടുത്ത് വണ്ടിയിലിടടോ, നോക്കി നിൽക്കാതെ, ജാവേദ് പോലീസുകാരുടെ ദേഷ്യത്തിൽ പറഞ്ഞു. പോലീസുകാർ രവീന്ദ്രനെ വലിച്ചുയർത്തി ജീപ്പിൽ കയറ്റി. ദേവപ്രഭ, നിനക്കിത് തരാൻ ഞാൻ മാറ്റിവെച്ചിരുന്നതാ. പക്ഷെ നീ ഇതിപ്പോ ഇരന്നു വാങ്ങിച്ചു. തീർന്നില്ല, ഇത് വെറും സാമ്പിൾ. ശരിക്കുള്ളത് പിന്നാലെ വരുന്നുണ്ട്. വണ്ടി കയറി ചാവാതെ എണീറ്റ് മാറടാ നായേ. പറഞ്ഞിട്ട് ജാവേദ് ഒരു ചവിട്ടുകൂടി കൊടുത്തു. ജാവേദ് ജീപ്പിലേക്ക് കയറുമ്പോൾ ഒരു പോലീസുകാരൻ വന്ന് ദേവപ്രഭനെ പിടിച്ചു മാറ്റി. പൊടി പറത്തി തിരിച്ചു പോകുന്ന ജീപ്പിലേക്ക് ദേവപ്രഭൻ പകയോടെ നോക്കി. ദേവപ്രഭന്റെ കണ്ണിൽ ജാവേദിനോടുള്ള പകയുടെ കനൽ ആളിക്കത്തി. ശ്രീനാഥിനെയും രവീന്ദ്രനെയും അറസ്റ്റ് ചെയ്ത് ജാവേദ് അവരെ കൊണ്ടുപോയത് DYSP ഓഫീസിന് പിന്നിലുള്ള പുതിയ കെട്ടിടത്തിലേക്കായിരുന്നു. അവിടെ ടോർച്ചറിംഗ് റൂമിന് സമാനമായ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റൂമിന്റെ വാതിൽ തുറന്നു വന്ന ജാവേദ് കണ്ടത് കസാരയിലിരിക്കുന്ന ശ്രീനാഥിനെയും രവീന്ദ്രനെയുമാണ്. ജാവേദ് കൂടെ വന്ന പോലീസുകാരെ നോക്കി. വന്ന ഉടനെ സാറന്മാർക്ക് കസാരയൊക്കെ ഇട്ട് കൊടുത്തോ? സാറന്മാരൊന്ന് എഴുന്നേറ്റേ. ശ്രീനാഥൻ രവീന്ദ്രനും എഴുന്നേറ്റു. എനിക്കൊന്ന് ഫോൺ ചെയ്യണമായിരുന്നു. രവീന്ദ്രൻ ജാവേദിനോട് സ്വരം കടുപ്പിച്ചു.
ആരെയാണോ അങ്ങേക്ക് വിളിക്കേണ്ടത്? ഓ, MLA അളിയനെ ആയിരിക്കും. അതിനിപ്പോൾ നീ വിളിക്കേണ്ട കാര്യമില്ലല്ലോ രവീന്ദ്ര. നിന്റെ പിടിച്ചുവെപ്പുകാരൻ ഇപ്പോൾ വിളിച്ചറിയിച്ചിട്ടുണ്ടാവുമല്ലോ. മനസ്സിലായില്ലേ ദേവപ്രഭൻ? ഒന്ന് ഓർത്തോ രവീന്ദ്ര, നിന്റെ അളിയൻ MLA അളിയൻ തൻ്റെയല്ല. ആഭ്യന്തരമന്ത്രി നേരിട്ട് വന്ന് പറഞ്ഞാലും നീയൊന്ന് വെളി കാണില്ല. ഇപ്പോൾ തന്നെ നിന്റെ അളിയൻ കുറേ തവണ വിളിച്ചിരുന്നു. പക്ഷെ നിന്നെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന കാര്യം അവനറിയില്ല. നിങ്ങളെയും കൊണ്ട് ഇതുവരെ എത്തിയില്ലെന്ന് അവന് കിട്ടുന്ന മറുപടി. ഇനി സാറന്മാരെ ആ വെള്ള ഷർട്ടും മുണ്ടും അഴിച്ച് ഇവരുടെ കയ്യിൽ കൊടുത്താട്ടെ. നാളെ കോടതിയിൽ പോകാനുള്ളതല്ലേ. മുഷിഞ്ഞ ഡ്രസ്സും ഇട്ടുകൊണ്ട് കോടതിയിൽ കൊണ്ടുപോയാൽ അത് പോലീസിന് നാണക്കേടല്ലേ. മാത്രവുമല്ല കോടതി വിചാരിക്കും നിങ്ങളെ തല്ലി പദം വരുത്തിയെന്ന്. അതുകൊണ്ട് രണ്ടുപേരും അതങ്ങ് അഴിച്ചു കൊടുത്താട്ടെ. രവീന്ദ്രനും ശ്രീനാഥും വസ്ത്രങ്ങൾ അഴിക്കാൻ തയ്യാറാവാതെ നിന്നു. അമീതേ, ചെന്ന് അഴിച്ചു വാങ്ങിക്കേ. ഇവനൊക്കെ ഉടുമുണ്ടഴിച്ച് തൂങ്ങിച്ചത്താൽ നമ്മൾ കുടുങ്ങും. അമീത് മറ്റൊരു പോലീസുകാരനെയും കൂട്ടി ബലമായി തന്നെ അവരുടെ വസ്ത്രങ്ങൾ അഴിച്ചെടുത്തു. ഇനി അവന്മാരെ ആ പൈപ്പിലേക്ക് തൂക്കി നിർത്തിക്കേ, ജാവേദ് പോലീസുകാരോട് പറഞ്ഞു. ശ്രീനാഥും രവീന്ദ്രനും ജാവേദിന്റെ ഭാവം എന്താണെന്നറിയാതെ പകച്ചു നിന്നു. ആ തക്കത്തിന് പോലീസുകാർ ഇരുവരെയും ബലമായി തന്നെ ഇരുമ്പ് പൈപ്പിൽ കൈകൾ വിടർത്തി കെട്ടി നിർത്തി. ജാവേദ് അവർക്ക് അരികിലേക്ക് വന്നു. ഇനി പറ, എങ്ങനെയാ വൃദ്ധ ദമ്പതികളെ കൊന്നത്? എന്തിനെന്ന് ചോദിക്കുന്നില്ല, പറ. ഞങ്ങളാരെയും കൊന്നിട്ടില്ല, അവരെ കൊന്നത് വിനയനാണ്. രവീന്ദ്രൻ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. അവർക്ക് ജാവേദിന്റെ മുഖത്തേക്ക് നോക്കാൻ പേടി തോന്നി. അഡ്വക്കേറ്റ് കാശിനാഥൻ പ്രത്യേകിച്ച് പറഞ്ഞു, നിങ്ങളുടെ ശരീരത്തിൽ മർദ്ദിച്ചതിന്റെ ഒരു പാട് പോലും കാണരുതെന്ന്. അതുകൊണ്ട് നിങ്ങളെ ഞാൻ തല്ലില്ല. ശ്രീനാഥനും രവീന്ദ്രനും ആശ്വാസം തോന്നി. ജാവേദ് ഇരുവരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. അതുകൊണ്ട് നിങ്ങൾ സത്യം പറയുന്നത് വരെ ഞാനൊരു പുതിയ മുറ പരീക്ഷിക്കാൻ പോകുക. നിങ്ങൾക്ക് എതിർപ്പൊന്നുമില്ലെന്ന് കരുതുന്നു. ശ്രീനാഥും രവീന്ദ്രനും പേടിയോടെ, അതിലേറെ എന്താണെന്ന ആകാംക്ഷയോടെ ജാവേദിനെ തന്നെ നോക്കി. ജാവേദ് പോലീസുകാർക്ക് നേരെ തിരിഞ്ഞു. ഹമീദേ, ആ സാധനം ഇങ്ങ് കൊണ്ടുവാ. സാരന്മാരത് കണ്ടിട്ടില്ലെങ്കിലും സത്യം പറയുമോ എന്ന് നോക്കാം. ഹമീദ് പുറത്തുപോയി തിരിച്ചു വരുമ്പോൾ ഹമീദിന്റെ കയ്യിലൊരു പാത്രത്തിൽ പച്ച നിറത്തിൽ കുഴമ്പ് പോലെ എന്തോ ഉള്ളത് ഇരുവരും കണ്ടു. അതെന്താണെന്ന് അറിയില്ലെങ്കിലും അവരുടെ മുഖത്ത് പേടി കൂടി വന്നു. ഹമീദ് അത് ജാവേദിന്റെ മുന്നിൽ കസാരയിൽ വെച്ചു. ഹമീദ്, അവരുടെ അണ്ടർവെയർ കൂടി ഒന്ന് ഊരിയെടുത്തോ. അതുമാത്രം കിടക്കുന്ന കാണുമ്പോൾ എന്തോ ഒരു ചേർച്ചക്കുറവ് പോലെ. ജാവേദ് പറഞ്ഞത് കേട്ട് ഇരുവരും ഞെട്ടി. ഹമീദ് ഇരുവരുടെയും അണ്ടർവെയർ വലിച്ചൂരി. അവർ നാണം മറയ്ക്കാൻ പാടുപെടുന്നത് കണ്ട് ജാവേദ് പൊട്ടിച്ചിരിച്ചു. ഇതെന്താണെന്നറിയോ സാറന്മാർക്ക്? നല്ല അസല് കാന്താരിമുളക് അരച്ചത്. എന്തിനാണെന്നറിയണ്ടേ? നിന്റെയൊക്കെ സാമാനത്തിൽ പൂശാൻ. പറഞ്ഞിട്ട് ജാവേദ് പോലീസുകാരെ നോക്കി. അവർ രവീന്ദ്രന്റെ പിന്നിൽ ചെന്ന് നിന്നു. പറ, എങ്ങനെയാ അവരെ കൊന്നത്? ജാവേദ് ചോദിച്ചുകൊണ്ട് കൈകളിൽ ഗ്ലൗസ് ധരിച്ചു. ശ്രീനാഥും രവീന്ദ്രനും വെട്ടി വിയർക്കാൻ തുടങ്ങി. നിങ്ങൾക്കെതിരെ കോടതിയിൽ മൊഴി നൽകിയത് വേറെ ആരുമല്ല, നിന്റെ മകൾ തന്നെയാണ്. ജാവേദ് ശ്രീനാഥിനെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ട് ശ്രീനാഥും രവീന്ദ്രനും ഞെട്ടിപ്പോയി. അടുത്തൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്, അതുകൂടി കേട്ടിട്ട് ഞെട്ടിക്കോ. നീ ഒരു അപ്പൂപ്പനായി ശ്രീനാഥേ. നിന്റെ മകളുടെ കൊച്ചിന്റെ അച്ഛൻ ആരാണെന്നറിയണ്ടേ? നീയൊക്കെ ചേർന്ന് ജയിലിലാക്കിയ വിനയൻ. അതുകൂടി കേട്ടതോടെ ശ്രീനാഥ് തളർന്നു. ഇനിയെങ്കിലും പറയുന്നോ ഇല്ലയോ? ഇതിപ്പോൾ എന്നോട് പറയണമെന്ന നിർബന്ധമൊന്നുമില്ല, എങ്കിലും എനിക്കതറിയാൻ ഒരു ആകാംക്ഷ. എന്നിട്ടും ഇരുവരും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് ജാവേദ് കാന്താരിമുളക് അരച്ചു വെച്ച പാത്രം കയ്യിലെടുത്ത് അവരുടെ നേർക്ക് നടന്നു. പേടിയോടെ ഇരുവരും ജാവേദിനെയും പാത്രത്തിലേക്ക് മാറി മാറി നോക്കി. ജാവേദിന്റെ ഓരോ ചുവടുകളും അവരുടെ ഹൃദയത്തിന്റെ വേഗത വർദ്ധിപ്പിച്ചു. അവരുടെ കണ്ണുകൾ ജാവേദിന്റെ കയ്യിലിരിക്കുന്ന പാത്രത്തിലേക്കും അവന്റെ മുഖത്തേക്കും മാറി മാറിയായിരുന്നു. ഇരുവരുടെയും മുഖങ്ങൾ പേടികൊണ്ട് വിളറി വെളുത്തു. നിങ്ങൾ പറയുന്നത് ഞാനിത് പുരട്ടണോ? ജാവേദിന്റെ ചോദ്യം കേട്ടിട്ടും ഇരുവരും നാവിറങ്ങിപ്പോയതുപോലെ നിന്നു. അമീതേ, ഇവന്മാർ വാ തുറക്കില്ല. ഒരു കാര്യം ചെയ്യ്, രണ്ടെണ്ണത്തിന്റെയും വായിൽ വല്ല തുണിയോ മറ്റോ തിരികെ കയറ്റ്, ഇല്ലെങ്കിൽ വിളിച്ചുകൂവി ആകെ നാശമാക്കും. ഹമീദ് അവരിൽ നിന്ന് ഊരിയെടുത്ത് ജെട്ടികൾ എടുത്തു. വേണ്ട, ഞാൻ പറയാം. ഹമീദ് ജെട്ടികൾ എടുക്കുന്നത് കണ്ട് ശ്രീനാഥ് പെട്ടെന്ന് പറഞ്ഞു. അങ്ങനെ വഴിക്ക് വാ മക്കളെ. ജാവേദ് ചെയറെടുത്ത് അവരുടെ മുന്നിലേക്കിട്ട് അതിലേക്ക് ഇരുന്നു കൊണ്ട് ഹമീദിനെ നോക്കി. നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയ ഹമീദ് ടേപ്പ് റെക്കോർഡർ എടുത്ത് കാസറ്റ് ഇട്ട് തയ്യാറാക്കി നിന്നു. ഇനി പറഞ്ഞോ, എങ്ങനെയായിരുന്നു? അന്ന് ഞാനും രവീന്ദ്രനും കൂടി രാത്രി 9 മണിയോടെ മാടിശ്ശേരിയിലെത്തി. ശ്രീനാഥും രവീന്ദ്രനും മാടിശ്ശേരിയിലെത്തുമ്പോൾ ഗേറ്റ് പൂട്ടി പുറത്തെ ലൈറ്റുകളെല്ലാം അണച്ചു കഴിഞ്ഞിരുന്നു. അതവിടെ പതിവാണെന്ന് അവർക്കറിയാം. കൃത്യം 8:30 തന്നെ വിനയം വന്ന് ഗേറ്റ് പൂട്ടി താക്കോൽ കരുണാകരക്കുറുപ്പിനെ ഏൽപ്പിക്കും. ശ്രീനാഥും രവീന്ദ്രനും ഗേറ്റ് ചാടി കടന്നു. ആ സമയത്തൊന്നും അവിടെ ആരും വരില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അവർ നേരെ സിറ്റ് ഔട്ടിലേക്ക് കടന്നു. അകത്ത് ടിവിയുടെ നേരത്തെ ശബ്ദം കേൾക്കാമായിരുന്നു. രവീന്ദ്രൻ കോണിമ്പെല്ലിലേക്ക് വിരലമർത്തി. 2 ബെല്ല് കേട്ടപ്പോൾ തന്നെ വാതിൽ തുറക്കപ്പെട്ടു. ആ, നിങ്ങളായിരുന്നോ? ഞാൻ കരുതി വിനയനായിരിക്കുമെന്ന്. നിങ്ങളെന്താ ഈ നേരത്ത്? എങ്ങനെ അകത്ത് കിടന്നു? വാ, അകത്തിരിക്കാം. വാതിൽ തുറന്ന കരുണാകരക്കുറുപ്പ് ശ്രീനാഥനെയും രവീന്ദ്രനെയും കണ്ട അമ്പരപ്പോടെ ചോദിച്ചു. വല്യപ്പൻ എന്തിനാ 8 മണിയാവുന്നതിന് മുമ്പേ ഗേറ്റ് പൂട്ടുന്നത്? ഞങ്ങൾ ഗേറ്റ് ചാടിക്കിടന്ന് അകത്ത് കയറിയത്. അവിടെ നിന്ന് എത്ര വിളി വിളിച്ചു, ആര് കേൾക്കാൻ? ഒടുവിലാണ് ഗേറ്റ് ചാടിക്കിടന്നത്. രവീന്ദ്രൻ പറഞ്ഞുകൊണ്ട് സോഫയിലേക്ക് ചാഞ്ഞിരുന്നു. 8 മണിയോ? മണി 9 ആയില്ലോടാ പിള്ളേരെ. നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? ഭവാനിയമ്മ അവർക്കെതിരെ ഇരുന്ന് ചോദിച്ചു. ഒന്നും വേണ്ട വല്യമ്മേ. നിങ്ങളെന്താണാ മക്കളെ ഈ നേരത്ത്? എന്താ ഇത്ര അത്യാവശ്യം? കരുണാകരക്കുറുപ്പ് സംശയത്തോടെ ഇരുവരെയും നോക്കി.
ഇതുവരെയും ശ്രീനാഥോ രവീന്ദ്രനോ ഈ സമയത്ത് അവിടെ വന്നിട്ടില്ല. വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് 8 മണിക്ക് മുമ്പായിരിക്കും. അത് വല്യപ്പ, രവീന്ദ്രൻ പറയാൻ മടിയോടെ പോലെ നിർത്തി. ആ കാര്യം എന്താന്ന് വെച്ചാൽ പറയണടാ പിള്ളേരെ, എന്താ പ്രശ്നം? രവീന്ദ്രൻ ശ്രീനാഥിനെ നോക്കി പറയാൻ കണ്ണു കാണിച്ചു. അത് വല്യപ്പ, ഞാനും രവീന്ദ്രനും പാർട്ടിപരമായിട്ട് ശത്രുക്കളാണെങ്കിലും ബിസിനസ്സും മറ്റു കാര്യങ്ങളും പാർട്ട്ണർഷിപ്പിലാണ്, അറിയാലോ. അതൊക്കെ ഞങ്ങൾ അറിയാവുന്നതല്ലേ. ഇപ്പം എന്താ പ്രശ്നം? വല്യപ്പ, ഞങ്ങളാകെ പെട്ടിരിക്കുക, ശ്രീനാഥ് സങ്കടത്തോടെ പറഞ്ഞു. എന്താ മക്കളെ കാര്യം? എന്താണെങ്കിലും മക്കൾ വല്യപ്പനോട് പറ. നിങ്ങൾക്ക് കാശ് വല്ലതും വേണോ? കാശിൻ്റെ കാര്യം തന്നെയാ വല്യപ്പ. എത്രയാണ് വേണ്ടത്? 50 ലക്ഷം. 50 ലക്ഷമോ? അതിനു മാത്രം എൻ്റെ കയ്യിൽ എവിടുന്നാ മക്കളെ കാശ്? ഒരു 5-10 ആയിരുന്നേൽ നോക്കായിരുന്നു. ഇതിപ്പോൾ 50 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എവിടെ നിന്നുണ്ടാക്കും? ഞങ്ങൾക്കറിയാം വല്യപ്പൻ്റെ കയ്യിൽ അത്രയും കാശൊന്നും കാണില്ലെന്ന്. പിന്നെ എന്ത് ചെയ്യുമടാ മക്കളെ? ഞങ്ങൾ ഉദ്ദേശിച്ചത് വടക്കേലെ പറമ്പാ. അതിൽ നിന്ന് 2 ഏക്കർ വിറ്റാൽ ഞങ്ങൾ ഉദ്ദേശിച്ച കാശ് കിട്ടും. വാങ്ങിക്കാൻ ഞങ്ങളുടെ കസ്റ്റഡിയിൽ ആളുണ്ട്. വല്യപ്പൻ ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ ഞങ്ങൾ 2 ആളും ജയിലിൽ കിടക്കേണ്ടി വരും. ശ്രീനാഥ് സങ്കടത്തോടെ പറഞ്ഞത് കേട്ട് ഭവാനിയമ്മയ്ക്കും സങ്കടം വന്നു. അതിപ്പോ ആട്ടെ, അത് വിൽക്കാനും മാത്രം എന്താ കാര്യമെന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ. വല്യപ്പ, അത് ഞാൻ പറയാം. ഞാനും ശ്രീനാഥും കൂടി ഒരു കോൺട്രാക്റ്റ് എടുത്തു. 15 കോടിയുടെ കോൺട്രാക്റ്റ്. അഡ്വാൻസായിട്ട് 50 ലക്ഷവും കൈപ്പറ്റി. ആ കാശ് ഞങ്ങൾ വേറെ മറിക്കുകയും ചെയ്തു. ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അത്രയും വലിയ കോൺട്രാക്റ്റ് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലെന്ന്. അഡ്വാൻസ് വാങ്ങിയ 50 ലക്ഷം 5 ദിവസത്തിൻ്റെ ഉള്ളിൽ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ കമ്പനി കേസ് കൊടുക്കും. ഞങ്ങളുടെ 2 പേരുടെയും വീടും പറമ്പും അവന്മാർ കൊണ്ടുപോകും. നിങ്ങളെന്തിനാ മക്കളെ പറ്റാത്ത പണിക്ക് പോയത്? പറ്റിപ്പോയി വല്യപ്പ. പലിശ ഉൾപ്പെടെ 70 ലക്ഷം വേണമെന്ന് അവന്മാർ പറയുന്നത്. ഞങ്ങളൊരു 20 ഒപ്പിച്ചിട്ടുണ്ട്. വല്യപ്പൻ എങ്ങനെയെങ്കിലും സഹായിക്കണം. ഇതൊക്കെ എന്നായാലും നിങ്ങൾക്കുള്ളതാ. പക്ഷെ അതൊക്കെ എൻ്റെയും ഇവളുടെയും കാലശേഷം മാത്രം. പിന്നെ വടക്കേലെ പറമ്പ് വിൽക്കുന്ന കാര്യം ഇപ്പോൾ നടക്കില്ല മക്കളെ. അവിടെ നിങ്ങൾ റിസോർട്ടോ മറ്റോ പണിയാൻ പ്ലാൻ ചെയ്ത കാര്യമൊക്കെ എനിക്കറിയാം. അതുപോട്ടെ, എപ്പോഴായാലും നിങ്ങൾക്കുള്ളതല്ലേ ഇതെല്ലാം. നിങ്ങളിവിടെ റിസോർട്ട് കെട്ടുകയോ തിയേറ്റർ പണിയുകയോ വിൽക്കുകയോ അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഇപ്പോൾ വിൽക്കാൻ പറ്റില്ല. നിങ്ങൾ വേറെ വല്ല മാർഗവും നോക്ക്. കരുണാകരക്കുറുപ്പ് അനിഷ്ടത്തോടെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. ഓഹോ, അപ്പോൾ ഞങ്ങൾക്കത് വിൽക്കാൻ പറ്റില്ല അല്ലേ? വിൽക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. വിൽക്കാം. അത് ഞങ്ങളുടെ കാലശേഷം മാത്രം. ശ്രീനാഥേ, എങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെടാ. പറഞ്ഞതും രവീന്ദ്രൻ പിന്നിൽ ഒളിപ്പിച്ചിരുന്ന കമ്പിവടി എടുത്ത് കരുണാകരക്കുറുപ്പിന്റെ തലയിലടിച്ചതും ഒരുമിച്ചായിരുന്നു. അലറി നിലവിളിച്ച ഭവാനിയമ്മയുടെ നാഭിയിൽ ശ്രീനാഥ് ആഞ്ഞു തൊഴിച്ചു. തൊഴി കൊണ്ട് മറിഞ്ഞു വീണ ഭവാനിയമ്മയുടെ തലയിൽ രവീന്ദ്രൻ കമ്പിവടി കൊണ്ട് ആഞ്ഞടിച്ചു. ആ വൃദ്ധയുടെ തല പൊട്ടി രക്തം വാർന്നൊഴുകി. ഇഴഞ്ഞു വന്ന് ശ്രീനാഥന്റെ കാലിൽ പിടിച്ച കരുണാകരക്കുറുപ്പിന്റെ വാരിയലിലേക്ക് ശ്രീനാഥ് ആഞ്ഞാഞ്ഞു ചവിട്ടി. അബോധാവസ്ഥയിൽ കിടന്ന ഭവാനിയമ്മയും വെറുതെ വിട്ടില്ല. അവരുടെ വാരിയലിൽ നോക്കി ശ്രീനാഥ് ആഞ്ഞു ചവിട്ടി. ഹമീദ് റെക്കോർഡിംഗ് മോഡ് ഓഫ് ചെയ്തു. ജാവേദ് അവരെ രൂക്ഷമായി നോക്കി. അവർ തല കുനിച്ചു നിന്നു. ജാവേദ് ഹമീദിനെ നോക്കി. ഹമീദ് പെട്ടെന്ന് കുനിഞ്ഞ് ജെട്ടിയെടുത്ത് ശ്രീനാഥിന്റെ തലമുടിയിൽ പിടിച്ച് മലർത്തി വായിൽ ജെട്ടി തിരികെ കയറ്റി. അതുപോലെ രവീന്ദ്രന്റെയും ചെയ്തു. ജാവേദ് മുളകരച്ച് വച്ചിരുന്ന പാത്രമെടുത്ത് അവർക്കടുത്തെത്തി. ആ വയസ്സായ പാവപ്പെട്ടവരോട് നീയൊക്കെ ചെയ്ത ക്രൂരതയ്ക്ക് ഞാൻ ഇതെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് മോശമല്ലേ? അത് പറഞ്ഞ് ജാവേദ് അരച്ചു വച്ചിരുന്ന കാന്താരി മുളക് 2 പേരുടെയും മുഖത്തും അവയവത്തിലും വാരി തേച്ചു. ശ്രീനാഥിന്റെയും രവീന്ദ്രന്റെയും അടുത്തു നിന്നും ജാവേദ് തന്റെ ക്യാബിനിലേക്കാണ് പോയത്. ചെന്നപാടെ ഫോണെടുത്ത് കാശിക്ക് കോൾ ചെയ്തു. ഹലോ കാശി, നീ എവിടെയാ? ഞാൻ ഓഫീസിലാണ്. എന്തായി കാര്യങ്ങൾ? ജാവേദ് അവരെ അറസ്റ്റ് ചെയ്യാൻ പോയത് മുതലുള്ള കാര്യങ്ങൾ കാശിയോട് വിശദീകരിച്ചു. എടാ, അതിത്തിരി കടന്നുപോയില്ലേ? അവന്മാർ കോടതിയിൽ പറഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? എല്ലാം കേട്ട് കഴിഞ്ഞ് കാശിക്ക് ടെൻഷനായി. അതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. അത്രയെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനവും കിട്ടത്തില്ലടാ. പിന്നെ അവന്മാരെന്തായാലും കോടതിയിൽ മുണ്ടുപൊക്കി കാണിക്കില്ലല്ലോ. നീ പറഞ്ഞതുപോലെ പുറത്ത് കാണത്തക്ക വിധം ഒരു അടയാളം പോലുമില്ല. ഇപ്പോൾ അവരുടെ അവസ്ഥ എന്തായിരിക്കും? എന്താവാൻ? നല്ല അസല് കാന്താരി മുളകല്ലേ അരച്ച് തേച്ച് കൊടുത്തത്. ഇപ്പോൾ ഒരുമാതിരി വിത്തുകാളയെപ്പോലെ നീരടിച്ച് വീങ്ങിക്കാണും. അത് നന്നായി. പിന്നെ അവന്മാർ കോടതിയിൽ മൊഴി മാറ്റി പറയാൻ സാധ്യതയുള്ളത് കൊണ്ട് അവരുടെ കുമ്പസാരം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതവരറിഞ്ഞിട്ടില്ല. നാളെ നീ വരുമ്പോൾ എൻ്റെ ഓഫീസിൽ കൂടി കയറ്. കാസറ്റ് വാങ്ങിക്കാം, അവന്മാരെയും കാണാം. ഓക്കേടാ, ഞാൻ രാവിലെ എത്തിക്കോളാം. പിന്നെ അവന്മാരെ കോടതിയിൽ ഹാജരാക്കാൻ നീ കൂടി വന്നേക്കണം. ഓക്കെ. പിന്നെ DYSP സേനനെയും ദേവപ്രഭനെയും കോടതിയിൽ ഹാജരാവാൻ അറിയിച്ചിട്ടില്ലേ? ഉവ്. ഓക്കെ, അപ്പോൾ നാളെ കാണാം. ജാവേദ് കോള് ഡിസ്കണക്ട് ചെയ്തു. പിറ്റേന്ന് 10 മണിയായപ്പോൾ തന്നെ കാശി ജാവേദിന്റെ ഓഫീസിലെത്തി കാസറ്റ് കൈപ്പറ്റി. നിനക്കവരെ കാണണ്ട കാശി? പോകാനായി എഴുന്നേറ്റ് കാശിയോട് ജാവേദ് ചോദിച്ചു. വേണ്ട, ഞാൻ ഇവിടെ വന്നത് അവന്മാർ അറിയണ്ട. എന്നാൽ ഓക്കെ, നമുക്ക് കോടതിയിൽ വെച്ച് കാണാം. കാശി ജാവേദിന് ഷേക്ക് ഹാൻഡ് നൽകി അവിടെ നിന്നിറങ്ങി. ജാവേദ് ശ്രീനാഥും രവീന്ദ്രനും കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു. ഇരുവരും അപ്പോഴും നഗ്നരാക്കപ്പെട്ട നിലയിൽ തന്നെയായിരുന്നു. അവരുടെ അവയവം നീരുകൊണ്ട് വിങ്ങിയിരുന്നു. ആ അവസ്ഥയിൽ അവർ ജെട്ടി എങ്ങനെ ഇടുമെന്നോർത്ത് ജാവേദിന് ചിരി വന്നു. അമീതേ, അവന്മാരുടെ കെട്ടടിച്ച് ഡ്രസ്സ് ഇടിയിപ്പിക്ക്. കോടതിയിൽ ഹാജരാക്കാനുള്ളതാണ്. വേണമെങ്കിൽ ഒന്ന് കുളിപ്പിച്ചെടുത്തേക്ക്. അവർക്ക് കാവൽ നിന്ന ഹമീദിനോടായി ജാവേദ് പറഞ്ഞു. ഹമീദ് അവരുടെ കെട്ടുകൾ അടിച്ച് ഡ്രസ്സ് എടുത്തു കൊടുത്തു.
ജാവേദ് അവർക്ക് മുന്നിലേക്ക് നീങ്ങി നിന്നു. കോടതി നിങ്ങളോട് ചോദിക്കും പോലീസ് ഉപദ്രവിച്ചോന്ന്. അപ്പോൾ പറയണം ഉവ്വെന്ന്. അപ്പോൾ കോടതി എന്നെ വിളിച്ച് നിങ്ങളുടെ മുന്നിൽ വെച്ച് വഴക്ക് പറയും. അത് കേട്ട് നിങ്ങൾക്ക് ആശ്വസിക്കാം. എന്നിട്ട് നിങ്ങളെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴി ഏതെങ്കിലും പാണ്ടിലോറിക്ക് മുന്നിൽ നിന്നെയൊക്കെ ചവിട്ടിയിട്ടിട്ട് പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് എഴുതി കേസ് ഞാൻ ക്ലോസ് ചെയ്യാം. അപ്പോൾ കോടതിയിൽ പറയാൻ മറക്കണ്ട. ജാവേദിന്റെ വാക്കുകൾ കേട്ട് അവർക്ക് അവൻ അങ്ങനെ തന്നെ ചെയ്യുമെന്ന് തോന്നി. കോടതിയിലേക്ക് കയറ്റുന്നതിന് മുമ്പ് ജാവേദ് ഇരുവരുടെയും കയ്യിലെ വിലങ്ങഴിച്ചു. ഹമീദ് അവരെ കോടതി മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ജാവേദ് വെളിയിൽ നിന്നതേയുള്ളൂ. ശ്രീനാഥിനെയും രവീന്ദ്രനെയും പ്രതിക്കൂട്ടിലേക്കും വിനയനെ സാക്ഷിക്കൂട്ടിലേക്കും കയറ്റി നിർത്തി. നിങ്ങളെ പോലീസ് ഉപദ്രവിച്ചോ? ശിവരാമൻ ഇരുവരെയും സൂക്ഷ്മമായി വീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു. അയാൾക്കറിയാം ജാവേദിന്റെ കയ്യിൽ കിട്ടിയാൽ അവരെ ഒന്നും ചെയ്യാതെ വിടില്ലെന്നും നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടാവുമെന്നും. എങ്കിലും ചോദിച്ചുവെന്ന് മാത്രം. അവരില്ലെന്ന് പറഞ്ഞു. മാടിശ്ശേരിയിലെ കൊലപാതകങ്ങൾ ചെയ്തത് നിങ്ങളാണെന്ന് വിനയന്റെ ആരോപണം നിങ്ങൾ നിഷേധിക്കുന്നുവോ അതോ സമ്മതിക്കുന്നുവോ? ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇരുവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. ശിവരാമൻ കാശിയെ നോക്കി. കാശി മെല്ലെ എഴുന്നേറ്റു. യുവർ ഓണർ, DYSP ജാവേദ് അബ്രഹാം ഇടിക്കുളയുടെ മുന്നിൽ ഇവർ നടത്തിയ കുമ്പസാരത്തിന്റെ ഓഡിയോ കാസറ്റാണിത്. ബഹുമാനപ്പെട്ട കോടതി ഇതിട്ട് നോക്കിയാലും. കാശി തന്റെ കയ്യിലിരുന്ന കാസറ്റ് ബെഞ്ച് ക്ലർക്ക് മുഖേന ശിവരാമനെ ഏൽപ്പിച്ചു. ശ്രീധരപ്പണിക്കർ നിസ്സഹായതയോടെ തല കുനിച്ചിരുന്നു. ഓഡിയോ കാസറ്റിലെ അവരുടെ കുറ്റസമ്മതം കേട്ട ശേഷം ശിവരാമൻ ഇരുവരെയും നോക്കി. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ മിസ്റ്റർ ശ്രീനാഥ് ആൻഡ് രവീന്ദ്രൻ? അവർ ഒന്നും മിണ്ടാതെ തല കുനിച്ചു നിന്നു. യുവർ ഓണർ, കുറ്റവാളികൾക്ക് കൂട്ടുനിന്നവർക്കും തക്കതായ ശിക്ഷ നൽകണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. കേസിന്റെ വിധി. മാടിശ്ശേരി ഇരട്ട കൊലപാതകങ്ങളുടെ വിധി പ്രഖ്യാപനം. യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കുകയും ഒരു നിരപരാധിയെ അപരാധിയായി മുദ്രകുത്തുകയും ചെയ്ത അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന മുൻ DYSP സേനനും സർക്കിൾ ഇൻസ്പെക്ടർ ദേവപ്രഭനും കേസിലെ 3ഉം 4ഉം പ്രതികളാവുന്നു. യഥാർത്ഥ പ്രതികൾ ആരാണെന്നറിഞ്ഞിട്ടും അവർക്കൊപ്പം നിന്ന് നിരപരാധിയെ തൂക്കിലേറ്റാൻ കരുക്കൾ നീക്കിയ അഡ്വക്കേറ്റ് ശ്രീധരപ്പണിക്കർ 5ാം പ്രതിയുമാകുന്നു. 5ാം പ്രതിക്ക് 6 മാസം സസ്പെൻഷനും 50,000 രൂപ പിഴയും, പിഴ അടയ്ക്കാത്ത പക്ഷം 3 മാസം തടവ് ശിക്ഷയും വിധിക്കുന്നു. 3ഉം 4ഉം പ്രതികളായ സേനനും ദേവപ്രഭനും 2 വർഷം തടവ് ശിക്ഷയും 1,00,000 രൂപ വീതം പിഴയും അടയ്ക്കാൻ വിധിക്കുന്നു. പിഴ അടയ്ക്കാത്ത പക്ഷം 6 മാസം കൂടി ശിക്ഷ അനുഭവിക്കേണ്ടി വരും. 1ഉം 2ഉം പ്രതികളായ ശ്രീനാഥ്, രവീന്ദ്രൻ എന്നിവർക്ക് ഇരട്ട ജീവപര്യന്തവും കോടതി വിധിക്കുന്നു. പ്രതികൾ പിഴ കൊടുക്കാൻ സന്നദ്ധരാണെങ്കിൽ ആ തുക വിനയന് നഷ്ടപരിഹാരമായി നൽകേണ്ടതും പ്രതികളായ രവീന്ദ്രൻ, ശ്രീനാഥ് എന്നിവരുടെ പേരിൽ എഴുതി വച്ചിരിക്കുന്ന മാടിശ്ശേരിയിലെ സ്വത്തുവകകൾ മാടിശ്ശേരിയിലെ കരുണാകരക്കുറുപ്പും ഭാര്യ ഭവാനിയമ്മയും ജീവിച്ചിരിക്കെ അവരെ സ്വന്തം മാതാപിതാക്കളായി കണ്ട് പരിചരിച്ച് വിനയന്റെ പേരിലേക്ക് മാറ്റി എഴുതുവാനും കോടതി കൽപ്പിക്കുന്നു. വിധി പറഞ്ഞ ശേഷം ശിവരാമൻ ഏവരെയും നോക്കി. ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കൊന്നേ പറയാനുള്ളൂ. ഞാൻ വല്യപ്പനെയും വല്യമ്മയെയും സഹായിച്ചത് അവരുടെ സ്വത്ത് കണ്ടിട്ടല്ല. അവരുടെ നല്ല മനസ്സുകൊണ്ട് അവരെനിക്ക് 5 സെന്റ് ഭൂമിയും അതിലൊരു ചെറിയ വീടും വച്ചു തന്നു. എനിക്കത് മാത്രം മതി, മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിനയൻ നിറകണ്ണുകളോടെ ശിവരാമനെ നോക്കി പറഞ്ഞു. കോടതി പിരിയുന്നതിന് മുമ്പ് ആലോചിച്ച് പറഞ്ഞാൽ മതി വിനയ, ധൃതി വേണ്ട. നിങ്ങളുടെ വക്കീലിനോട് പറഞ്ഞാൽ മതി. അത് പറഞ്ഞിട്ട് ശിവരാമൻ കാശിയെ നോക്കി. യുവർ ഓണർ, വിനയനോട് സംസാരിച്ചിട്ട് തീരുമാനം രേഖാമൂലം കോടതിയെ ബോധിപ്പിക്കാം. കാശി ശിവരാമനോട് പറഞ്ഞു. പോലീസ് എത്തി പ്രതികളെ അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയി. കാശി വിനയനെയും കൂട്ടി കോടതിക്ക് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അവരെയും കാത്ത് ജാവേദ് നിൽപ്പുണ്ടായിരുന്നു. വിനയ, അത് നിനക്ക് അർഹതപ്പെട്ടത് തന്നെയാ. നിനക്കത് വേണ്ടെന്നാണ് തീരുമാനമെങ്കിൽ ആ സ്വത്തുക്കൾ സർക്കാരിലേക്ക് പോകും. അവരുടെ ആത്മാവുറങ്ങുന്ന മണ്ണ് വെറുതെ കാട് പിടിച്ച് കിടക്കുന്നതിലും ഭേദമല്ലേ നീയും നിന്റെ ഭാര്യയും കുഞ്ഞുമൊത്ത് അവിടെ ജീവിക്കുന്നത്? അതാവില്ല അവരുടെ ആത്മാവും ആഗ്രഹിക്കുന്നത്. കാശി വിനയന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു. ജാവേദും അത് അനുകൂലിച്ചു. കാശി വിനയനെയും കൂട്ടിക്കൊണ്ടുപോയി രേഖാമൂലം സമ്മതമാണെന്ന് കോടതിയെ അറിയിച്ചു. സാറ് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. പ്രതിഫലം തരാനായി എൻ്റെ കയ്യിലൊന്നുമില്ല. കോടതിക്ക് വെളിയിലേക്കിറങ്ങിയ വിനയൻ വിങ്ങലോടെ കാശിയെ നോക്കി കൈകൂപ്പി. എന്തെങ്കിലുമൊക്കെ പാവപ്പെട്ടവരെ നിന്നെ കൊണ്ടാവും വിധം സഹായിക്കുക. അതാണ് നീ എനിക്ക് തരേണ്ട പ്രതിഫലം. ദേ നിന്റെ പെണ്ണും കൊച്ചും ചെല്ല്, അവരോടൊപ്പം മാടിശ്ശേരിയിൽ പോയി സന്തോഷത്തോടെ ജീവിക്കേ. കാശി വിനയനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തൻ്റെ കാറിന് നേരെ വിരൽ ചൂണ്ടി. അവിടെ രേണുക കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുന്നത് വിനയൻ കണ്ടു. വിനയൻ നന്ദിയോടെ വീണ്ടും കാശിയെ നോക്കി തൊഴുതു. കാശി അവനെ അവളുടെ നേർക്ക് തള്ളിവിട്ടു. നിനക്കൊരു മാറ്റവുമില്ലല്ലോ കാശി. കോളേജിൽ പഠിക്കുന്ന സമയത്ത് അതേ കാശിനാഥൻ തന്നെയാണ് ഇപ്പോഴും നീ. ജാവേദ് സന്തോഷം കൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. ആ കാശിനാഥൻ മാറിയാൽ പിന്നെ കാശിനാഥൻ അല്ലാതെ ആവില്ലടാ. നിനക്കും മാറ്റമൊന്നുമില്ലല്ലോ. എന്നാ പിന്നെ ഓക്കേടാ. പിന്നെ ഞാൻ പറഞ്ഞത് മറക്കണ്ട. ഏതെങ്കിലും ഒരു കേസ് നമുക്ക് ഒരുമിച്ച് അന്വേഷിക്കണം. ഷുവർ. അങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ജാവേദ് കാശിയോട് യാത്ര പറഞ്ഞു പോയി. കാശിയും കാറിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് കോടതി സ്റ്റാഫിന്റെ വിളി കേട്ടത്. കാശി സാറേ, സാറിനെ മജിസ്ട്രേറ്റ് വിളിക്കുന്നു. അപ്പോൾ ലഞ്ച് ബ്രേക്ക് സമയമായിരുന്നു. കാശി ശിവരാമന്റെ ക്യാബിനിലേക്ക് ചെന്നു. കാശി ഇരിക്കൂ. ഇപ്പോഴാണ് മനസ്സിനൊരു സമാധാനമായത്. നീ കേസ് ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ
ഒരു നിരപരാധിയെ തൂക്കിലേറ്റേണ്ടി വന്ന വിഷമത്തിൽ ഞാൻ നേര് ജീവിക്കേണ്ടി വന്നേനെ. സത്യം എന്നും ജയിച്ചിട്ടേ ഉള്ളൂ സാർ. സത്യം ജയിക്കാനാണ് സാറിന് വിധിയിൽ തെറ്റുപറ്റിയതായി തോന്നിയതും എന്നോട് കേസിന് അപ്പീൽ കൊടുക്കാൻ പറഞ്ഞതും. ഇതാണ് സാർ നീതി, സത്യത്തിൻ്റെ നീതി. സത്യമോ വജയതേ. കഥ അവസാനിച്ചിരിക്കുന്നത് എങ്ങനെയുണ്ട്? നല്ല കഥയല്ലായിരുന്നു? എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. ബൈ.